എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധർമ്മ. ഞാൻ ഓൺലൈൻ ഫിസിക്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഞാൻ +1 ഫിസിക്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടും. എനിക്കറിയാം നിങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ മൂഡിലാണ്, എക്സാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വരാൻ പോവാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. റിസൾട്ട് വരാൻ പോവാണ്, ഉടനെ തന്നെ +1 അലോട്ട്മെൻറ്റ് ഉണ്ടാവും, ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ നിന്ന് കണ്ടിട്ട് വേണം എല്ലാം മനസ്സിലാക്കാൻ, അല്ലേ? വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ വരും. അപ്പം +1 എന്നുള്ളത് നിങ്ങൾ ഈ സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഓപ്ഷണലാണ്, അല്ലേ? ഇത്രയും കാലം നമ്മൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിച്ചു, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് പഠിച്ചെടുത്തു. ഇനിയുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ് സയൻസ്, അല്ലേ? അപ്പോൾ അതിൽ ഫിസിക്സ് എന്നുള്ളത് നിങ്ങളിപ്പം എൻജിനീയറിങ്ങിനായാലും ഏത് ഫീൽഡിലേക്ക് പോകുന്നതാണെങ്കിലും ഫിസിക്സ് എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ഏത് കോഴ്സിലും വരുന്നതാണ്. അപ്പോൾ നമ്മളത് ബേസിക്സ് ആയിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ, ബേസിക്സ് മുതലേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. കുറേ ഫിസിക്സിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങൾ കുറേ കാര്യങ്ങൾ 10 വരെ പഠിച്ചിട്ടുണ്ട്, നല്ല സിലബസാണ് നമ്മുടെ, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് മാത്സ് റിലേറ്റഡ് ടു ഫിസിക്സ് ക്ലാസ്സസ്, ഇൻട്രൊഡക്ഷൻ ടു ബേസിക് മാത്തമാറ്റിക്സ് റിക്വയർഡ് ഫോർ ഫിസിക്സ് ക്ലാസ്സസ്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇപ്പോൾ മാത്സ് എടുക്കുന്നത്, ഫിസിക്സ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ മാത്സ് ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഞാൻ മാത്സ് തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു പാറ്റേൺ അതൊന്നും നമ്മൾ കുറച്ച് ഒരു പുറത്തേക്ക് പോകേണ്ടി വരും. നമുക്ക് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ പോകേണ്ടതായിട്ട് വരും. ഇതുവരെ നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പുറകെ നടന്ന് പഠിക്കുന്നൊക്കെ പറയും. ഇനി നമ്മൾ വലുതാവുകയാണ്, അല്ലേ? നിങ്ങൾ വലുതായി, നിങ്ങൾ എന്താ പറയുക, വലിയ കുട്ടികളായി. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി സ്വന്തം എടുത്ത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ കോവിഡ് കാലത്ത് നമുക്ക് എന്താ പറയുക, സ്കൂളിൽ പോയിട്ട് ക്ലാസ് ഒരുപാട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന റിസോഴ്സുകളൊക്കെ വെച്ച് സ്വന്തമായിട്ട് പഠിക്കുക. ആരെയും ബ്ലെയിം ചെയ്യരുത്. ഇത് അഡ്വാൻറ്റേജായി എടുക്കരുത്. അഡ്വാൻറ്റേജ് എടുത്താൽ നമുക്ക് തന്നെയാണ് നഷ്ടം, വേറൊരാൾക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ തന്നെ പഠിച്ചെടുക്കുക. ഇയർ എൻഡ് ആകുമ്പോഴേക്കും ഇതൊക്കെ തീരും. അപ്പം നമുക്ക് പരീക്ഷ വരും. അപ്പം നമ്മളാണ് അത് എഴുതേണ്ടത്, വേറെ ആരും നമുക്ക് വേണ്ടി എഴുതാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. കുറച്ച് സമയം ഡെയിലി സ്പെൻഡ് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ ആയിട്ടില്ല അതൊന്നും വിചാരിക്കേണ്ട. നിങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മൾ 11th ഇന്നതാണ് എടുക്കാൻ പോകുന്നത്, ഇന്ന സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇപ്പോഴേ പഠിക്കാൻ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ അത് ശരിക്കും യൂസ് ആവും. പിന്നെ നമ്മുടെ ഫിസിക്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിന് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് മാത്സ് ഇക്വേഷൻസ് വരും. ചിലപ്പോൾ നമ്മൾ ഇതുവരെ അത് ജീവിതത്തിൽ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മാത്സ് ടോപ്പിക് എടുക്കാൻ പോയത്. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വിചാരിച്ചു അതൊന്ന് ബേസിക് ഇക്വേഷൻസ് നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് പഠിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ ഞാൻ ഇടയിൽ ഒരു ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഈ ഇക്വേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഞാനിത് ചെയ്യുമെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് മാത്സ് പഠിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ ക്ലാസ് മാത്സ് അതെങ്ങനെ ഫോർമുല വന്നു അതൊന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഫിസിക്സ് ചാപ്റ്റേഴ്സിൽ ആവശ്യമുള്ള ഫോർമുലാസ് മാത്രം. നിങ്ങൾ ഇതെല്ലാം ഞാനീ പറയാൻ പോകുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാത്സ് ക്ലാസ്സിൽ പഠിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ആ ഫോർമുല നമ്മൾ മാത്സ് ടീച്ചേഴ്സ് മാത്സ് ക്ലാസ്സിൽ ആ സിലബസിനനുസരിച്ചിട്ട് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, അതിന് മുന്നേ നമ്മുടെ ഫിസിക്സ് ചാപ്റ്റേഴ്സിൽ ആ ഫോർമുല ആവശ്യമായിട്ട് വരും. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഫോർമുല മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ്. ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി, ഒരു വീടുണ്ടാക്കി. അപ്പോൾ അത് ബിൽഡിംഗ് ബ്ലോക്സിൽ ഓരോ ബ്ലോക്സും കൂടിയിട്ട് ആണ് ആ ബിൽഡിങ്ങിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇൻഡിവിജ്വലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ എന്ത് പറ്റും, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വരും, അല്ലേ? അപ്പോൾ അത് ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്നുള്ളതിനെ നമ്മൾ f(x) എന്നാണ് പറയുക. ഫംഗ്ഷൻ എന്നുള്ളത് f(x). ഓക്കെ, അപ്പോൾ ഈ f(x) എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ f'(x) എന്ന് പറയും. ഒരു ടെൻഷനും വേണ്ട, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. 11ാം ക്ലാസ്സിൽ എത്തുമ്പോൾ +1 എത്തുമ്പോൾ ഞാനും ഇതൊക്കെ അനുഭവിച്ച ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറയണത്, ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ f'(x) എന്നാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. f'(x) എന്നുള്ളതിനെ നമ്മൾ വേറെ രീതിയിൽ എഴുതും, d/dx of
f of x, d by dx of f of x. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ, നിങ്ങൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ഒരു ഫംഗ്ഷൻ പറഞ്ഞുതരാം. എക്സിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഈ ഇക്വേഷൻ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂസ് മാറ്റുമ്പം ഈ മൊത്തം ഫംഗ്ഷൻ മാറും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ എക്സിലുള്ള ഫംഗ്ഷനാണ് എന്ത് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ എക്സിൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് മാറ്റുമ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, എന്ത് എ കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, സി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വരില്ല. ഞാനിത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതിന് എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അറിയില്ല ഇത് എങ്ങനെ കാണാമെന്ന് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു നമ്പർ എടുക്കാം, ഒരു ഫംഗ്ഷൻ തരികയാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതിപ്പോൾ ഏത് നമ്പർ ആയാലും, ഏത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിലും ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇസ് ഗോയിങ് ടു ബി 0. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഫിസിക്സിൽ വരുന്ന ഒരു ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ്, എക്സ് റേസ് ടു 5 അല്ലെങ്കിൽ എക്സ് റേസ് ടു 10, അങ്ങനെ ഒരു ഫംഗ്ഷൻ വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഫോർമുലയാണ് ഡി ബൈ ഡി എക്സ് ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇതിൻ്റെ യൂസ് നന്നായിട്ട് വരിക. നമ്മളെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊക്കെയുള്ള ചാപ്റ്റേഴ്സിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അവിടെ ഞാനിത് ജസ്റ്റ് അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് പഠിച്ചു വെച്ച കുട്ടികൾക്ക് അവിടെ നന്നായിട്ട് മനസ്സിലാവും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം, എക്സ് റേസ് ടു 5. അപ്പോൾ ഇവിടെ എൻ എത്രയാണ്? എൻ ഇസ് ഈക്വൽ ടു 5 അല്ലേ? എൻ ഇസ് ഈക്വൽ ടു 5. അപ്പോൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, 5 എക്സ് റേസ് ടു 5 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും? 5 എക്സ് റേസ് ടു 4. ഇങ്ങനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. റൂട്ട് എക്സ് ആണ് വരുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ പറയും എനിക്ക് റൂട്ട് എക്സിൻ്റെ ഫോർമുല അറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ, അതറിയാലോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഹാഫ്, എന്ന് പറഞ്ഞാൽ അവിടെ ഹാഫ് ആണ്, ഹാഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1, 1/2 മൈനസ് 1. അപ്പം ഹാഫ് എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2. ഇതാണ് എന്ത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഫോർമുലയാണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ഈ എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് മാത്രം. ഒന്ന് വരാൻ പോണത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 1/x എഴുതിയാൽ മതി. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഇനി എഴുതാൻ പോണത് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. അത് തന്നെയാണ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ടെൻഷൻ അടിക്കേണ്ട, എന്താണ് ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്നൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുകയോ വേണ്ട, ഒക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കും. ഇപ്പം ഞാനത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് ചാപ്റ്റേഴ്സ് തീരില്ല.
ഓക്കെ, അപ്പം നമുക്ക് ഫിസിക്സിന് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ d/dx ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മുടെ ഫിസിക്സ് ഇക്വേഷൻസിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ d/dx ഓഫ് e raised to x is equal to e raised to x. അത്രേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ട്രിഗ്നോമെട്രിയിൽ കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കണം. d/dx ഓഫ് ഇത് ആവശ്യമുള്ളതാണ്. d/dx ഓഫ് sin x is equal to cos x. ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കുക ഫോർമുല. d/dx ഓഫ് cos x is equal to minus sin x. ഇനി d/dx ഓഫ് tan x is equal to sec square x. d/dx ഓഫ് cot x. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്നിരിക്കുന്നു. d/dx ഓഫ് cot x is equal to minus cosec square x. പിന്നെ ഏതാ വരിക? sec x നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ. d/dx ഓഫ് sec x is equal to sec x tan x. പിന്നെ ലാസ്റ്റ് വരുന്നത് cosec, മീനിങ് അപ്പോൾ d/dx ഓഫ് cosec x is equal to minus cosec x cot x. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രിഗ്നോമെട്രിയിലുള്ള ഫോർമുലാസ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് d/dx ഓഫ് x raised to n is equal to nx raised to n minus 1. അതാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് d/dx ഓഫ് log x, പിന്നെ d/dx ഓഫ് e raised to x, പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കാം. ഇത്രയാണ് ബേസിക് ആയിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഫോർമുല വേറെ എന്തെങ്കിലും ഇതിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, ഇനി വരുന്ന വേറൊരു സംഭവമാണ് ഇൻ്റഗ്രൽസ് ഓഫ് ഫങ്ഷൻസ്. ഇൻ്റഗ്രൽ, അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽസിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മളതിന് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ആദ്യത്തത് ഡിഫറൻസിയേഷൻ, ഇപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ. ഇതിന് നമ്മൾ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞു ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചതിനെ നമ്മൾ പൊളിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടണമാണ് എന്ത്? d/dx എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്, അത് മനസ്സിലാവാതെ എന്താണ് നിങ്ങൾക്ക് ഇതുവരെ അത് പഠിക്കാത്തൊരു സംഭവമാണ്, അത് കാരണമാണ് പറയണത്. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എല്ലാം കൂടി കൂട്ടുക, അഡീഷൻ, ആഡ് ചെയ്യുന്നതിനാണ് എന്ത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ട ഫോർമുല ഇൻ്റഗ്രൽ ഓഫ് x raised to n. ഇതെല്ലാത്തിലും വരുന്ന ഫംഗ്ഷനാണ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് x raised to n dx. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഇങ്ങനത്തെ ഒരു സിമ്പിൾ, അതാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c. ഓക്കെ, ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ച എല്ലാത്തിൻ്റെയും നേരെ ഓപ്പോസിറ്റ് വരും ഇൻ്റഗ്രൽ വരുമ്പോൾ. ഇതിൽ വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയും പഠിച്ചാൽ മതി. അതേപോലെ ഇൻ്റഗ്രൽ ഓഫ് log എക്സിൻ്റെ വരും. ഇൻ്റഗ്രൽ ഓഫ് 1/x dx is equal to log x plus c. ഈ c വരും എല്ലാത്തിനും. ഇൻ്റഗ്രൽ വരുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾ മാത്സിൽ പഠിക്കും അതൊക്കെ. അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് ബേസിക് ആയിട്ട് ഇൻ്റഗ്രലിന് വേണ്ടത്. നമ്മൾ ഡിഫറൻഷ്യൽ നമ്മൾ ഇവിടെ പഠിച്ച എല്ലാ ഫോർമുലാസും ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ, അതായത് നമ്മളിപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് cos x കണ്ടുപിടിക്കണമെങ്കിൽ അത് sin x ആയിരിക്കും. ഇൻ്റഗ്രൽ ഓഫ് sin x is equal to minus cos x. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് sin x is equal to minus cos x. ഇൻ്റഗ്രൽ ഓഫ് sec square x is equal to tan x. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ പ്രൊസീജിയർ വരിക. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഈ ഫോർമുല ഒക്കെ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ഒരു അരമണിക്കൂറത്തെ പണിയേ ഉള്ളൂ. അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശരിക്കും റെഗുലറായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതിൽ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല എക്സൈറ്റിംഗ് ചാപ്റ്ററാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റെഗുലറായിട്ട് കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ
+1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ബേസിക് മാത്തമാറ്റിക്സ് ഫോർമുലാസ് ഫോർ ഫിസിക്സ് ലേണിംഗ്. അത് ഒന്ന് നോക്കണം, ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മുടെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിന് അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴാണ് നമുക്ക് സ്കൂളിൽ വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും SCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ NCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ക്ലാസ് തുടങ്ങണമെന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴേ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അത് സാധാരണയായിട്ട് സ്കൂളുകളിലൊന്നും എടുക്കാറില്ല, അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറുമില്ല. പക്ഷെ നിങ്ങളത് ഒരു കാര്യം ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കണമെന്ന്. വായിക്കുകയെന്ന് വെച്ചാൽ അത് ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഫിസിക്സിലെ കൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് ജനറലായിട്ട് എഴുതി പോയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് വെക്കുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഓവറോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് അതിനെ പറ്റിയെന്ന് പറയും, ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി പറയും. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം എക്സെട്ര. പിന്നെ വരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങളാണ്. അക്യുറസി, പ്രിസിഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ ഡയമെൻഷൻസ്, ഈ ഡയമെൻഷനാണ് നമ്മുടെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ആ ഡയമെൻഷണൽ അനാലിസിസ്, ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, SI യൂണിറ്റ്സ്, അങ്ങനെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ലെങ്ത്ത്, മാസ്, പിന്നെന്താ ടൈം, ഇലക്ട്രിക് കറണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് പിന്നെ അതിന് വേറെ ഒരു ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അതിനൊക്കെയുള്ള യൂണിറ്റ്സ് ആണ് എന്ത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾസ്? ലെങ്ത്തിന് എന്താ എഴുതുക നമ്മൾ, മീറ്റർ അല്ലേ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഇങ്ങനെ നമ്മൾ ഈ മാസ് ലെങ്ത്ത് ടൈം എടുക്കുന്നത്, ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത്, മാസ്, ടൈം ഇതൊക്കെ വെച്ചിട്ട് കുറേ യൂണിറ്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന യൂണിറ്റ്സിനെയാണ് എന്ത് നമ്മൾ പറയുക, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്, നമുക്ക് എടുക്കാം സ്പീഡ് നമ്മൾ എന്താ പറയുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം എന്നുള്ളതും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഹെൽപ്പിൽ നമ്മൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി. ഇനി വേറൊരു ക്വാണ്ടിറ്റി എടുക്കാം നമുക്ക്, വോള്യൂം എന്നുള്ളത് എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത് അല്ലേ. അപ്പം ലെങ്ത് ക്യൂബാണ് എന്ത്, ഇപ്പോൾ ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ഏതായാലും നമ്മുടെ സംഭവം എന്താണ്, ലെങ്ത് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണത്. അപ്പോൾ ലെങ്ത് ക്യൂബാണത്. അപ്പോൾ ഒരു ബേസ് ക്വാണ്ടിറ്റി ആയ ലെങ്ത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതെന്താണ്, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാം, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയുന്ന വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓൾറെഡി നമ്മൾ സ്പീഡും വോളിയം പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ്റെ എന്താണ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം ഡിറൈവ്ഡ് യൂണിറ്റ് എന്താ വരിക, സ്പീഡിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്, വോള്യൂമിൻ്റെതാകുമ്പോൾ മീറ്റർ ക്യൂബ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ്, ബേസ് യൂണിറ്റ്സ് ആണ് എന്ത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. പിന്നെ വരുന്നതാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള യൂണിറ്റ്സ് സിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പം രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്.
അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പം ലെങ്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ ഒരു ഇത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കിലോമീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ, ഇത്ര കിലോമീറ്റർ. അത് അത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഇത്ര അവേഴ്സ് എടുത്തു, 2 hours കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സും സ്റ്റാൻഡേർഡ് യൂണിറ്റ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന ചില യൂണിറ്റ്സ് നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും അത് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആയിക്കോണമെന്നില്ല. അപ്പം നമുക്ക് കുറച്ച് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ചില സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് എന്ത്, CGS സിസ്റ്റം. CGS സിസ്റ്റംസിൽ നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോണത് മെയിനായിട്ട് നമ്മൾ ലെങ്ത്, മാസ്, ടൈം, ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പം CGS യൂണിറ്റിൽ ലെങ്ത് എന്തിൽ മെഷർ ചെയ്യും, സെൻറ്റിമീറ്റർ, മാസ് ഗ്രാം, സെക്കൻഡ് എന്നുള്ള S എന്നുള്ളത് ടൈം. അപ്പം ഗ്രാം പിന്നെ ടൈം സെക്കൻഡ്. അപ്പം ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നമ്മളിപ്പോൾ മാസ്, നമ്മളിപ്പോൾ സ്പീഡ് പറയുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയണമെങ്കിൽ അത് CGS സിസ്റ്റമാണ്. ഓക്കെ, അതേപോലെ വേറൊരു പണ്ടേ ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ്, നമ്മളിപ്പോൾ അത്ര യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ലാതെ FPS സിസ്റ്റം. അപ്പം ലെങ്ത്തിന് ഫൂട്ട്, ഇത് പൗണ്ട്, എന്ത് മാസിന് പൗണ്ട്, ടൈമിന് എപ്പോഴും നമുക്ക് സെക്കൻഡ് തന്നെ കാണാം. സെക്കൻഡിന് അധികം വ്യത്യാസമില്ല, ഒരു സിസ്റ്റത്തിൽ നമുക്ക് സെക്കൻഡിന് ഡിഫറൻസ് കാണാറില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് MKS സിസ്റ്റം ഓഫ് യൂണിറ്റ്. രണ്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടി തലപോക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, നമ്മളത് യൂസ്ഡ് ആവും. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും, അപ്പോൾ നമുക്കത് യൂസ്ഡ് ആവും നമ്മൾ. ഓക്കെ, MKS സിസ്റ്റം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ SI സിസ്റ്റവും ഇതും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത്. MKSൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ SI സിസ്റ്റത്തിലും സെയിം സാധനമാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. അപ്പോൾ ഈ SI സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ പേര്, അതങ്ങനെ ഒരു ടേം വരാൻ കാരണം അതിൻ്റെ പേരെന്താണ്, സിസ്റ്റം ഇൻ്റർനാഷണൽ ഡേ യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ അത് ഒരു ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ഇൻ 1971 ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് എന്ത്, SI സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നുള്ളത്. അത് അറൗണ്ട് ദ വേൾഡ് എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SI സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയും ഒരു സ്പീഡിന് യൂണിറ്റ്, പിന്നെ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർ വേറൊരു സിസ്റ്റത്തിൽ പറയും. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി കുറേ മെഷേഴ്സ് ആവശ്യമുണ്ട്, നമ്മൾ എല്ലാം കൺട്രീസ് തമ്മിൽ ഡീലിങ്ങിനൊക്കെ നമ്മൾ എന്താ പറയുക, ഇൻ്റർനാഷണൽ സിസ്റ്റം ആവശ്യമാണ്. അതിനാണ് നമ്മൾ SI സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ SI സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയും യൂണിറ്റ്, നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് പറയും എല്ലാം SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം സെയിം സിസ്റ്റത്തിലാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ SI സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. അപ്പം SI സിസ്റ്റത്തിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. അങ്ങനെ നമുക്ക് ഇനി ഈ പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. നിങ്ങൾ ഈ ടേബിൾ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ടേബിൾസ് കാണും നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ. അതെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് എടുക്കാം, ബാക്കിയുള്ളത് വായിച്ചു വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത് പഠിക്കണം. ഈ ടേബിൾ ഈ ഡെഫിനേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ വരെ നമ്മൾ പഠിച്ചെടുക്കണം, ഇത്രയും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ലെങ്ത്, മാസ്, ടൈം അതിന് പഠിക്കാൻ ഇപ്പം നമുക്ക് പണിയൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും നമ്മൾ ലെങ്ത്തും മാസും ടൈമും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് കറണ്ട് നമുക്ക് അറിയുന്ന ടേമാണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അത് വേർഡ് കണ്ട് പഠിക്കേണ്ടത്, അത് ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ തന്നെയാണത്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കെമിസ്ട്രിയിൽ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുന്നതായിരിക്കും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ ആകെ നമുക്ക് ഇതുവരെ കേൾക്കാത്തൊരു സാധനം ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ്
അപ്പോൾ ഇതൊക്കെ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വരെ നമ്മൾ 11th 12th യൂസ് ചെയ്യും. ലുമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ വലിയ ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ് ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കണം ഈ ടേംസ് എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ അതിൻ്റെ സിമ്പലും പഠിക്കണം. ഓക്കെ, അതിൻ്റെ സിമ്പൽ പഠിക്കണം. മാസ് കിലോഗ്രാം, kg, ടൈം സെക്കൻഡ്, എസ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 10th പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിന് ആംപിയർ. ടെമ്പറേച്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിഗ്രി സെൽഷ്യസ് എന്ന് മനസ്സിൽ വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഇവിടെ സ്പെല്ലിംഗ് നോക്കണേ. മോൾ എന്നുള്ളത് അതിൻ്റെ പേര് MOLE ആണ്. സിമ്പൽ വരുമ്പം MOL, മോൾ. ലുമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ യൂണിറ്റ് കാൻഡിലയാണ് അതിൻ്റെ യൂണിറ്റ് പേര്, പക്ഷെ അതിൻ്റെ സിമ്പൽ CD. ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇതിൻ്റെ ഈ ബാക്കി കാണുന്ന ടേബിളിലുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ 1 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് 1 മീറ്റർ ആണെന്ന്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു അല്ലേ? അതിനൊരു ബേസ്, എന്താ പറയുക, ബേസ് ആയിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ റെഫർ ചെയ്തിട്ടാണ് എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ നടത്തുന്നത്. അതിപ്പം മീറ്റർ ആയാലും ലെങ്ത് ആയാലും മാസ് ആയാലും എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഒരു ലാബിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡെഫിനേഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അത് മാത്രം പഠിക്കുക. അതാണ് നമുക്ക് ആവശ്യം വരിക. മറ്റേ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുകൂടാതെ നമുക്ക് 2 സബ്സിഡറി യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമുക്ക് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും എന്തിലാണ് മെഷർ ചെയ്യുക? ഡിഗ്രീസിലാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച മാത്സിലൊക്കെ പഠിക്കുമ്പം ആംഗിൾ എന്ന് പറയുമ്പോൾ ഡിഗ്രീസിലാണ് പറയുക. പക്ഷേ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അപ്പോൾ ഈ റേഡിയൻ എന്താണെന്ന് നോക്കാം. നമുക്കൊരു സർക്കിൾ എടുക്കാം. ഇതെന്താണ്? പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? റേഡിയൻ. അപ്പം ഈ സർക്കിളിൻ്റെ റേഡിയസ് R ആണെന്ന് വെച്ചോ. അപ്പം ഞാൻ ഒരു നൂല് എന്തെങ്കിലും എടുത്തിട്ട് ഇത്രയും R മെഷർ ചെയ്തു. ആ R അതേ ലെങ്ത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഓക്കെ, അത്രയും R ഡിസ്റ്റൻസിൽ ആ സർക്കിളിൻ്റെ മുകളിൽ കൂടെ നമ്മൾ R വെച്ച് ഇങ്ങോട്ട് വരക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് അത്രയും R ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്തു. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അവിടേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആയി അല്ലേ. ആ ആംഗിൾ ക്രിയേറ്റ് ചെയ്ത ആ ആംഗിളാണ് എന്ത്? 1 റേഡിയൻ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്, കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മളൊരു സർക്കിളിൻ്റെ റേഡിയസിന് കണക്കായിട്ട് ആർക്ക് ലെങ്ത് ഉണ്ടെന്ന് വെച്ചോ. റേഡിയസ് ആ R ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? ആർക്ക് ലെങ്ത്. അപ്പോൾ ആ 2 പോയിന്റും തമ്മിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും എന്ത്? 1 റേഡിയൻ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നുള്ളത്? ആംഗിൾ d θ is equal to ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഈ ഡയഗ്രാം നോക്കുക. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ഇവിടെ എന്താണ്? d θ. അപ്പം d θ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാണ് ഇവിടെ? ds ഡിവൈഡഡ് ബൈ റേഡിയസ് r. അതേപോലെയുള്ള ഒരു സംഭവമാണ് എന്ത്? സോളിഡ് ആംഗിൾ എന്നുള്ളത്. സോളിഡ് ആംഗിൾ നമുക്ക് ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ഷേപ്പ് അല്ലേ വരിക? ഈ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഷേപ്പ് അല്ലേ വരിക? അപ്പോൾ അതിൻ്റെ സർഫസിൽ അങ്ങ് എഡ്ജിൽ നമുക്ക് ഇതുമാതിരി ഒരു ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് എന്തൊരു സോളിഡ് ഷേപ്പാണ്. അപ്പോൾ നമ്മളൊരു സോളിഡ് സ്ഫിയറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ആംഗിൾ ഉണ്ടാവും. അതാണ് എന്ത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ആ കേക്കിൻ്റെ എക്സാമ്പിൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. അപ്പം സോളിഡ് ആംഗിൾ d⍵ is equal to dA ഡിവൈഡഡ് ബൈ r² ആണ് എന്ത്? അതിൻ്റെ ഫോർമുല. അതിൻ്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ, ഈ ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ, റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പം ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. d⍵ is equal to dA by r², d θ is equal to ds by r. ഇത് ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കൂടാതെയുള്ള നമ്മുടെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. ഇത്രയും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഫസ്റ്റ് വീഡിയോ കണ്ട് ആ ഫോർമുലയൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.
എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് കാണാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇവിടെ വരിക. അപ്പോൾ ഇന്നലെ നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പഠിച്ചു. പിന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആംഗിൾസ് ആണ് പഠിച്ചത്. ആംഗിൾ, റേഡിയൻ, സ്റ്റെറേഡിയൻ, സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, അതൊക്കെ പഠിച്ചു. അപ്പോൾ എല്ലാവരും 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതിൻ്റെ യൂണിറ്റിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ റേഡിയനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്ലെയിൻ ആംഗിളാണ് എന്ത് റേഡിയൻ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? റേഡിയൻ, സ്റ്റെറേഡിയൻ ഒക്കെ നമ്മളൊരു സർക്കിൾ വരച്ച് റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ആർക്ക് ലെങ്ത് എടുത്ത് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, അതൊക്കെ ഓർമ്മിച്ചെടുക്കുക. അപ്പോൾ ഈ കൺവേർഷൻ നമ്മൾ SI യൂണിറ്റ് ഓഫ് ആംഗിൾ റേഡിയൻസ് ആണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രീസ് ആണ് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 90 ഡിഗ്രീസ് റൈറ്റ് ആംഗിൾ അങ്ങനെയൊക്കെയല്ലേ പറയുക? ഡിഗ്രീസ് ആണ് പറയുക. അപ്പോൾ ഈ ഡിഗ്രീസിനെ ആംഗിളിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോളജാണ് 360 ഡിഗ്രീസ് ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻസ്. ഓക്കെ, 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻസ്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഫുൾ ആംഗിളാണ് എന്ത്? 360 ഡിഗ്രീസ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് 1 ഡിഗ്രി എന്ന റേഡിയനിലേക്കുള്ള കൺവേർഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി മാത്സ് മാത്രമാണ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 360. 2 പൈ ബൈ 360 എന്ന് വെച്ചാൽ പൈ ബൈ 180 റേഡിയൻസ്. RAD ആണ് എന്ത്? റേഡിയൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. റേഡിയൻസ് എന്ന് പറയും. നമ്മൾ റെപ്രസെന്റ് യൂണിറ്റിന്റെ സിമ്പിൾ എന്താണ്? RAD. ഓക്കെ, അപ്പം 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻസ്. അതേപോലെ നമുക്ക് 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രീസ്. അപ്പോൾ ഈ 2 കൺവേർഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഉറപ്പിക്കാൻ മനസ്സിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻസ്. 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ബൈ പൈ ഡിഗ്രീസ്. നമ്മൾ റേഡിയൻ എന്ന് ഡിഗ്രീസിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡിഗ്രി ടു റേഡിയൻ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്, കൺവേർട്ട് റേഡിയൻസ് ടു ഡിഗ്രീസ്. അപ്പോൾ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് സിമ്പിൾ ഒരു വാല്യൂ എടുക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 4/9 പൈ റേഡിയന് 4/9 പൈ റേഡിയന് നമുക്ക് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡിഗ്രീസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റേഡിയൻ എന്ന് ഡിഗ്രീസിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടു കൺവേർട്ട് റേഡിയൻസ് ടു ഡിഗ്രീസ് you have to multiply that value with 180 divided by pi. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ 4/9 പൈ റേഡിയൻസ് is equal to 4/9 പൈ multiplied by 180 divided by pi radians. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ റേഡിയൻ ടു ഡിഗ്രീസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. റേഡിയൻ ടു 1 റേഡിയൻ ഇസ് 180 ബൈ പൈ ഡിഗ്രീസ്. അപ്പോൾ ഇതേപോലെ എന്താ പറയുക? 4/9 പൈ റേഡിയൻസ് ഇസ് ഈക്വൽ ടു 4/9 പൈ ഇൻറ്റു 180 ബൈ പൈ റേഡിയൻസ്. അപ്പം പൈയും ക്യാൻസൽ ആവും. പിന്നെ എന്ത് പറ്റും? നമ്മൾ 4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ റേഡിയൻ അല്ല, ഇത് ഡിഗ്രീസ് ആണ് വരിക. ഡിഗ്രീസ് നമ്മൾ ഡിഗ്രീസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. പറഞ്ഞു വന്നപ്പോൾ അവിടെ റേഡിയൻ എഴുതിപ്പോയി. അപ്പം ഇപ്പം എന്ത് വരും? പൈ ക്യാൻസലായി. 180 ബൈ 9 എത്ര വരും? 20 വരും. 20 ഇൻറ്റു 4 80 ഡിഗ്രീസ്. അപ്പോൾ നമ്മൾ 4/9 പൈ റേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രീസ് ആണ്. ഇതേപോലെ നമുക്ക് തിരിച്ചുള്ള ഒരു കൺവേർഷൻ ചെയ്ത് നോക്കാം. നമ്മൾ 120 ഡിഗ്രീനെ നിങ്ങൾ തിരിച്ച് 80 ഡിഗ്രീനെ നിങ്ങൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ കിട്ടും, 4/9 പൈ എന്ന് കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്നത് 120 ഡിഗ്രീനെ കൺവേർട്ട് ഇറ്റ് ഇൻ ടു റേഡിയൻസ്. മനസ്സിലായല്ലോ? കൺവേർട്ട് 120 ഡിഗ്രീസ് ഇൻ ടു റേഡിയൻസ്. അപ്പോൾ എന്ത് ചെയ്യണം?
To convert degrees into radians, multiply that value by pi by 180. അപ്പോൾ 120 degrees is equal to 120 into pi by 180. അപ്പോൾ ഇവിടെ പൈ അവിടെ തന്നെ നിൽക്കും. പൈനെ കണ്ടിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പൈ നമുക്ക് അതുപോലെ എഴുതാം. പൈ എന്താ വാല്യൂ 3.14 എടുത്താൽ മതി. ഓക്കെ, അപ്പം 120 ഇൻറ്റു പൈ ബൈ 180 0 ക്യാൻസൽ ആവും. നമ്മൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ക്യാൻസലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2/3 പൈ റേഡിയൻസ് എന്ന് വരും. 2/3 പൈ റേഡിയൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ 2 ഇൻറ്റു പൈ 3.14. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്യാൻ 22/7 യൂസ് ചെയ്യാം. ഏതാണ് ഈസി നിങ്ങൾക്കെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2.0933 റേഡിയൻസ് എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ആൻസർ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 2/3 പൈ റേഡിയൻസ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തന്നു. നമ്മൾ പൈയിനെ എന്ത് ചെയ്യുന്നുള്ളതായിരിക്കും നിങ്ങളുടെ കുറേ ആൾക്കാരുടെ കൺഫ്യൂഷൻ. അതിനെ നമ്മൾ 3.14 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടൈപ്പ് കൺവേർഷൻ ചെയ്യാനുള്ളത് മിനിറ്റ്സ്, സെക്കൻഡ്സ്, റേഡിയൻസ് ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ സർക്കുലാർ മോഷനൊക്കെ പഠിക്കുമ്പോൾ ഈ റേഡിയൻ ഡിഗ്രി ഒക്കെ ഒരുപാട് പ്രാവശ്യം വരും റൊട്ടേഷണൽ മോഷനിലൊക്കെ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ് എന്ത്, 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻസ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ആംഗിൾ ആണ് എന്ത്, കംപ്ലീറ്റ് ആംഗിൾ ആണ് എന്ത് 360 ഡിഗ്രീസ്. അപ്പോൾ അത് ഇക്വാലൻ്റ് ടു എത്ര റേഡിയൻസ് ആണ്, 2 പൈ റേഡിയൻസ്. അപ്പോൾ നമ്മൾ 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2 പൈ ബൈ 360 റേഡിയൻസ് അല്ലെങ്കിൽ പൈ ബൈ 180 റേഡിയൻസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് എഴുതാത്തത്. ഓക്കെ, ഇനി നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 60 മിനിറ്റ്. ഈ ഒരു ലൈൻ ഇങ്ങനെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ മിനിറ്റ് എന്നാണ് വായിക്കുക. ഓക്കെ, 60 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് 60 മിനിറ്റ്. അതേപോലെ 60 ഇട്ടിട്ട് 2 ലൈൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 60 സെക്കൻഡ്. ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് അല്ലേ. ഇതുവരെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, എനിക്ക് തോന്നുന്നു പുതിയതാണെന്ന്. അപ്പോൾ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് അല്ലേ. അപ്പം നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 60 മിനിറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 180. അപ്പോൾ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 60 റേഡിയൻസ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 1 മിനിറ്റിൻ്റെ കൺവേർഷൻ. ഇതൊരു വാല്യൂ. അപ്പോൾ നമ്മൾ ഇത് ബൈ ഹാർട്ട് പഠിക്കാൻ ആവാത്തവർ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഓൾറെഡി നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയാം. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. ഞാൻ ഇപ്പോൾ ബോക്സിൽ ഇട്ട സാധനം പഠിക്കണം. 1 ഡിഗ്രി ഈസ് പൈ ബൈ 180 റേഡിയൻസ്. പിന്നെ അറിയേണ്ടത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് അടിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാ മാത്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 60. അപ്പോൾ ആ 60 എവിടെ ഡിനോമിനേറ്ററാണ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണം അല്ലേ. 1 മിനിറ്റ്, ഡിഗ്രി ടു മിനിറ്റ് ആണ് നമ്മൾ അറിയാത്തൊരു സംഭവം. 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അപ്പോൾ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. അത് എത്രയാണ്, 1 മിനിറ്റ് എത്ര റേഡിയൻസ് ആണ് തന്നിരിക്കുന്നത്, പൈ ബൈ 180 ഇൻറ്റു 60 റേഡിയൻസ്. അപ്പോൾ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്, ദാറ്റ്സ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 60 റേഡിയൻസ്. അപ്പോൾ എന്ത് പറ്റും, 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60. എന്തുകൊണ്ടാ, ഈ ഒരു 60 കൂടി ഇങ്ങോട്ട് വരും അല്ലേ. 60 സെക്കൻഡ് ഇസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 60. അപ്പം 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു പൈ ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60 റേഡിയൻസ്. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുന്ന വാല്യൂസ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വാല്യൂസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഞാൻ പറയണത് പൈ ബൈ 180 എന്നുള്ള ടേംസിൽ നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല നമുക്ക് വരിക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ വാല്യൂസ് അതിലിടുമ്പോൾ അതിലുള്ള വാല്യൂസ് ആയിട്ട് ചിലപ്പോൾ ഈ 60യോ 180യോ ഒക്കെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അങ്ങനെ അതൊരു ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റെപ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ പോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക.
പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണുക, മനസ്സിലാവാത്തൊരു ഒന്നുകൂടി കാണുക, റീപ്ലേ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ് ആണ്. അത് മിസ് ചെയ്യരുത്, എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഈ പാരലാക്സ് മെത്തേഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, ഇതൊന്ന് ന്യൂമറിക്കൽസ് വരും. അപ്പോൾ എന്താണ് ഈ പാരലാക്സ് മെത്തേഡ് നോക്കാം. നമുക്ക് സാധാരണ നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? നമ്മൾ സാധാരണ ഇപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യും അല്ലേ. പിന്നെ വലിയ ഒരുപാട് ദൂരമുള്ളതാണെങ്കിൽ നമ്മൾ കിലോമീറ്റേഴ്സിൽ മെഷർ ചെയ്യും. നമ്മൾ സാധാരണ എന്താ പറയുക, മെഷറിംഗ് ഡിവൈസസ് വെച്ച് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചെറിയ ഡിസ്റ്റൻസുകളൊക്കെ ആണെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ആ സ്റ്റാറിൻ്റെ അടുത്തേക്കുള്ള ദൂരം എന്താണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുമൊന്നുമില്ല അല്ലേ. സാധാരണ ഒരു നമ്മൾ കയ്യിലുള്ള സ്കെയിലോ വലിയൊരു സ്കെയിൽ തന്നെ ആയിക്കോട്ടെ, എന്നാലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അത് ഒരുപാട് ദൂരെയാണ്. അപ്പം അങ്ങനെയുള്ള ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാരലാക്സ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ സാധനമൊന്നും ഇല്ലാന്ന്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പെന്നുണ്ടല്ലോ, ആ പെന്നിനെ നിങ്ങൾ മൂക്കിൻ്റെ മുന്നിൽ വെക്കുക, അതിൻ്റെ ടിപ്പ് എടുത്തിട്ട് മൂക്കിൻ്റെ മുന്നിൽ വെക്കുക. എന്നിട്ട് ഒരു കണ്ണടച്ചിട്ട് അതിൻ്റെ ടിപ്പിലേക്ക് നോക്കുക, മറ്റേ കണ്ണുകൊണ്ട് നോക്കുക. മനസ്സിലായല്ലോ? ഒരു പെണ്ണെടുത്തിട്ട് മുന്നിൽ നമ്മുടെ കറക്റ്റ് മൂക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു കണ്ണടച്ചിട്ട് ആ ടിപ്പിലേക്ക് നോക്കുക. നോക്കി ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അടച്ച കണ്ണ് തുറന്നിട്ട് മറ്റേ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഇതിലേക്ക് നോക്കുക. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മൾ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നു, പിന്നെ ഉടനെ ആ അടച്ച കണ്ണ് തുറന്ന് മറ്റേ കണ്ണ് അടച്ചു വെച്ചിട്ട് നോക്കുന്നു ഈ ടിപ്പിലേക്ക്. നമ്മൾ വേറെ എവിടെയും നോക്കുന്നില്ല, ഈ പെന്നിൻ്റെ ടിപ്പിലേക്കാണ് നോക്കുന്നത്. പെണ്ണ് എവിടെ വെച്ചിരിക്കുന്നത്? നമ്മുടെ മൂക്കിൻ്റെ തൊട്ട് മുന്നിൽ. അപ്പം നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ആ പെൻസിലിൻ്റെ അല്ലെങ്കിൽ പെന്നിൻ്റെയോ ടിപ്പ് എന്നുള്ളത് ഒന്ന് ഷിഫ്റ്റ് ആയ പോലെ നമുക്ക് തോന്നും അല്ലേ. ഒന്നൊരു ചേഞ്ച്, ആക്ച്വലി അത് ചേഞ്ച് ഒന്നും ആയിട്ടില്ല, അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് ചേഞ്ച് ആയ പോലെ തോന്നും. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഇൻ പൊസിഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ് സീംസ് ടു ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ്. അപ്പോൾ എന്ത് പറ്റും? അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, പാരലാക്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെന്താ പറയുക, പൊസിഷൻ മാറുന്നില്ല, പക്ഷെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് അത് മാറി എന്നുള്ളത്. അതേപോലെ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് സൺ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മൂണിനെ എടുക്കാം. രാത്രിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു ആ മൂണ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ. അപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ നാട്ടിൽ നിന്നാണ് കാണുന്നത്. അപ്പം ഇവിടുന്ന് നോക്കുമ്പോഴും അവിടുന്ന് നോക്കുമ്പോഴും നമ്മൾ മൂണിനെ കാണുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരുപാട് ദൂരമുണ്ട് അല്ലേ, നമ്മുടെ ഗ്രൗണ്ടിലേക്കൂടെ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. നമ്മൾ എർത്തിൽ 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്നാണ് നോക്കുന്നതെങ്കിലും എർത്ത് ടു മൂൺ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസിന് ഡി എന്ന് പറയും. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്രയും ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ AB എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുക, പാരലക്റ്റിക് ആംഗിൾ എന്ന് പറയാം. പാരലാക്സ് ആംഗിൾ അല്ലെങ്കിൽ പാരലക്റ്റിക് ആംഗിൾ എന്ന് പറയും. അപ്പോൾ അത് കാണാനുള്ള നമ്മൾ ഇവിടെ എന്താ പറയുക, ഇത് ഈ ബേസിസ് എന്നാണ് ഈ ഡിസ്റ്റൻസിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെന്റിൽ നമ്മുടെ 2 കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ബേസിസ്. ആ മൂക്കിൻ്റെ ഇടയിലുള്ള ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഫോർമുല ഉണ്ട്, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ, ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ഇവിടെ ആർക്ക് പറയണ എന്താ, ഈ ഡിസ്റ്റൻസ് AB. അപ്പോൾ എന്ത് പറ്റും, ആ AB എന്നുള്ളത് നമ്മൾ എന്താ പറഞ്ഞിരിക്കണേ, B ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇത് വലിയൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്ത് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മൂൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റന്റ് ഒബ്ജക്ട് ആൻഡ് ദ എർത്ത്, അതാണ് എന്ത്, D. അപ്പം D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ തീറ്റ. ഇതാണ് നമ്മുടെ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പാരലാക്സ് മെത്തേഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. അപ്പോൾ ഈ സിമ്പിൾ എക്സ്പെരിമെന്റ് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അത് സെയിം തന്നെ. അപ്പോൾ അതുപോലെ നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ പറ്റി കാണിക്കുന്നു. ചെറിയ ദൂരത്തിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റേഞ്ച് ഓഫ് ലെങ്ത്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, മെഷർമെന്റ് ഓഫ് മാസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡെയിലി വീഡിയോസ് ഇടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. മിസ് ചെയ്യാതെ കാണുക, റെഗുലറായിട്ട് കാണുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പാരലാക്സ് മെത്തേഡ് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇനി വരുന്നത്. അപ്പം ആ വീഡിയോസ് കാണുന്നത് ഇനിയുള്ള ലേണിംഗ് എഫക്റ്റീവ് ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്തിൻ്റെ തന്നെ കുറച്ചൊരു എക്സ്റ്റൻഷൻ. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ ടേബിൾസ് കാണാം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റേഞ്ച് ആൻഡ് ഓർഡർ ഓഫ് ലെങ്ത് എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് എന്ത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് ലെങ്ത്ത് അല്ലേ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്ത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ലെങ്ത്ത് എന്നുള്ളത് ഇതിൻ്റെ SI യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. പക്ഷെ നമ്മൾ ചില ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ ലെങ്ത്ത് പറയാണ്. അപ്പം എന്താ പറയുക, അതൊരു സെൻറ്റിമീറ്റേഴ്സിലല്ലേ നമ്മൾ പറയുക അല്ലേ. ഒരു മീറ്റർ ഉള്ള നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് മീറ്റർ എന്നുള്ളത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിതിനെ സയൻസിൽ എന്താണ് പറയുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കിതൊന്ന് മനസ്സിലാക്കി വെക്കാനുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചില വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സൈസ് ഓഫ് എ പ്രോട്ടോൺ 10⁻⁻15 മീറ്റർ ആണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ പറയില്ലേ ഇത്ര സൈസിൽ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ നമുക്ക് പ്രോട്ടോണിൻ്റെ സൈസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, കൺവീനിയൻ്റ് അല്ല. അപ്പം നമ്മൾ SI സിസ്റ്റത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചില യൂണിറ്റുകൾ നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സൈസ് ഓഫ് എ പ്രോട്ടോൺ 10⁻⁻15 മീറ്റർ. അറ്റോമിക് ന്യൂക്ലിയസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന 10⁻⁻14 മീറ്റേഴ്സിലാണ്, ആ റേഞ്ചിലാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോട്ടോണും ന്യൂക്ലിയസിൻ്റെയും റേഞ്ച് ഓഫ് ലെങ്ത് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സൈസ് എന്നുള്ളത് 10⁻⁻15 മീറ്റർ, ന്യൂക്ലിയസിൻ്റെ 10⁻⁻14 മീറ്റർ. പ്രോട്ടോൺ എന്താണ്? പ്രോട്ടോൺ പിന്നെയും നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണല്ലോ വരുന്നത്. അത് കാരണമാണ് അതിൻ്റെ പിന്നെ സൈസ് പിന്നെയും കുറയുന്നത്. പിന്നെന്താ ടിപ്പിക്കൽ വൈറസ്. ഇപ്പോൾ വൈറസിൻ്റെ സൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. വൈറസിൻ്റെ സൈസ് ഇത് നോക്കും നമ്മൾ 10⁻⁻8 മീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റ് 10⁻⁻8 എന്നല്ല ഉദ്ദേശിക്കുന്നത്. റേഞ്ച് ആൻഡ് ഓർഡർ ഓഫ് ലെങ്ത് ആണിത്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് 10⁻⁻7 മീറ്റേഴ്സ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട റേഞ്ച് ആണ്. വൈറസിൻ്റെ സൈസ് ഒന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ വരേണ്ടത് റേഡിയസ് ഓഫ് ദ എർത്ത് 10⁻7 മീറ്റർ റേഞ്ചിൽ. ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം ദ എർത്ത് 10⁻8 മീറ്റേഴ്സ്. ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് 10⁻11 മീറ്റേഴ്സ്. പിന്നെ നോക്കൂ, അതിങ്ങനെ കൂടി വന്ന് ഡിസ്റ്റൻസ് ടു ദ ബൗണ്ടറി ഓഫ് ദ ഒബ്സർവബിൾ യൂണിവേഴ്സ് 10⁻26 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? ചെറിയൊരു പാർട്ടിക്കുലർ പ്രോട്ടോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ യൂണിവേഴ്സിൽ എത്തുമ്പോഴേക്കും അത് 10⁻26 മീറ്റേഴ്സ് ആയി. അതായത് ഈ -15 എന്നുള്ളതിന്ന് 26ലേക്ക് മാറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ഓരോ സിറ്റുവേഷനിൽ കൺവീനിയൻ്റ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള ഡിസ്റ്റൻസസ് ആണ്. അപ്പം ജസ്റ്റ് ഐഡിയ വെച്ചിരിക്കേണ്ട സംഭവങ്ങൾ ഈ 3 എണ്ണം. ഏത്? സൈസ് ഓഫ് ദ പ്രോട്ടോൺ, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, അറ്റോമിക് ന്യൂക്ലിയസ്, സൈസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഓക്കെ സാരില്ല. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അറിഞ്ഞിരിക്കണം. റേഡിയസ് ഓഫ് എർത്ത് അതും അറിഞ്ഞിരിക്കുക. നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിരിക്കും. ഇനി നമ്മൾ ഈ റേഞ്ച് ഓഫ് ലെങ്ത്തിൽ നമ്മൾ ഇനിയും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതിയെടുക്കണം ഈ വാല്യൂസ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ തന്നെയാണ്. 1 ഫെർമി 10⁻⁻15 മീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? സൈസ് ഓഫ് പ്രോട്ടോൺ അല്ലേ. സൈസ് ഓഫ് പ്രോട്ടോണും അറ്റോമിക് ന്യൂക്ലിയസിൻ്റെ സൈസൊക്കെ നമ്മൾ 10⁻⁻15 അല്ലെങ്കിൽ 10⁻⁻14 ആ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? 1 ഫെർമി. ഓക്കെ, 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻⁻15 മീറ്റേഴ്സ്. ഈ കൺവേർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് ന്യൂമറിക്കൽസ് വരും. ന്യൂമറിക്കൽസിനായിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇപ്പം നമ്മൾ തിയറി പഠിച്ചു പോകും, എന്നിട്ട് ന്യൂമറിക്കൽസ് സെപ്പറേറ്റ് ചെയ്യാം, എല്ലാം ചെയ്തുതരാം.
1 ആങ്സ്ട്രോം. ആങ്സ്ട്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആങ്സ്ട്രോം അല്ലേ യൂസ് ചെയ്യണം. 1 ആങ്സ്ട്രോം ഇസ് ഈക്വൽ ടു 10 പവർ മൈനസ് 10 മീറ്റേഴ്സ്. ഈ പറയുന്ന മുഴുവൻ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. 1 astronomical unit. Astronomical unit എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് ആണ് എന്ത് astronomical unit. Average distance of the sun from the earth is known as 1 astronomical unit, and 1 astronomical unit is equal to 1.496 into 10 power 11 meters. ഇനി നമുക്ക് 1 meter to astronomical unit കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1/1.496 into 10 power 11 ചെയ്താൽ നമുക്ക് 1 meter is equal to this much astronomical unit എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ കൺവേർഷൻസ് ന്യൂമറിക്കൽസ് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈറ്റ് ഇയർ എന്ന് കേട്ടിട്ട് നിങ്ങളത് ടൈം അല്ല, ലൈറ്റ് ഇയർ എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ലൈറ്റ് ഇയർ എന്താ? ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് വിത്ത് വെലോസിറ്റി ഓഫ് 3 into 10 power 8 meter per second in 1 year. നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എന്താ? 3 into 10 power 8 meter per second ആണ് എന്ത് ലൈറ്റിന്റെ സ്പീഡ്. ഏതില്? വാക്വത്തിൽ അല്ലെങ്കിൽ എയറിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് അത് 3 into 10 power 8 meter per second. ആ സ്പീഡ് വെച്ചിട്ട് ലൈറ്റ് 1 year ട്രാവൽ ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? അതാണ് എന്ത് 1 ലൈറ്റ് ഇയർ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഇക്വാലന്റ് ടു എത്ര മീറ്റർ ആണ്? 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു 9.46 into 10 power 15 meters. ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ട വാല്യൂസ് ആണ് ഇതെല്ലാം. ഈ കൺവേർഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന നമ്മുടെ ലക്ക് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ്. ഇത് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കുക. ഈ വാല്യൂസ്, കൺവേർഷൻ വാല്യൂസ് ഒരുപാടില്ല, 2-3 എണ്ണല്ലേ ഉള്ളൂ. 1 ഫെർമി 10 power minus 15 meter, അത് ഈസി അല്ലേ. 1 parsec. 1 parsec എന്ന് പറഞ്ഞാൽ എന്താ? Parsec is the distance at which average radius of Earth's orbit subtends an angle of 1 arc second. Definition പഠിക്കണം. Astronomical unit definition: average distance of the sun from the Earth. 1 parsec is the distance at which average radius of the Earth's orbit subtends an angle of 1 arc second. അതാണ് എന്ത് പാർസെക്കിന്റെ ഡെഫിനിഷൻ. അപ്പോൾ 1 parsec is equal to 3.08 into 10 power 16 meters. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ റേഞ്ച് ഓഫ് ലെങ്ത് നോക്കിക്കഴിഞ്ഞാലും പാർസെക് ആണ് കുറച്ചുകൂടി വലുത് അല്ലേ. 3.08 into 10 power 16 ഉണ്ട്. ലൈറ്റ് ഇയർ ആകുമ്പോൾ 10 power 15 വരുന്നുള്ളൂ. അസ്ട്രോണമിക്കൽ യൂണിറ്റിലാകുമ്പോൾ 10 power 11 ആണ് വരുന്നത്. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഈ കൺവേർട്ട് 1 parsec into ലൈറ്റ് ഇയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയല്ല, എന്നിട്ട് കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാണിച്ചു തരാം ഞാൻ. പ്രോബ്ലംസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ. അപ്പം നമ്മൾ ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കണം. ഈ പറയുന്നൊക്കെ കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി യൂസ് ആവുക. ഇനി നമ്മൾ ചില പ്രിഫിക്സസ് എന്ന് പറയും. മൈക്രോ പ്രിഫിക്സസ് ആൻഡ് മാക്രോ പ്രിഫിക്സസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ അല്ലേ, മൈക്രോ വരെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഇപ്പൊ മില്ലി എന്താണ്? നമുക്ക് SI യൂണിറ്റിലേക്ക് എപ്പോഴും കൺവേർട്ട് ചെയ്യണം. യൂണിറ്റ്സിനെ മുഴുവൻ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴുള്ള എന്താണ്? അപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക അല്ലെ. അപ്പൊ മില്ലി എന്ന് പറഞ്ഞാൽ 10 power minus 3 meters. മില്ലിക്ക് എന്താ ഡിനോട്ട് ചെയ്യുക? സ്മോൾ ലെറ്റർ M. മൈക്രോ 10 power minus 6, നാനോ 10 power minus 9. ഇതൊക്കെ പഠിച്ചിരിക്കണം. പൈക്കോ എന്ന് പറഞ്ഞാൽ 10 power minus 12, ഫെംടോ 10 power minus 15. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ ഫെംടോ, പൈക്കോ, നാനോ ഇതൊക്കെ മാസിലായാലും ലെങ്ത്തിലായാലും ഒക്കെ വരുമ്പോൾ നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 power minus 6 മീറ്റർ. മൈക്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ 10 power minus 6 ഗ്രാംസ്. മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 power minus 6 സെക്കൻഡ്സ്. അപ്പൊ അത് കാരണമാണ് ജനറൽ ആയിട്ടുള്ള ടേംസ് മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫെംടോ, ഫെർമി എന്ന് നമ്മൾ ഓൾറെഡി കണ്ടില്ലേ. അപ്പൊ ഫെംടോമീറ്റർ, ഫെംടോ 10 power minus 15 ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അറ്റോ 10 power minus 18. ഇതിന് ശേഷമുള്ളത് അത്ര റിപ്പീറ്റഡ് ആയിട്ട് കാണാറില്ല. പക്ഷെ ഇതുവരെ പൈക്കോ, ഫെംടോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സെപ്റ്റോ 10 power minus 21, യൊക്ടോ 10 power minus 24. അപ്പൊ ഇതിന്റെ തന്നെ ഇതൊക്കെ 10 power minus ആണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതിന് എന്തൊക്കെയാ പറയാൻ നോക്കാം. കിലോ നമുക്ക് അറിയുന്നതാണ്. കിലോ 10 power 3, 1 kilogram 1000 grams അതറിയില്ലേ നമുക്ക്. അതുപോലെ കിലോ എന്ന് പറഞ്ഞാൽ 10 power 3. ഇനിയുള്ളത് മെഗാ. മെഗാ എന്നുള്ളത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ M, അത് 10 power 6. ഗീഗ, ഗീഗ എന്തായിരിക്കും അസ്യൂം ചെയ്തോളൂ. ഞാൻ ഇതേ ഓർഡറിലാണ് പോകുന്നത്. ആ 10 power മൈനസിന്റെ ഓർഡറിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് 10 power 9. പൈക്കോ എന്താണ്? 10 power minus 12. അപ്പോൾ ടെറ
ടെറ എന്നുള്ളത് ടെറാബൈറ്റ് എന്നൊക്കെ കാണില്ല നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങിക്കുമ്പം കപ്പാസിറ്റി ഇത്ര ബൈറ്റ് അല്ലേ ടെറാബൈറ്റിന്റെ ആണെന്നൊക്കെ പറയില്ലേ അതേപോലെ. അപ്പൊ പെറ്റ എന്നുള്ളത് പി ആണ്, അതെന്താ പറയുക 10⁻15 ആണ്. പിന്നെ വരുന്നത് 10⁻18 അല്ലെ എക്സ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ഇ 10⁻18. സെറ്റ ഇതൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. സെറ്റ, യോട്ട, ബൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ 10⁻21 കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് ഇത് യൂസ് ആവും, ഇത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ. ഇത് 30th നമ്മുടെ റിസൾട്ട് വരുന്നതാണ് കണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് ഈസി ആവും. നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അത്ഭുതപ്പെടും അല്ലേ, നിങ്ങളങ്ങനെ ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്ക്. ഇതൊക്കെ അവിടെ എത്തുമ്പോൾ എന്തായാലും സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്തായാലും പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കുക. ഞാൻ പറയാം ഏതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതിൽ തന്നെ എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് പഠിക്കണം. ഈ പ്രിഫിക്സസ് മൈക്രോവും മാക്രോ പ്രിഫിക്സസും രണ്ടും പഠിക്കണം. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന ആദ്യത്തെ റേഞ്ചിലുള്ളത് മുഴുവനും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, വേണ്ടാത്തതൊന്നും ഇവിടെ തന്നിട്ടില്ല. ഇനിയുള്ളത് ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മൾ ചില കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ SI യൂണിറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലാണ്. അപ്പോൾ മിനിറ്റ്, അവർ, ഡേ, ഇയർ, ഡിഗ്രി ഇതെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവുക. അതൊന്നും ഒരുപാട് നമ്മൾ തലവച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ മാസിന്റെ ഓർഡർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ട്രോൺ മാസ് 10⁻−30 കിലോഗ്രാം, പ്രോട്ടോൺ മാസ് 10⁻−27 കിലോഗ്രാം. അങ്ങനെ ചെറുതെന്ന് തുടങ്ങി വലിയ യൂണിവേഴ്സിന്റെ സൈസിലേക്ക് 10⁻55 കിലോഗ്രാം വരെയുള്ള റേഞ്ചിലാണ് എന്ത് മാസ് ഓഫ് ദ യൂണിവേഴ്സ് വരുന്നത്. ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ മാസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു പോവുക. അതേപോലെ ടൈം ഇന്റർവെൽ, നമ്മുടെ മെഷർമെന്റ് ഓഫ് മാസ്, ഡിസ്റ്റൻസ്, ടൈം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അല്ലേ. അപ്പൊ അതിന്റെ ടൈം ഇന്റർവെലിന്റെ ഡാറ്റ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതും ഒന്ന് വായിച്ചു പോവുക. ഈ റേഞ്ച് ഓഫ് ടൈം ഒന്ന് വായിച്ചു പോവുക ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഇനിയുള്ള ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. മാസിന്റെ മെഷർമെന്റിൽ അറ്റോമിക് മാസ് യൂണിറ്റ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയുക അറ്റോമിക് മോളിക്യൂൾസിന്റെ മാസ് നമ്മൾ കിലോഗ്രാമിലൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ അതെന്താ പറയുക, അത് കൺവീനിയന്റ് അല്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. AMU എന്ന് കാണാം, U എന്ന് കാണാം അല്ലെ. അപ്പം 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1/12 ഓഫ് ദ മാസ് ഓഫ് an atom of carbon 12 isotope. ഈ ഡെഫിനിഷൻ പഠിക്കണം. ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തതായിരിക്കാം. അവോഗാഡ്രോ നമ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയി യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളത്. ന്യൂക്ലിയർ ഫിസിക്സിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/12 ദ മാസ് ഓഫ് an atom of carbon 12 isotope. Conversion 1.66 into 10⁻27 kilogram. 1 atomic mass unit is equal to 1.66 into 10⁻27 kilogram. പിന്നെ മെഷർമെന്റ് ഓഫ് ടൈമിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ സീഷ്യം ക്ലോക്ക്. സീഷ്യം ക്ലോക്ക് ആണ് മോർ അക്യുറേറ്റ് ക്ലോക്ക്. അത് ചോദിക്കാറുണ്ട് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ. ഏതിലാണ് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാന്നുള്ളത് സീഷ്യം ക്ലോക്ക്. അപ്പം അതിന്റെ അൺസർട്ടനിറ്റി ഇൻ ടൈം എന്ന് പറയുന്നത് ±10⁻−13 സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ഇയറിൽ 3 മൈക്രോ സെക്കൻഡ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആണ് അതിന് വരുന്നത്. നമ്മുടെ ക്ലോക്കൊക്കെ എന്താ പറയുക ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കെ തന്നെ ചിലപ്പോൾ 5 മിനിറ്റ് സ്ലോ 5 മിനിറ്റ് ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഓടും അല്ലേ നമ്മുടെ സാധാരണ ക്ലോക്കുകൾ. പക്ഷേ ഈ സീഷ്യം ക്ലോക്ക് എന്താ പറയുന്നത് 1 ഇയറിൽ എത്രയാണത് എതർ ഗെയിൻ ഓർ ലോസ് എത്ര വരുന്നത് 3 മൈക്രോ സെക്കൻഡ്സ് ആണ് അത് ഗെയിൻ അല്ലെങ്കിൽ ലൂസ് ചെയ്യുന്നത്. അതാണ് മോസ്റ്റ് അക്യുറേറ്റ് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. ആ വാല്യൂസ് മുഴുവൻ പഠിച്ചു വെക്കുക. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആ കൺവേർഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ എറേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എറേഴ്സ് ആൻഡ് കാൽക്കുലേഷൻസ്. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ എറേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടും. ഓക്കെ, അപ്പം വീഡിയോ കാണുക, മുന്നേയുള്ള വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം.
+1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിലെ എറേഴ്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എറേഴ്സ്, അബ്സല്യൂട്ട്, റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് എറർ. ഇതിനു മുന്നേ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, റേഞ്ച് ഓഫ് മാസ് അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൂടി കാണുക. അപ്പോൾ നമുക്ക് എറേഴ്സ് എന്താണെന്ന് പഠിക്കാം. ഇത് കുറേ ന്യൂമറിക്കൽസ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു എറർ അതിൽ കടന്നുകൂടും അല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഒക്കെ എറേഴ്സ് കടന്നുകൂടും. അപ്പോൾ നമ്മൾ പറയാം എന്താ, പർട്ടിക്കുലർലി നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്ന കാര്യത്തിൽ ആ സമയത്ത് നമ്മൾ പല ടൈപ്പിലുള്ള എറേഴ്സാണ് അതിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ എറേഴ്സിനെ നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നും റാൻഡം എറേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പിന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ ആൻഡ് പേഴ്സണൽ എറേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, പല ടൈപ്പിൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ലാബിൽ കിടക്കുകയാണ്, നമ്മൾ കുറേ ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് ഒന്നുകിൽ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാവുന്ന ഫോൾട്ട് കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സ് ഉണ്ടാവും നമ്മുടെ മെഷർമെൻറ്റിൽ, അല്ലാണ്ട് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസിൽ കുറച്ച് ഡീവിയേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയാം. പിന്നെയുള്ള എന്താ, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. നിങ്ങൾ 11th നമ്മൾ ലാബിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പം ഓരോ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരാളും നമ്മൾ മനസ്സിലാക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസറൊക്കെ ഏകദേശം ഒരുപോലെ കിട്ടുമായിരിക്കും, പക്ഷേ എന്നാലും അവിടെ എറർ കടന്നുകൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് റോങ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എറേഴ്സ്. പിന്നെ വരുന്നത് പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാളുടെയും ഒബ്സർവേഷൻ സ്കിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പം ഒരു മീറ്റർ സ്കെയിലിൽ മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പം ഞാനൊരു ലെങ്ത് മെഷർ ചെയ്തിട്ട് പറയുകയാണ്, ഒരു 15.3 ആണെന്ന് പറയാം. അപ്പം ആ 0.3 എന്നുള്ളത് എന്താണ്, മില്ലിമീറ്റർ ആണ്. അപ്പോൾ വേറൊരാൾ നോക്കിയിട്ട് പറയണം, അല്ല അത് 4-ലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ രണ്ടുപേരും കാണുന്നത് സെയിം മെഷർമെൻ്റ് ആണ്, പക്ഷെ ഒബ്സർവേഷൻ സ്കിൽസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരാൾ ചെയ്യുമ്പോഴും നമ്മുടേതായ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ നമ്മുടേതായ എറേഴ്സ് അതിൽ കടന്നുകൂടും. അതാണ് എന്ത്, പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, റാൻഡം എറേഴ്സ് എന്നുള്ളതിന് മെയിൻ ആയിട്ട് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എറർ. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് അല്ലേ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് മെഷർമെന്റ് വിച്ച് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എൻ ഇൻസ്ട്രുമെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കെയിൽ എടുത്താൽ നമുക്ക് സ്മോളസ്റ്റ് മെഷർമെന്റ് എന്താ, 1 മില്ലിമീറ്റർ അല്ലേ? അന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ ആണ് എന്ത്, 1 മില്ലിമീറ്റർ. അപ്പോൾ ആ ലീസ്റ്റ് കൗണ്ടിൽ വരുന്ന ഡീവിയേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സ് ആണ് എന്ത്, ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് അതിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ പഠിക്കുക. ഇനിയുള്ളൊരു ടേമാണ് നമ്മുടെ അക്യുറസി ആൻഡ് പ്രെസിഷൻ. അപ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അക്യുറേറ്റ്, നമ്മുടെ വാല്യൂ അക്യുറേറ്റ് ആണെന്ന് പറയും, ചിലപ്പോൾ നമ്മുടെ വാല്യൂ പ്രിസൈസ് ആണെന്ന് പറയും. എന്താണ് ആ രണ്ട് വേർഡും തമ്മിലുള്ള ഡിഫറൻസ്? അക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. Precision tells us to what resolution or limit the quantity is measured. അപ്പോൾ ഇതെന്താ, ഡെഫിനിഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, G is equal to 9.8 meter/second². ഇത് നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ആണ്, കോൺസ്റ്റന്റ് വാല്യൂ. നിങ്ങൾ ഈ ഇയർ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് ആണ്. സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കും. അപ്പം നമുക്കറിയാം 9.8 meter/second² ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എടുത്ത് നോക്കാം. നമ്മുടെ വാല്യൂസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ വാല്യൂസ് 9.75, 9.74, ജസ്റ്റ് എക്സാമ്പിൾസ് എഴുതുകയാണ്. 9.69,
9.801 അങ്ങനെ കുറേ സെറ്റ് ഓഫ് വാല്യൂസ് എടുക്കണം. 9.78 ഇങ്ങനെ കുറേ എടുത്തു. അപ്പം നമുക്ക് ചെറിയൊരു വേരിയേഷൻ വന്നത് ഏതിലാണ്? 9.69. ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു 9. ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മുടെ ഈ വാല്യൂവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലേ? എല്ലാം 7.5 എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴേക്കും നമ്മളത് 9.8 ആവും. 9.7 അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് മോർ ആക്യുറേറ്റ് ആണ്, നമ്മുടെ വാല്യൂസ് ആക്യുറേറ്റ് ആണെന്ന് പറയും. ഇനി ഒരു എക്സ്പെരിമെൻ്റ് എടുത്തിട്ട് ഇതിൽ കുറച്ച് ഡീവിയേഷൻസ് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ വാല്യൂസ് തമ്മിൽ കുറച്ച് ഡീവിയേഷൻസ് വരുന്നുണ്ട്. വേറൊരു സെറ്റ് ഓഫ് വാല്യൂസ് എടുത്താൽ എനിക്ക് കിട്ടുന്ന വാല്യൂസ് വരുന്നത് 9.51, 9.50, 9.499, 9.502 ഇങ്ങനെ കുറേ വരികയാണ്. അപ്പോൾ ഈ മെഷേർഡ് വാല്യൂസ് തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല അല്ലേ? നമ്മൾ ആക്യുറേറ്റ് അല്ല, ഇത് ആക്യുറേറ്റ് ആണെങ്കിൽ എത്ര വരണം? നമുക്ക് അപ്രോക്സിമേറ്റ്ലി 9.8ൻ്റെ അടുത്ത് തന്നെ വരണം. പക്ഷെ ഇത് ആ റേഞ്ചിൽ വരുന്നില്ല, ഒരു 9.5 റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ ഈ മെഷേർഡ് വാല്യൂസ് തമ്മിൽ ഭയങ്കര ക്ലോസ് റിലേഷൻ ആണ് അല്ലേ? അത്രയേ ഡിഫറൻസ് ഉള്ളൂ. രണ്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ മെഷേർഡ് വാല്യൂസ് തമ്മിൽ. അപ്പം നമുക്ക് പറയാം ഈ സെറ്റ് ഓഫ് റീഡിങ്സ്, നമുക്ക് റീഡിങ് 1നെ നമ്മൾ ഇത് 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ 1 മോർ ആക്യുറേറ്റ് ആണ് കമ്പയർഡ് ടു, രണ്ട് സെറ്റ് ഓഫ് റീഡിങ്സ് എടുത്തു കഴിഞ്ഞാലും 1 ആണ് നമുക്ക് ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ ആയിട്ട് അടുത്ത് നിൽക്കുന്നത് ഏതാ? സെറ്റ് 1 ആണ്. പക്ഷെ അവിടെ ഇൻഡിവിജ്വൽ മെഷർമെന്റ് തമ്മിൽ കുറച്ച് നന്നായിട്ട് ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ആക്യുറേറ്റ് ആണെന്ന് പറയാം, അത് പ്രിസൈസ് അല്ല. പക്ഷെ ഇവിടെ പ്രിസൈസ് ആണ് അല്ലേ? മെഷേർഡ് വാല്യൂസ് തമ്മിൽ ഓൾമോസ്റ്റ് സെയിം വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് എന്ത്? പ്രിസിഷൻ. പ്രിസിഷൻ ടെൽസ് us ടു വാട്ട് റെസൊല്യൂഷൻ ഓർ ലിമിറ്റ് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. അപ്പം ആക്യുറസിയും പ്രിസിഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എറേഴ്സിലേക്ക് പോവാം. അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. ഇതാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഞാനിപ്പം തന്ന എക്സാമ്പിളിൽ തന്നെ കുറേ സെറ്റ് ഓഫ് വാല്യൂസ് തന്നു, A1, A2, A3. അപ്പോൾ ആ നമ്മൾ തന്ന വാല്യൂസ് ഇല്ലേ, ഞാൻ കുറച്ച് നമ്പേഴ്സ് തന്നില്ലേ, അതിന് നമുക്ക് A1, A2, A3 എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ അതിൻ്റെ അരിത്മെറ്റിക് മീൻ എന്താ എടുക്കുക? നമ്മൾ മീൻ കാണാൻ അറിയില്ല, ആവറേജ് കാണാൻ അറിയാലോ എല്ലാവർക്കും. എ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN the whole divided by n. ഇതാണ് എന്ത്? അരിത്മെറ്റിക് മീൻ ഓഫ് ദ മെഷേർഡ് വാല്യൂസ്. ഇതിന് വേറൊരു മെത്തേഡിൽ നമ്മൾ എഴുതാൻ പോവാണ്. എ മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ I is equal to 1 to n. സിഗ്മ എന്ന് പറഞ്ഞാൽ അഡീഷൻ്റെ സിമ്പിളാണ്. AI ഡിവൈഡഡ് ബൈ n. AI എന്ന് പറഞ്ഞാൽ ഐക്ക് നമ്മൾ 1 to n, A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN. അതാണ് എന്ത്? എ മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? അതിൻ്റെ ആവറേജ് എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ മെഷേർഡ് value and the true value of the quantity is called as the absolute error of the measurement. Magnitude of the difference between individual measurement and the true value of the quantity is called absolute error of the measurement. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എ വെച്ചിട്ടാണ്. മോഡുലസ് കാണാം അവിടെ. മോഡുലസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും വരാം. അതിനെയാണ് നമ്മൾ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എന്ത്? അബ്സല്യൂട്ട് എറർ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഡെൽറ്റ A1 ഇസ് ഈക്വൽ ടു A1 മൈനസ് എ മീൻ. ഇൻഡിവിജ്വൽ വാല്യൂവിനെ എ മീനുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഡെൽറ്റ A2 ഇസ് ഈക്വൽ ടു A2 മൈനസ് എ മീൻ. ഡെൽറ്റ AN ഇസ് ഈക്വൽ ടു AN മൈനസ് എ മീൻ. അപ്പോൾ നമുക്ക് എത്ര സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുന്ന ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് എന്ത്? ഡെൽറ്റ എ എന്ന് പറയുന്നത്. ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് എറർ. ഇനി നമ്മൾ ഇതിന്റെ അരിത്മെറ്റിക് മീൻ കാണാൻ പോവാണ്. അരിത്മെറ്റിക് മീൻ ഓഫ് ഓൾ അബ്സല്യൂട്ട് എറർ ഇസ് ടേക്കൺ ആസ് ദ ഫൈനൽ ഓർ മീൻ അബ്സല്യൂട്ട് എറർ ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം തന്നിരിക്കുന്ന വാല്യൂസിന്റെ ആവറേജ് കണ്ടു. എന്നിട്ട് ഓരോ മെഷർമെന്റിൽ നിന്നും ആ ആവറേജിനെ സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്തു. ആ പോസിറ്റീവ് വാല്യൂസിന്റെ മീൻ കാണാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എ മീൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് A1
A1 എന്താ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഡെൽറ്റ A1 മോഡുലസ് ഓഫ് ഡെൽറ്റ A1 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ A2 ഇതൊക്കെ ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ് ആണ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ AN the whole divided by n. ഇതാണ് എന്ത് ഡെൽറ്റ A മീൻ. നമുക്കിതിന് സിഗ്മ വെച്ച് എഴുതുക. സിഗ്മ I is equal to 1 to n മോഡുലസ് ഓഫ് ഡെൽറ്റ AI ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മീൻ കാണും. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റിലേറ്റീവ് എറർ കാണാൻ പോകണം. റിലേറ്റീവ് എററിനെ നമ്മൾ ഡെൽറ്റ A എന്ന് എഴുതും. അപ്പോൾ റിലേറ്റീവ് എറർ is equal to delta A mean divided by A mean. മനസ്സിലായല്ലോ? ഇനി ഇതിനെ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് പെർസെൻറ്റേജ് എറർ. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എ, ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ A mean divided by A mean into 100%. അപ്പോൾ ഇതാണ് എന്ത് പെർസെൻറ്റേജ് എറർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം വാല്യൂസ് എടുത്തെഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് 2.63, 2.56, 2.42 ആൻഡ് 2.71. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ T is equal to അതിൻ്റെ വാല്യൂസ് എത്രയാണ് 2. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവറേജ് 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.8. ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതൊക്കെ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് കൂടി ചെയ്യുമ്പോഴേക്ക് 2.62 സെക്കൻഡ്സ് എന്ന് കാണും. ഇനി അതിൻ്റെ മീൻ എങ്ങനെയാണ്, എന്താ പറയുക, ആ എറേഴ്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 2.63 മൈനസ് 2.62, പിന്നെ കണ്ടുപിടിക്കേണ്ടത് 2.56 മൈനസ് 2.62. എല്ലാത്തിനും നമ്മൾ 2.62 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 2.42 മൈനസ് 2.62, പിന്നെ 2.71 മൈനസ് 2.62, 2.82 മൈനസ് 2.62. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ 0.01 സെക്കൻഡ് കിട്ടും. പിന്നെ ഇവിടെ മൈനസ് 0.06 സെക്കൻഡ് കിട്ടും. ഇതൊക്കെ ചെയ്യണേ. ഇത് എത്ര വരും? മൈനസ് 0.20 കിട്ടും. ഇത് വരുമ്പം 0.09 കിട്ടും. ഈക്വൽ ടു 0.18 സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെൽറ്റ T മീൻ കാണുക. ആ വാല്യൂസിൻ്റെ ഒക്കെ നമ്മളിപ്പോൾ കിട്ടിയ വാല്യൂസിൻ്റെ പോസിറ്റീവ് വാല്യൂസിൻ്റെ മീൻ കാണണം. അപ്പോൾ ഡെൽറ്റ T മീൻ ഇസ് ഈക്വൽ ടു 0.01 പ്ലസ് 0.06 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.18 the whole divided by 5. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? ഈ വാല്യൂസ് വരുന്നത് 0.11 സെക്കൻഡ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ എ, ആ പെർസെൻറ്റേജ് എറർ കാണാൻ എന്താ വാല്യൂ? നമ്മുടെ 0.11 ഡിവൈഡഡ് ബൈ 2.62 ഇൻറ്റു 100. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് വെച്ചിട്ട് അതേ ആ ഇക്വേഷൻസ് സെയിം ഇക്വേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 0.11 ബൈ 2.62. ഇതിൽ ഇനി കുറച്ചുകൂടി ഒരു ഡിസ്കഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് എറർ കാണാനുള്ളത്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 4% വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എറർ കാണാനുള്ള മെത്തേഡ്. അപ്പോൾ ഫോർമുലാസ് പഠിക്കുക. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ട് വന്നാൽ കിട്ടും. ഫസ്റ്റ് നമ്മൾ മീൻ കാണും, പിന്നെ ആ മീനിനെ നമ്മൾ ആക്ച്വൽ വാല്യൂസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് ആ വാല്യൂസ്, ആ കിട്ടിയ വാല്യൂസിൻ്റെ പോസിറ്റീവ് വാല്യൂസിൻ്റെ മീൻ കാണും. അത് കഴിഞ്ഞിട്ട് അത് വിത്ത് ദ എറർ എ മീൻ, ആ റേഷ്യോ എടുത്തിട്ട് പെർസെൻറ്റേജ് ഇൻറ്റു 100 കണ്ടാൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ എറേഴ്സ് എന്തായി മാറും, അത് ഇൻക്രീസ് ആവുകയാണോ ഡിക്രീസ് ആവുകയാണോ, ഏത് രീതിയിലാണ് ചേഞ്ച് ആവുക എന്നുള്ളതാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ കൺസെപ്റ്റായിട്ട് കാണാം. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുറേ ഞാൻ ക്വസ്റ്റ്യൻസിനായിട്ട് ഒരു സെപ്പറേറ്റ് സെഷൻ വെക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എറേഴ്സ് എന്താണ്, എന്തൊക്കെ ടൈപ്സ് എറേഴ്സ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ പല ക്വാണ്ടിറ്റീസിലും മെഷേർഡ് ക്വാണ്ടിറ്റീസിലും കുറേ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇനി നെക്സ്റ്റ് ലാബിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ലാബ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ വാല്യൂസ് നമ്മൾ ഒബ്സർവ് ചെയ്യും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഓരോ മെഷർമെൻറ്റിലും കുറച്ച് എറേഴ്സ് കടന്നുകൂടും. അപ്പോൾ ആ എറർ കടന്നുകൂടിയത് നമ്മൾ ഇക്വേഷൻസിലേക്ക് യൂസ് ചെയ്യുമ്പോൾ, ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഫോംസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എറേഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? അവിടെ എറേഴ്സ് കൂടുകയാണോ കുറയുകയാണോ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അഡീഷൻ ചെയ്യുമ്പം എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സെഡ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇതാണ് ഞാൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സെഡിലുള്ള എറർ എന്ന് പറയുന്നത് സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്. ചെറിയ ഒരു കുഞ്ഞു വാല്യൂ നമ്മൾ അതിന്ന് കൂടുകയോ കുറയോ ചെയ്യാം അതിൻ്റെ ആക്ച്വൽ വാല്യൂ നിന്ന്. അപ്പോൾ അതിന് നമ്മൾ എ പ്ലസ് ബി എന്നുള്ള ഫോമുല, എന്റെ എറർ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്താണ്? എയിലുള്ള എറർ, എയിൽ വരാൻ പറ്റുന്ന ചേഞ്ച്, എക്സ്പെക്റ്റഡ് എറർ എന്താണ്? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഡെൽറ്റ എ ആണ് എന്ത്? അബ്സല്യൂട്ട് എറർ ഓഫ് എ. പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇനി നമ്മൾ ഇതിന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം എ പ്ലസ് ബി നോക്കൂ, ഇങ്ങനെ എഴുതുന്നത് മനസ്സിലാക്കുക. എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. മനസ്സിലായല്ലോ? ഇപ്പൊ ഇങ്ങനെയാ എയും ബിയും ഒന്നിച്ചെടുത്ത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സെഡ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഓൾറെഡി. നമ്മൾ അതിനെയാണ് നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുത്തത്, അഡീഷൻ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ? അപ്പൊ അതേപോലെ പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ഡെൽറ്റ സെഡ്. അപ്പൊ നമുക്ക് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇങ്ങനെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഈ ടൈപ്പിലുള്ള ഇക്വേഷൻസ് ഒന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല ഇപ്പം, പക്ഷേ ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാവും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി നമ്മൾ ഓരോ മെഷർമെൻറ്റിലുള്ള എററും ആഡ് ആവും. അപ്പം നമ്മൾ അഡീഷൻ ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ എറേഴ്സ് ആഡ് ആവും, അബ്സല്യൂട്ട് എറേഴ്സ് ആഡ് ആവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്, ദ അബ്സല്യൂട്ട് എറർ in the final result is the sum of the absolute errors in individual quantities. അതേപോലെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് z is equal to a minus b എന്ന് പറയാം, സബ്ട്രാക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് ഇതേപോലെ നമുക്ക് എഴുതാൻ ട്രൈ ചെയ്താലോ? സെറ്റ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്, സെഡിലുള്ള എറർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഇവിടെ എന്താ ഫംഗ്ഷൻ? സബ്ട്രാക്ഷൻ ആണ് ഫംഗ്ഷൻ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പൊ ഇവിടെ എന്ത് വരും? എ മൈനസ് ബി. പിന്നെ വരുന്നത് നോക്കണം, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മൈനസ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പൊ അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് അതിന്റെ സിമ്പിൾസിനനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു മൈനസ് വരും, ഇവിടെ ഒരു എ മൈനസ് ബി മൈനസ് അല്ലേ? അപ്പൊ അവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലും ഒരു അൺസർട്ടനിറ്റി ആണ് ഉള്ളത്. പ്ലസ് ഓർ മൈനസ് ആണ് വരുന്നത്. അത് കാരണമാണ് നമ്മൾ എററും എന്ത് പറ്റും? എററും നമുക്കവിടെ അഡീഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഡെൽറ്റ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പം അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എറേഴ്സ് എന്താണ് പറ്റുക? ഓരോ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സിലുള്ള എറർ ആഡ് ആവും. മനസ്സിലായോ? എറർ വിൽ ഗെറ്റ് ആഡഡ് അപ്പ്. അപ്പോൾ എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് അത്ര പിടികിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ മനസ്സിലാവും.
temperature of two bodies measured at by a thermometer are T1 is equal to 20 degree plus or minus 0.5 degrees Celsius and T2 equals 50 degrees Celsius plus or minus 0.5 degrees Celsius. Calculate the temperature difference and error therein. So temperature difference എന്താ T2 minus T1 അല്ലേ? T2 minus T1 is equal to 50 plus or minus 0.5 minus 20 plus or minus 0.5 degree Celsius ആണേ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ്, എല്ലാത്തിലും ഡിഗ്രി സെൽഷ്യസ് വേണം, ഡിഗ്രി സെൽഷ്യസ്. അപ്പം എററിന്റെ ഫോർമുല എന്താ? നമ്മുടെ എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി അല്ലേ? അപ്പോൾ നമുക്ക് 50 മൈനസ് 20 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എത്രയാ? 0.5 പ്ലസ് 0.5. അപ്പോൾ എത്ര വരും നമ്മുടെ വാല്യൂ? 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ എറർ. ഫൈനൽ ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര? 30 മൈനസ് 30. അപ്പോൾ എത്ര ചേഞ്ച് വരാം? 30 ഡിഗ്രി സെൽഷ്യസിന് 1 ഡിഗ്രി കുറവോ കൂടുതലോ വരാം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം ആ എറർ എന്ത് ചെയ്യും? എറർ ആഡ് ആവും. ആഡ് ആവുമ്പോൾ ഒന്നുകിൽ 29 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 31 ഡിഗ്രി സെൽഷ്യസ് ആവാം ഈ ഓപ്പറേഷൻ ചെയ്യുമ്പം, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. അതാണ്, ഇതൊരു സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എറേഴ്സ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ, ഒരു വാല്യൂവിൻ്റെ കൂടെയുള്ള എറർ ആഡിങ് ഓർ സബ്ട്രാക്ഷൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എറേഴ്സും ആഡ് ആവും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എറർ ആഡ് ആവുകയാണ്, അവിടെ സബ്ട്രാക്ട് ആവുമല്ല, എറർ സബ്ട്രാക്ട് അല്ല ആവുന്നത്, അത് ഓർമ്മിക്കണം എപ്പോഴും. അതിൻ്റെ ഇക്വേഷൻ വൈസിൽ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ എ ബി എന്നൊക്കെ വെച്ച് ചെയ്തു തന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഇടും. അപ്പോൾ ഇത് കണ്ടിട്ട് അതും കാണണം. ഓക്കെ, ഇതിൻ്റെ പ്രാക്ടീസ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിലാണ് ഇടുന്നത്. ഓക്കെ, ഇനി when two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. അപ്പോൾ റിലേറ്റീവ് എറർ എന്താണെന്ന് ഓർമ്മയുണ്ടോ? when two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. z is equal to ab, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുക്കുന്നത്. z is equal to ab. അപ്പോൾ നമ്മുടെ z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z, ഇവിടെ എന്തിനാ z പ്ലസ് ഓർ മൈനസ് എടുക്കണം? ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, പക്ഷേ ആൻസർ ആണ് എന്ത്? z. അതിലുണ്ടാവുന്ന വേരിയേഷൻ ആണ് എന്ത്? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z. ഫംഗ്ഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. a പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a മൾട്ടിപ്ലൈഡ് ബൈ b പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് ബ്രാക്കറ്റിനെ. എ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡെൽറ്റ ബി. ഇത് ജസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ബ്രാക്കറ്റ് മാത്രമാണ് ചെയ്തത്. ശ്രദ്ധിച്ച് ചെയ്യുക, ടേംസ് ഒന്നും മിസ് ചെയ്യാണ്ട് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡിവൈഡ് LHS by Z and RHS by AB. എന്താ ചെയ്യാൻ പോണത്? LHSനെ നമ്മൾ Z കൊണ്ടും RHSനെ AB കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. AB എന്ന് പറഞ്ഞാൽ എന്താ? Z തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻസ് ഒന്നുമില്ല, ഇക്വേഷൻ മാറുമൊന്നുമില്ല. ഓക്കെ, അപ്പം Z ബൈ Z എത്രയാ? 1. ഡെൽറ്റ Z ബൈ Z എത്രയാ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ബൈ Z. ഈ ഇക്വേഷനിൽ നമ്മൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് Z കൊണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിന് AB കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ AB ബൈ AB വരും. അപ്പോൾ എത്ര വരും? 1 പ്ലസ് ഓർ മൈനസ് B ഡെൽറ്റ A ഡിവൈഡഡ് ബൈ AB. അപ്പോൾ ഒരു B ക്യാൻസൽ ആവില്ലേ? അപ്പോൾ എത്ര വരും? ഡെൽറ്റ A ഡിവൈഡഡ് ബൈ A എന്ന് വരും. പ്ലസ് ഓർ മൈനസ് A ഡെൽറ്റ B ബൈ AB. അപ്പോൾ എത്ര വരും? A ഡെൽറ്റ B ബൈ AB എന്ന് പറയുമ്പം ആ മുകളിലുള്ള എയും താഴെ ഒരു എയും ഉണ്ട്, അത് ക്യാൻസൽ ആവും. അപ്പോൾ ഡെൽറ്റ B ബൈ B പ്ലസ് ഓർ മൈനസ് പിന്നെ എന്ത് വരും? ഡെൽറ്റ A ഡെൽറ്റ B ബൈ AB.
അപ്പോൾ ഞാൻ ഇതിന് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാം. ഓക്കെ, അത് ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എയും ഡെൽറ്റ ബിയും നല്ല സ്മോൾ വാല്യൂസ്, ഇറ്റ്സ് വെരി സ്മോൾ. ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ വെരി സ്മോൾ. സോ ഡെൽറ്റ എ മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ബി വി ആർ ഗോയിങ് ടു നെഗ്ലക്ട് ഇറ്റ്. ഡെൽറ്റ എ ഡെൽറ്റ ബി നമ്മൾ കുഞ്ഞ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെയും ചെറിയ വാല്യൂ അല്ലേ ആവാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈ ലാസ്റ്റ് ടേം മാത്രമേ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഡെൽറ്റ എയും ഡെൽറ്റ ബിയും ചെറിയ വാല്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നല്ല ചെറുതാണ്. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? 1 ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇതെന്താണ്? റിലേറ്റീവ് എററാണ് അല്ലേ? ഡെൽറ്റ എ ബൈ എ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ റിലേറ്റീവ് എററാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് എറർ ഇൻഡിവിജ്വൽ റിലേറ്റീവ് എറേഴ്സിൻ്റെ സം ആയിരിക്കും. When two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. മനസ്സിലായല്ലോ? ഡിവിഷനിലും സെയിം ആണ്. ഓക്കെ, ഒരു ഡിവിഷൻ ഫംഗ്ഷൻ വരികയാണെങ്കിൽ സെയിം മെത്തേഡിൽ എറർ തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഒരു പവർ വന്നു കഴിഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സെഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എടുക്കാം. അപ്പം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ അല്ലേ? അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്താ? നമ്മളിപ്പം പഠിച്ച ഫോർമുല വെച്ചിട്ട് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ. ഇവിടെ എന്താ? ബിക്ക് പകരം എ തന്നെയാണുള്ളത്, പവർ ആയത് കാരണം, സെയിം വാല്യൂ ആയത് കാരണം. മനസ്സിലായല്ലോ? ഇവിടെ നോക്കൂ, ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അവിടെ ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു എ ബി ആയിരുന്നു. ഇപ്പോൾ എടുത്ത ഫംഗ്ഷൻ ഏതാ? എ സ്ക്വയർ ആണ്. അപ്പോൾ ബിക്ക് പകരം എന്താ? എ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതെത്ര വരും? 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ എന്ന് വരും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം, നമ്മൾ ഒരു എ റേസ് ടു എൻ ആണെങ്കിൽ, സെഡ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു എൻ ടൈംസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മളൊരു പവർ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതേപോലെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു സെഡ് ഇസ് ഈക്വൽ ടു എ റേസ് ടു പി ബി റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റേസ് ടു ആർ. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാം. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താ? എൻ ടൈംസ് അല്ലേ? എന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്യണം. എൻ ടൈംസ് പി ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ബിൻ്റെ എന്താ? ക്യൂ അല്ലേ? ക്യൂ ടൈംസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് സി റേസ് ടു ആർ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോഴാണ് ഡൗട്ട് വരിക. അപ്പോൾ സി റേസ് ടു ആർ ഡിനോമിനേറ്ററിൽ വന്നാലും അപ്പം മുകളിലോട്ട് പോകുമ്പോഴേക്കും സി റേസ് ടു മൈനസ് ആർ ആവും. അപ്പോൾ അവിടെ ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ്, അത് ഓർമ്മിച്ചാൽ മതി എപ്പോഴും. എ പി ഡെൽറ്റ എ ബൈ എ പ്ലസ് ക്യൂ ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ആർ ഡെൽറ്റ സി ബൈ സി. ഇതാണ് എന്ത്? ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ്റെ എററാണ് എന്ത് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഓരോ ഫംഗ്ഷൻസ് കിട്ടിയപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ആ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. റൂട്ട് എക്സ് എന്നാണ് ഫംഗ്ഷൻ എങ്കിൽ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ 1/2 ഡെൽറ്റ എക്സ് ബൈ എക്സ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതെങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ അഡീഷൻ ആണ് ഓപ്പറേഷൻ എങ്കിൽ എന്ത് പറ്റും? എറേഴ്സ് ആഡ് ആവും. സബ്ട്രാക്ഷൻ ആണെങ്കിലും എറർ ആഡ് ആവും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ റിലേറ്റീവ് എററിൻ്റെ സം ആയിരിക്കും എറേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. എല്ലാ ടൈപ്പിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കവറാവും എറേഴ്സ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കാണുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടു പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.
എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിന്റെ ന്യൂമറിക്കൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ പവർ ഓഫ് എ നമ്പർ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിന് മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The resistance R equals V by I, where V equals 100 plus or minus 5 volt and I equals 10 plus or minus 0.2 ampere. Find the percentage error. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പെർസെൻറ്റേജ് എറർ. R equals V by I നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, ഓംസ് ലോ ഇക്വേഷൻ ആണ്. അപ്പം വോൾട്ടേജിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള എറർ എത്രയാ? പ്ലസ് ഓർ മൈനസ് 5 ആണ്. കറണ്ടിൽ എത്രയാ? പ്ലസ് ഓർ മൈനസ് 0.2. 10 ആംപിയറിൽ പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയേഴ്സ് ആണ് എന്ത് എറർ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ V by I എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷനിൽ നമ്മുടെ എറർ, കോമ്പിനേഷൻ ഓഫ് എറർ എന്തായിരുന്നു? ഡിവിഷനിലായാലും മൾട്ടിപ്ലിക്കേഷനിലായാലും റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സോ ഇവിടെ എന്താ? ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. ഇതാണല്ലോ നമ്മുടെ പെർസെൻറ്റേജ് എറർ വരിക. അപ്പോൾ ഡെൽറ്റ വി എത്രയാ? വോൾട്ടേജിലുള്ള ചേഞ്ച്, അതാണ് എന്ത്? ഡെൽറ്റ വി. അപ്പോൾ 5 by 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ എത്ര? ഡെൽറ്റ ഐ 0.2 ഡിവൈഡഡ് ബൈ 10 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ എത്ര വരും? 5 by 100 പ്ലസ് 0.2 by 10 എന്ന് പറഞ്ഞാൽ 2 by 100. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 by 100 എന്ന് വരും. മൾട്ടിപ്ലൈഡ് ബൈ 100, അത്രയും പെർസെൻറ്റേജ്. അപ്പം 5 by 100 പ്ലസ് 2 by 100 എന്ന് പറഞ്ഞാൽ 7 by 100. 7 by 100 into 100 പെർസെൻറ്റേജ്, ദാറ്റ്സ് ഈക്വൽ ടു 7%. അപ്പോൾ വോൾട്ടേജിൽ 5%ഉം കറണ്ടിൽ 2%ഉം എറർ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ എറർ ഇൻ ദ ഓപ്പറേഷൻ R equals V by I എത്രയാ? 7% ആയിട്ട് ഇൻക്രീസ് ആവും. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, നമ്മുടെ ഡിവിഷനിൽ ചെയ്തു. അഡീഷൻ്റെ നമുക്കറിയാലോ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മുടെ എറേഴ്സ് ആഡ് ആവുകയാണ് ചെയ്യുക. രണ്ടിലും, അഡീഷനിലും സബ്ട്രാക്ഷനിലും എറേഴ്സ് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മെഷർ ഓഫ് ടു ക്വാണ്ടിറ്റീസ് അലോങ് വിത്ത് ദ പ്രിസിഷൻ ഓഫ് റെസ്പെക്റ്റീവ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് 2.5 meter per second plus or minus 0.5 meter per second. B equals 0.1 second plus or minus 0.01 second. Find the value of AB. അപ്പോൾ എ ബി മെഷർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിൽ എറർ കൂടി മെഷർ ചെയ്യണം. അപ്പോൾ എ എത്രയാ? എ ഈക്വൽസ് 2.5 meter per second പ്ലസ് ഓർ മൈനസ് 0.5 meter per second. ഈ മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ബി ഈക്വൽസ് 0.10 സെക്കൻഡ് പ്ലസ് ഓർ മൈനസ് 0.01 സെക്കൻഡ്. അപ്പം നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സിലാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അഡീഷൻ ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് വെലോസിറ്റി ആണ്, മറ്റേത് ടൈമാണ്, അല്ലേ? അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? അപ്പോൾ എ ബി എന്നുള്ളത് നമ്മുടെ എക്സ് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ ബി. എക്സ് അല്ലെങ്കിൽ സെഡ് ഈക്വൽ എ ബി എന്ന് എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഫസ്റ്റ് സർട്ടൺ ആയിട്ടുള്ള ടേം. സോ 2.5 ഇൻറ്റു 0.1. അപ്പോൾ എത്ര കിട്ടും? 0.25. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റിയും ഡിസ്റ്റൻസും വെലോസിറ്റിയും ടൈമുമാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ എന്തായിരിക്കും അത്? ഡിസ്റ്റൻസ്, അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വി ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, അല്ലേ? ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എഴുതേണ്ടത്, 0.25 മീറ്റർ. അതെന്തുകൊണ്ട് നമ്മൾ യൂണിറ്റ് എഴുതുന്നത്? ബാക്കി എല്ലാത്തിലും ടേംസിലും മീറ്റർ പെർ സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രൊഡക്റ്റ് വാല്യൂവിലും നമ്മൾ യൂണിറ്റ് എഴുതണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്താ? എ ബി എന്നുള്ള ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു
delta A by A plus delta B by B. അപ്പോൾ delta A by A, delta A എത്രയാ 0.5, വെലോസിറ്റിയിലുള്ളത് 0.5 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു 2.5 പ്ലസ് ഡെൽറ്റ ബി എത്രയാ 0.01 ഡിവൈഡഡ് ബൈ 0.1. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.075 ഡിവൈഡഡ് ബൈ 0.25 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് എന്ത് ഈ വാല്യൂ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0.075 ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു എക്സ്. ഈ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 0.075 ഡിവൈഡഡ് ബൈ 0.25, എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത് 0.25. 0.25 ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാവും 0.075 എന്ന് വരും. അപ്പോൾ 0.075 നമ്മുടെ രണ്ട് ക്വാണ്ടിറ്റീസിലും തന്നിരിക്കുന്ന ഡെസിമൽ പോയിന്റ്സിൽ മാക്സിമം വന്നിരിക്കുന്നത് എത്രയാ 0.01. 2 ഡെസിമൽ പോയിന്റ്സിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 0.08 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? 0.08 മീറ്റേഴ്സ്. ഇത് ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 0.08 മീറ്റേഴ്സ്. അപ്പോൾ എ ബി എന്നുള്ളതിൻ്റെ എററും കണ്ടുപിടിച്ചു, മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടറും കണ്ടുപിടിച്ചു. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ കിട്ടിയ എത്രയാ 0.25 മീറ്റർ പ്ലസ് ഓർ മൈനസ് 0.08 മീറ്റേഴ്സ്. ഇതാണ് എന്ത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താലേ കിട്ടുന്നത്. സ്പീഡും ടൈമും മെഷർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡിസ്റ്റൻസിൽ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള എറർ ആണ് എന്ത് 0.25 മീറ്റർ പ്ലസ് ഓർ മൈനസ് 0.08 മീറ്റർ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ബുക്കിൽ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരു ടൈപ്പ് സ്ക്വയർ റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ നോക്കാം. You measure two quantities as A is equal to 1 meter plus or minus 0.2 meter. B equals 2 meter plus or minus 0.2 meter. What is the correct value of square root of AB? അപ്പോൾ ഇവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനിൽ വന്നത് എ ബി മാത്രമാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് കൂടി വന്നു. ഈ സ്ക്വയർ റൂട്ട് ഓഫ് എ ബിനെ നമുക്ക് എ ബി റേസ് ടു 1/2 എന്ന് എഴുതാം. എ ബി ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പം നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി. എ എത്രയാ 1. ആദ്യം തന്ന സർട്ടൻ ആയിട്ടുള്ള ഡിജിറ്റ് ആണ് എന്ത് എയും ബിയും ആയിട്ട് എടുക്കുക. പിന്നെ ഉള്ളത് ഡെൽറ്റ എ. ബാക്കിയുള്ള പ്ലസ് ഓർ മൈനസിന് ശേഷം വരുന്നത് ഡെൽറ്റ എ അല്ലെങ്കിൽ ഡെൽറ്റ ബി അങ്ങനെ എടുക്കണം. മനസ്സിലായല്ലോ? അപ്പം എ എത്രയാ 1.0 മൾട്ടിപ്ലൈഡ് ബൈ 2.0. അപ്പോൾ എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 2 is equal to 1.414 മീറ്റേഴ്സ്. യൂണിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതണം 1.414 മീറ്റർ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക, രണ്ടിലും ഒരു ഡെസിമൽ പോയിന്റ് വരെ ഉള്ളൂ. അപ്പം നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 1.4 മീറ്റേഴ്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത്? ഞാനിവിടെ 2 എറർ തന്നതിൽ ഒരു ഡെസിമൽ പോയിന്റ് വരെ വാല്യൂ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെസിമൽ പോയിന്റ് വരെയുള്ള വാല്യൂ എടുത്താൽ മതി. ഓക്കെ, ഇനി ഡെൽറ്റ വൈ ബൈ വൈ, ഇതിവിടെ എ ബി ദ ഹോൾ റേസ് ടു 1/2 ആണ്. അപ്പം അതിന് എറർ പവർ ഓഫ് എൻ എത്ര എൻ ഡെൽറ്റ എ ബൈ എ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം 1/2 ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. 1/2 എടുത്തത് എങ്ങനെയും മനസ്സിലായി വിചാരിക്കുന്നു. 1/2 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 1.0 പ്ലസ് 0.2 ഡിവൈഡഡ് ബൈ 2.0. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2.0 എന്ന് വരും. LCM എടുത്ത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഡെൽറ്റ വൈ കണ്ടുപിടിക്കുക. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0.6 ബൈ 2 ഇൻറ്റു 2.0 മൾട്ടിപ്ലൈഡ് ബൈ വൈ. വൈ എത്രയാ 1.4. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. വെറുതെ ആൻസർ കോപ്പി ചെയ്യരുത്, എഴുതി കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ കിട്ടുക അപ്രോക്സിമേറ്റ്ലി 0.212 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഒരു ഡെസിമൽ പോയിന്റ് വരെ
എടുക്കേണ്ട ആവശ്യമുള്ളൂ. എറർ തന്നിരിക്കുന്ന ഡെൽറ്റ വാല്യൂസ് തന്നിരിക്കുന്ന ഒരു ഡെസിമൽ പോയിന്റ് വരെ ഉള്ളൂ. അത് കാരണം നമുക്ക് 0.2 മീറ്റേഴ്സ് എന്ന് എഴുതാം. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ ബിന്റെ കറക്റ്റ് വാല്യൂ എത്രയായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു y പ്ലസ് ഡെൽറ്റ y. ദാറ്റ്സ് ഈക്വൽ ടു y എത്രയാ? 1.4 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റേഴ്സ്. ഇതാണ് എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് എ ബിന്റെ കറക്റ്റ് വാല്യൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ടിനെ നമ്മൾ എ ബി റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ, അപ്പം 1/2 ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പവറിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, വേറെ എവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നല്ല, എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇവിടെ P equals a cube b square by square root of c into d. Percentage error of measurement in A, B, C are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ആ സ്ക്വയർ റൂട്ടിനെ നമുക്കൊന്ന് മാറ്റി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് എഴുതാം. P equals a cube b square c raised to -1/2 d raised to -1. ആ ഡി എന്നുള്ളത് പുറത്താണ്, സ്ക്വയർ റൂട്ടിന്റെ പുറത്താണ് വരുന്നത്. അപ്പം നമ്മൾ ഡെൽറ്റ പി ബൈ പി എത്രയാണ് വരിക? നമ്മുടെ പവറിന്റെ ഫോർമുല എന്താ? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് -1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് -1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, അപ്പം ഇതിന്റെ എറേഴ്സ് തന്നിട്ടുണ്ട്. 1%, 3%, 4%, 2% തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 3 ഇൻറ്റു, അപ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് നമ്മൾ എറർ എഴുതുമ്പോൾ മൈനസ് എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മളെല്ലാം പോസിറ്റീവാണ്. ഈ റേസ് ടു -1/2 ഉണ്ടെങ്കിലും എററിന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതാൻ പാടില്ല. ഓക്കെ, സോ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി, അതിൻ്റെ പെർസെൻറ്റേജ് എറർ എത്തി തന്നിരിക്കുന്നത് 3 പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി, അതെത്രയാ? 4 പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി 2. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 3% പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 2 ഇൻറ്റു 3 6% പ്ലസ് 4/2 2% പ്ലസ് 2%. അപ്പോൾ എത്ര വരും? 2 + 2 4 10. അപ്പോൾ നമുക്ക് മൊത്തം 13% എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എറർ എത്രയാണ് വന്നിരിക്കുന്നത്? 13%. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി പി? അത് കണ്ടുപിടിച്ചു. If the value of P calculated using the above relation turns out to be 3.763, to what value you round off the result? അപ്പോൾ എത്ര വാല്യൂയിലേക്കാണ് നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പം പി തന്നിരിക്കുന്ന എത്രയാ? P is equal to 3.763. അപ്പോൾ അതിൻ്റെ എറർ എത്രയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ 13% ആണ്. അപ്പോൾ ഡെൽറ്റ പി is equal to 13% of P. That's equal to 13/100 of P. P എത്രയാ? 3.763. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ കിട്ടും 0.489 കിട്ടും. അപ്പോൾ നമ്മൾ 0.48 എന്താ പറയുക 0.489 ആണ് ഈ ഡെൽറ്റ പിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എറർ നമ്മൾ ഫസ്റ്റ് ഡെസിമൽ പ്ലേസിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ഇവിടെ 0.489 എന്നുള്ളത് 0.5ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 0.5ലേക്ക് ഒരു ഡെസിമൽ പോയിന്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ പിന്ന് നമ്മൾ വാല്യൂ എത്ര എഴുതണം? P ഈക്വൽസ് 3.8. ഇവിടെ എറർ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ പി നമ്മുടെ 1 ഡെസിമൽ പോയിന്റിലേക്ക് 0.5 റേഞ്ചിലാണ് വരുന്നത്. അപ്പം നമ്മുടെ പി വാല്യൂവിനെ കറക്റ്റ് റൗണ്ട് ഓഫ് ചെയ്യുമ്പം 3.8ലേക്ക് വരും. 3.76 എന്നുള്ളത് 3.8 എന്നാക്കിയിട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്.
അപ്പോൾ ബാക്കി കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കി സോൾവ് ചെയ്യുക. വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ +1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണുക? പിന്നെ നമ്മൾ സാധാരണ ഒരു നമ്പർ എഴുതുമ്പോൾ കുറേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ നമ്പേഴ്സ് വരും, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് വരും. അപ്പോൾ അതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തത്? 5-ന് മേലെയാണെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ എഴുതും, അല്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യും അല്ലേ? പക്ഷേ ഇനി തൊട്ട് നമുക്ക് ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ റൂൾസ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ നമ്പേഴ്സ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് റൂൾസും പഠിക്കാം. ഞാൻ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തരാം, അപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ അതെന്താ സംഭവം? റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ടൈം ടി ഈസ് ഈക്വൽ ടു say 1.62 seconds. T is equal to 1.62 seconds എന്ന് എഴുതി. അപ്പോൾ ഇതിലെ ഫസ്റ്റ് 2 ഡിജിറ്റ്സിനെ 1 and 6 നമുക്കതിനെ റിലയബിൾ, അല്ലെങ്കിൽ അത് നമുക്ക് ഷുവറാണ്, അത് ഉറപ്പാണ്, സർട്ടൻ ഡിജിറ്റ് ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള രണ്ടാമത്തത് നമുക്ക് അത്ര ഷുവർ അല്ല അല്ലേ? അത് അതിന് ശേഷം വേറെ നമ്പർ ഉണ്ടോ അതൊന്നും അത്ര നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ്സ് ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ നമുക്ക് ആദ്യത്തെ 2 ഡിജിറ്റിനെ റിലയബിൾ ഡിജിറ്റ് എന്നും മറ്റതിന് അൺസർട്ടൻ ഡിജിറ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും? ആസ് പെർ ദ ഡെഫിനേഷൻ എന്താ? ദ റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്. ഇതിന് ശേഷം കുറേ അൺസർട്ടൻ ഡിജിറ്റ്സ് ഉണ്ടാവാം, പക്ഷേ ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ആണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1.62 എന്നുള്ളതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഇത്ര ഈസി അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ കുറച്ച് റൂൾസ് പഠിക്കണം. റൂൾസ് പഠിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വാല്യൂസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യത്യാസവും വരില്ല, എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇനി വേറൊരു നമ്പർ തരാം, 287.5 സെൻറ്റിമീറ്റർ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നോക്കൂ. ഇതിൽ ഏതൊക്കെയാണ് റിലയബിൾ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2, 8 and 7 ആണ് എന്ത്? റിലയബിൾ ഡിജിറ്റ്സ്. ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ഏതാ? 5. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഏതിൽ? ഈ നമ്പറിൽ. പിന്നെ എന്താ പറയുന്നത്? എ ചോയ്സ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. നമ്മൾ യൂണിറ്റ്സ് മാറ്റുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യില്ലേ ഓരോ നമ്പർ, നമ്മൾ സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക്, മില്ലിമീറ്റർ അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറിൽ മാറ്റം വരില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 2.308 സെൻറ്റിമീറ്റർ എടുത്ത് നോക്കാം. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിനെ മീറ്ററിലേക്ക് ആക്കി എത്ര വരും? 0.02308 മീറ്റർ വരും. അപ്പോൾ ഇവിടെ ഈ 0 എന്ന് വരുന്നത്, ഇവിടെ നമ്മൾ റൂൾ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കും, അത് ആ 0 നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇതിനെ മില്ലിമീറ്ററിൽ എഴുതി കഴിഞ്ഞാൽ 23.08 മില്ലിമീറ്റർ എന്ന് വരും. അവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരും. ഇനി മൈക്രോമീറ്ററിൽ എഴുതുകയാണെന്ന് വെച്ചാൽ 23080 മൈക്രോമീറ്റർ. അതിലും എത്ര വരും? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് എല്ലാത്തിലും വരുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും, ഇതെന്താ ഇവിടെ ചില സീറോസ് ഞാൻ സിഗ്നിഫിക്കൻ്റ് ആണ് പറയുന്നത്, ചിലത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അതിനുള്ള റൂൾസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂൾസ്. 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും, ഒരു നമ്പറിൽ എത്ര നമ്പർ വരുന്നുണ്ടോ ആ എല്ലാ നോൺ സീറോ ഡിജിറ്റ് എവിടെ കണ്ടോ അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൺഫ്യൂഷനേ വേണ്ട. ഇനി ഈ 0 വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. 0 ഇടയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. All zeros between 2 non-zero digits are significant.
അപ്പോൾ എന്താ ഇവിടെ നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2, 3, 0, 8. അപ്പം 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ് എന്ത്? 3ഉം 8ഉം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന 0 എന്തായി? സിഗ്നിഫിക്കൻ്റ് ആയി. അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തിവിടെ 4 എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി if the number is less than 1, the zeros on the right of the decimal point but to the left of the first non-zero digit are not significant. If the number is less than 1, അതായത് ഡെസിമൽ വെച്ചിട്ട് ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? പോയിന്റ് എത്രയിലും അല്ലേ? അങ്ങനെയുള്ള ഡെസിമൽ പോയിന്റിൽ വരുന്ന നമ്പേഴ്സിൽ the zeros on the right of the decimal point but to the left of the first non-zero digit are not significant. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു നമ്പർ എടുക്കുക, 0.00238. ഞാൻ നേരത്തെ എടുത്ത വാല്യൂസിന് തന്നെ, പക്ഷെ ഇവിടെ ഞാൻ 2 0 ഇവിടെ ആഡ് ചെയ്തു. അപ്പം നോക്കൂ, zeros on the right of the decimal point, അതേതൊക്കെയാ? ഇത് ഈ 2 zeros. but to the left of the first non-zero digit are not significant. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും? ഇതും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുള്ളൂ. ഈ ലെഫ്റ്റിലുള്ള ഒരു സീറോയും നമുക്കിത് ഡെസിമൽ പോയിന്റിന്റെ മുന്നേ വേറെ നമ്പർ ഇല്ലേ? സപ്പോസ് ഇവിടെ ഒരു നമ്പർ 1 എന്നെങ്ങാണെങ്കിൽ ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ എന്ത് വരും? അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ ഇവിടെ എത്ര വരും? 2, 3. ഈ സീറോ കൗണ്ട് ചെയ്യും. ഈ സീറോ എന്തുകൊണ്ടാണ് കൗണ്ട് ചെയ്യുന്നത്? ഇറ്റ്സ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് അല്ലെ? ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് നോ മാറ്റർ വേർ ദ ഡെസിമൽ പോയിന്റ് ഇസ്. എവിടെ വന്നാലും ഡെസിമൽ പോയിന്റ് വന്നാലും നമുക്ക് 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ 0 വരികയാണെങ്കിൽ എന്ത് പറ്റും? അതിനെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഡെസിമൽ പോയിന്റ് വെച്ചിട്ട് ഒരു നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റിലോട്ട് വേറെ ഏത് നോൺ സീറോ നമ്പർ ഇല്ലെങ്കിലും പിന്നെ അത് നമ്മൾ നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയോ, the terminal or trailing zeros in a number without a decimal point are not significant. ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ വേർഡ്സ് ഒന്നും കണ്ടു പഠിക്കണ്ട. ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ ലാസ്റ്റിൽ വരുന്ന സീറോസ്, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? നമ്പറിൻ്റെ ലാസ്റ്റിൽ വരുന്ന സീറോസിന് നമ്മൾ സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് 123 മീറ്റർ ആണെന്ന് വെച്ചോ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3. അത് എത്രയാ സെന്റിമീറ്റർ? 1, 2, 3 into 100 അല്ലേ? അപ്പോൾ 2 സീറോസ് കൂടി വരും, ഇത്രയും വരും. അപ്പോൾ ഇവിടെ ഈ 2 സീറോസ് എന്ന് വരുന്നത് അതെന്താണ്? ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ആണ്. ഓക്കെ, ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്. ഇവിടെ ഡെസിമൽ പോയിന്റ്സ് ഇല്ല. എല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം. എക്സാമ്പിൾ വെച്ചിട്ട് എല്ലാത്തിലും നോക്കുക. ഈ ലാസ്റ്റ് നമ്പർ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റും ഇല്ല, പക്ഷെ ലാസ്റ്റിൽ വരുന്ന സീറോസിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് പറയും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അവിടെ 3 × 10⁸ എന്ന് പറഞ്ഞാൽ എന്താ? 8 സീറോസ് വരും 3 കഴിഞ്ഞിട്ട്. അപ്പം അത്രയും സീറോസ് അവിടെ കിടന്നോട്ടെ, അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അതേതാ? 3 ആണ് അവിടുത്തെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റിൽ വരുന്ന സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യില്ല, ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതെവിടെയാ? നമ്മൾ ട്രെയിലിംഗ് സീറോസിൻ്റെയാണ്. ഇനി ദ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. The trailing zeros in a number with a decimal point are significant. For example, 3.500. നമ്മൾ സാധാരണ എഴുതുമ്പം നമ്മളിപ്പം 3.5 എന്നും 3.50 എഴുതിയാലും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമുക്കത് നമ്പർ സെയിം എന്താണ്? 3.5 ആണ്. പക്ഷേ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 സീറോസ് അവിടെ എഴുതണതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഈ 2 സീറോസ് എന്താണ്? ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എൻഡിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ട്രെയിലിംഗ് ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ ലാസ്റ്റിൽ വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി for a number greater than 1 without any decimal, the trailing zeros are not significant. For a number with decimal, the trailing zeros are significant. അതിപ്പോൾ പറഞ്ഞത് റൂള്. 0 put on the left of a decimal or a number less than 1 is never significant. അത് നമ്മൾ ഓൾറെഡി കണ്ടു ഇവിടെ. 0 put on the left of a decimal or a number less than 1 is never significant. ഇനിയോ, zeros at the end of each number is significant. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 0.06900.
ഇവിടെ നമ്മൾ ഈ ഡെസിമൽ പോയിന്റിന് മുന്നേ വരുന്ന ഈ സംഭവങ്ങൾ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് നോൺ സിഗ്നിഫിക്കൻ്റ്. പിന്നെ അതിന് ശേഷം വരുന്നതോ 6900 ഇതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ 6900 എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇതിനകത്ത്? 1 2 3 4. അതിന് മുന്നേ ഉള്ള 2 സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലായല്ലോ? അതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് റൗണ്ടിങ് ഓഫിന്റെ കൂടി ഒരു കാര്യം പഠിക്കാം. റൗണ്ടിങ് ഓഫ് ദ അൺസർട്ടൺ ഡിജിറ്റ്സ്. റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? 5ന് മേലെയാണെങ്കിൽ ഒരു നമ്പർ കൂട്ടിയിടും, 5ന് താഴെയാണെങ്കിൽ ഒരു നമ്പർ അത് അതേപോലെ വെക്കും അല്ലേ? അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അത് നോർമൽ നമ്പേഴ്സിന് അത് അപ്ലിക്കബിൾ തന്നെയാണ്. 2.476 എന്നുള്ളതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്താൽ എന്താ? 2 ഡെസിമൽ പോയിന്റ്സിന് 2.48 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതേപോലെ ഞാൻ വേറെ നമ്പർ എഴുതാം. 2.473 ആണെങ്കിൽ എന്താ എഴുതാൻ പറ്റുക നമുക്ക്? 2.473 ആണെങ്കിൽ 2.47 എന്ന് എഴുതാം. എന്തുകൊണ്ടാ? ഈ 3 എന്നുള്ളത് <5 ആണ്, ഇവിടെ 6 എന്നുള്ളത് <5 ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ഡിജിറ്റ് 7 എന്നുള്ളതിന് ഒരു ഡിജിറ്റ് കൂട്ടിയിട്ടു. പക്ഷെ ഇവിടെ <5 ആയത് കാരണം കുറച്ചിട്ടു. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ? 2.745. ഇവിടെ ഈ ഡിജിറ്റ് എന്താ? 5. ഇത് വരുമ്പോഴാണ് ഒരു റൂൾ സ്പെഷ്യൽ ആയിട്ട് വരുന്നത്, നമ്മൾ ഇത്രയും കാലം പഠിച്ചതെന്ന്. ഓക്കെ, 2.745 എന്നുള്ളതിന് എന്ത് വരും? ഇതിന്റെ മുന്നത്തെ ഡിജിറ്റ് ഇങ്ങനെ 5 ആണ് ലാസ്റ്റ് നമ്പർ വരുന്നത്. അതിന് മുന്നത്തെ നമ്പർ നമ്മൾ നോക്കുക. മുന്നത്തെ നമ്പർ ഈവൺ ആണെങ്കിൽ ആ നമ്പർ അതുപോലെ വെക്കുക. മനസ്സിലായല്ലോ? 5 ആണ് എന്ത്? ഇതിലൊക്കെ നോക്കൂ, <5 അല്ലെങ്കിൽ <5 ആണ് ഇവിടെ ലാസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ ഇറ്റ്സ് ഈക്വൽ ടു 5 വരുമ്പോഴുള്ള സ്പെഷ്യൽ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, if the preceding digit is even, the insignificant digit is dropped, and if it is odd, then the preceding digit is raised by 1. അതാണ് ഇതിന്റെ 5 ആണ് വരുന്നതിന്റെ റൂള്. ഇപ്പം ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് ആരും പഠിക്കണ്ട. ഇപ്പൊ ഇതേ നമ്പർ 73 എഴുതാം. 2.735 ആണ് എഴുതുന്നതെങ്കിൽ ഈ 5 ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഓഡ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ നമ്പറിനെ കൂട്ടിയിടണം. 2.745 എനിക്ക് 2.75 നമ്മൾ ഇത്രയും കാലം നമ്മൾ അത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇനി ചെയ്യാൻ പാടില്ല, നമുക്ക് റൂൾസ് അറിയാം. ഇത്രയും കാലം നമുക്ക് ഇതിന്റെ റൂൾസ് അറിയില്ലായിരുന്നു അല്ലേ? അപ്പം 5 ആണ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നത്, ഇൻസിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എങ്കിൽ മുന്നേ വരുന്ന നമ്പർ ഈവൺ ആണെങ്കിൽ ആ നമ്പർ അതുപോലെ വെക്കണം. നമ്മൾ കൂട്ടാനോ കുറക്കാനോ ഒന്നും പാടില്ല, അതുപോലെ വെക്കുക. അതേപോലെ അതിന് മുന്നേ 5ന് മുന്നേ വരുന്ന നമ്പർ ഓഡ് ആണെങ്കിൽ ആ നമ്പറിന് നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ദ അൺസർട്ടൻ ഡിജിറ്റ്സ് എന്ന് പറയാം. ഇനി നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷനിൽ വരുമ്പം ഇതേ റൂൾസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂള് അഡീഷനിൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനിലൊക്കെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിന് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ആൻസർ നമുക്ക് ചിലപ്പോൾ 2-3 ഡെസിമൽ പോയിന്റ്സിലൊക്കെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഈ റൗണ്ട് ഓഫിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ആ വാല്യൂസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ തന്ന വാല്യൂസിൽ ഏതിലാണോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനായിട്ട് നമ്മൾ ഫൈനൽ ആൻസർ റൗണ്ട് ഓഫ് ചെയ്യണം. അതേപോലെ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. മനസ്സിലായല്ലോ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അഡീഷൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡയമെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡയമെൻഷൻസ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ റൂൾസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡയമെൻഷൻസ് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. Okay, thank you for watching. Bye.
എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, റൂൾസ് എന്തൊക്കെയാണ്, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ആ പഠിച്ച റൂൾസ് ഒക്കെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ വീഡിയോ എന്തായാലും കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാ? 0.007 മീറ്റർ സ്ക്വയർ. 0.007 മീറ്റർ സ്ക്വയർ. അപ്പം ഇവിടെ ഡെസിമൽ പോയിന്റിന് മുന്നേ ഇത് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ നമ്മുടെ സീറോസ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് ബിഫോർ ദ നോൺ സീറോ ഡിജിറ്റ് ആർ നോൺ സിഗ്നിഫിക്കൻറ്റ് ആണ്. അപ്പോൾ എന്താ ഫസ്റ്റിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ഈ സീറോയും ഈ 0 എല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഫസ്റ്റിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് പറയുന്നത് ഒറ്റൊന്ന് മാത്രമാണ്. അത് ഏതാണ്? 7. റൂൾസ് കൃത്യമായി പഠിക്കണം. അപ്പം ഡെസിമൽ പോയിന്റ് വന്ന് ഒരു നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ ഉള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി നെക്സ്റ്റ് 2.64 into 10 power 24 kilograms. 2.64 into 10 power 24 kilograms എന്ന് പറഞ്ഞാൽ നമുക്ക് 2.64 അതിന് ശേഷം നമ്മൾ എത്ര 24 സീറോസ് അല്ലേ, ഇൻറ്റു 24. അപ്പോൾ 264 ഇൻറ്റു 10 power 22 എന്ന് വരും. അപ്പം 264 കഴിഞ്ഞിട്ട് 22 സീറോസ് ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡിൽ വരുന്ന സീറോസ്, ഒരു ഫുൾ നമ്പറിൻ്റെ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാതെ വരുന്ന നമ്പറിൻ്റെ എൻഡിൽ വരുന്ന ട്രെയിലിംഗ് സീറോസ് എല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും? 1, 2, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായല്ലോ? ഇനി സി 0.2370. അപ്പം ഈ ഡെസിമൽ പോയിന്റ്, ഈ നമ്പർ എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഈ ഡെസിമൽ പോയിന്റിന് മുന്നേ വരുന്നത് ഈ 0 നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സിൽ റൈറ്റ് സൈഡിൽ നോൺ സീറോ ഡിജിറ്റ്സ് കഴിഞ്ഞ് വരുന്ന നമ്പർ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 2370. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. എന്താ റൂൾ നമ്മൾ അപ്ലൈ ചെയ്തത്? അവിടെ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 ആൻഡ് ദ ട്രെയിലിംഗ് സീറോ ഈസ് കമ്മിങ് ആഫ്റ്റർ ദ നോൺ സീറോ ഡിജിറ്റ് കമ്മിങ് വിച്ച് ഇസ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിൻറ്റ്സ്. 3 നോൺ സീറോ നമ്പേഴ്സിന് അതിന് ശേഷമാണ് എന്ത് സീറോ വരുന്നത്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ് ആസ് പെർ ദ റൂൾ. അതേ റൂൾ വെച്ചിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 4th നമ്പറിൽ 6.320. അപ്പം നമുക്ക് എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. 6, 3 and 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി സീറോൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ അല്ലേ? അപ്പോൾ സീറോൻ്റെ കാര്യത്തിൽ ഇവിടെ എന്താ പറയുക? ഈ സീറോ വരുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷം നോൺ സീറോ ഡിജിറ്റ്സ് വന്നതിന് ശേഷമാണ് എന്ത് സീറോ വന്നിരിക്കുന്നത്. അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി അതേ റൂൾസ് അതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ റൂൾസും കൂടിയിട്ട് 6.032 അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഈ സീറോ വരുന്നത് എപ്പോഴും നമുക്ക് നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ ആകെ പ്രോബ്ലം വരുന്ന എവിടെയാ? സീറോ വരുന്നത് എവിടെയാ? ഇൻ ബിറ്റ്വീൻ നോൺ സീറോ നമ്പേഴ്സ് ആണ് എന്ത് ഈ സീറോ വന്നിരിക്കുന്നത്. 6.032 സീറോ വന്നിരിക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ്. അപ്പോൾ ആ റൂള് പ്രകാരം എന്താ? നോ മാറ്റർ വെയർ ദ സീറോ അപ്പിയേഴ്സ് അല്ലേ? ഏതെങ്കിലും 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ സീറോ എവിടെ വന്നാലും അത് സിഗ്നിഫിക്കൻ്റ് ആണ്.
അപ്പോൾ നമ്പർ ദ ക്വസ്റ്റ്യൻ ഇയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4. അപ്പോൾ ഇവിടെ 0 6 0 3 2 എന്നുള്ളതിൽ ആ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി 6032 ഇവിടെ വരുന്നതിലും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 6032, അപ്പോൾ അവിടെ 0 വരുന്നത് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ബാക്കിയുള്ള കുറേ സീറോസ് ഉണ്ട് ഇവിടെ, അത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ റൂൾ എന്തായിരുന്നു? നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 1 ആൻഡ് ദ സീറോസ് കമ്മിങ് ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ്സ് ബിഫോർ ദ നോൺ സീറോ ഡിജിറ്റ് ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇവിടെ 6ന് മുന്നേ കുറേ സീറോസ് ഉണ്ട്, അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്താ ഇവിടെ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു 1 എന്നുള്ള നമ്പറോ 2 എന്നുള്ള നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ സീറോസ് മുഴുവൻ സിഗ്നിഫിക്കൻ്റ് ആവുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല, 0 പോയിന്റ് ആണ്, ലെസ് ദാൻ 1 ആണ് നമ്പർ. അപ്പോൾ എന്ത് പറ്റും? ആ സീറോസ് നോൺ സിഗ്നിഫിക്കൻ്റ് ആവും. അപ്പോൾ ഇവിടെയും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂൾസ് ആദ്യം നന്നായിട്ട് പഠിക്കണം. ആ റൂൾസ് വായിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് നമ്മൾ ഓപ്പറേഷൻസിൽ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ എങ്ങനെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. Length, breadth and thickness of rectangular sheet of metal are 4.234 meter and 1.005 meter and 2.01 centimeter respectively. Give the area and volume of the sheet to the correct significant figures. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെങ്ത് is equal to 4.234 meter and breadth is equal to 1.005 meter and thickness T is equal to 2.01 centimeter. That's equal to 2.01 into 10 power minus 2 meters. അപ്പോൾ എത്ര വരും? 10 power minus 2 meter. നമ്മൾ സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബാക്കിയെല്ലാം മീറ്ററിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 4.234 into 1.005. Length, breadth and thickness of a rectangular sheet of metal. Give the area and volume of the sheet to the correct significant figures. അപ്പോൾ ഇത് ഒരു ഷീറ്റാണ്. ഷീറ്റിന് 2 സർഫസ് ഉണ്ടാവില്ലേ? 2 സൈഡിലുള്ള ഏരിയാസ് വരും. 2 സർഫസ് ഏരിയ വരും. ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ റെക്ടാങ്കിൾ വരക്കണതല്ലല്ലോ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണല്ലോ. തിക്നെസ് വളരെ കുറവായിരിക്കും, പക്ഷെ എന്നാലും ഇതിന് 2 സർഫസ് ഏരിയാസ് വരും. തിക്നെസ് ഭയങ്കര കുറവായിരിക്കും, അതിനാണ് നമ്മൾ എന്ത് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സർഫസ് ഏരിയ കൂട്ടണം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ വരുന്നത്, കറക്റ്റ് വാല്യൂ ആഫ്റ്റർ ഫുൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് എന്താ വെച്ചാൽ 8.511034 മീറ്റർ സ്ക്വയർ. ഇനിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണത്, എന്ത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പോണത്. ഇതിനെ എത്ര സിഗ്നിഫിക്കൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പം ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ് വരുന്നത്? 1 2 3 4 അല്ലേ? 1 2 3 4 ബ്രെഡ്ത്തിലായാലും 1 2 3 4 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? അപ്പോൾ നമുക്ക് 8.511034. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന റൂൾസ് ഓർമ്മയുണ്ടല്ലോ. 8.510. ഇതാണ് എന്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരിക നമുക്ക് ആൻസറിൽ. അപ്പോൾ ഇത്രയാണ് എന്ത് ഏരിയേൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി വോള്യം V is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം 4.234 into 1.005 into 2.01 into 10 power minus 2. ഇവിടെ നമ്മൾ ചെയ്യുമ്പം കെയർഫുൾ ആയിരിക്കണം. ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. 2.01 into 10 power minus 2 എന്ന് പറഞ്ഞാൽ അത്ര വരും 0.0201. അപ്പോൾ 1 2 3 4. ഓക്കെ, ഇവിടെയും നമ്മൾ എത്രയുണ്ട്? ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഈ 201 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യണം. മറ്റേ 2 കാര്യങ്ങളിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ലെങ്ത്തും ബ്രെഡ്ത്തും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് രണ്ട് നമ്പേഴ്സിലുള്ളത്. അതുകൊണ്ട് നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താ 2.01 ഇൻറ്റു 10⁻⁻2ന് നമ്മൾ ഡെസിമൽ പോയിന്റിൽ എഴുതിയ എത്ര വരും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 201. അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുക 201. 10⁻⁻2 എന്ന് പറയുമ്പം അത് ഡെസിമൽ പോയിന്റിന് ശേഷമല്ലേ വരുന്നത്. ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല നമ്മുടെ റൂൾ പ്രകാരം. അപ്പോൾ ഈ നമ്പർ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് വരുന്നത് 8.55289 ഇൻറ്റു 10⁻⁻2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് എത്ര വരും? അപ്പോൾ നമുക്ക് 0.0855289 മീറ്റർ ക്യൂബ് എന്ന് വരും. വോള്യം ആണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ആൻസർ ഷുഡ് ബി വിത്ത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആസ് ഗിവൺ ഇൻ ദ വാല്യൂസ് വി മൾട്ടിപ്ലൈഡ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 2.01 ഇൻറ്റു 10⁻⁻2ന് നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? ഇത് 0.0855 ഇത്രയും വരും. 0 സിഗ്നിഫിക്കൻ്റ് അല്ലല്ലോ. അപ്പോൾ 0.0855 മീറ്റർ ക്യൂബ്. ഇതെന്താണ്? വോള്യമാണ്. അതിനുശേഷം 2 ആണ് നമ്പർ വരുന്നത്. 2 is less than 5, so we can just leave the answer at 0.0855 മീറ്റർ ക്യൂബ്. അപ്പോൾ ഓർമ്മിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷനിൽ നമ്മൾ പിന്നെ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം വാല്യൂസ് ഫൈനൽ റിസൾട്ടിന്. ഓക്കെ, ഇനി അടുത്തത് ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ്റെ ചെയ്യാം. ദ മാസ് ഓഫ് എ ബോക്സ് മെഷേർഡ് ബൈ എ ഗ്രോസേഴ്സ് ബാലൻസ് ഇസ് 2.300 കിലോഗ്രാം. നമുക്ക് ഇവിടെ 2.300 എന്ന് പറയുമ്പോൾ അവിടെ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. The gold piece of masses 20.15 gram and 20.17 gram are added to the box. What is the total mass of the box and the difference in the masses of the pieces to correct significant figures? അപ്പോൾ ടോട്ടൽ മാസ് എന്തൊക്കെ തന്നിരിക്കുന്നത്? മാസ് ഓഫ് ദ ബോക്സ് മെഷേർഡ് ബൈ എ ഗ്രോസേഴ്സ് ബാലൻസ് ഇസ് 2.300 കിലോഗ്രാം. Gold pieces of masses 20.15 gram and 20.17 gram are added to the box. അപ്പോൾ എന്ത് പറ്റും? ആ 2.3000 അതിൻ്റെ കൂടെ ബാക്കി തന്ന ഗോൾഡിൻ്റെ മാസൊക്കെ ആഡ് ചെയ്യാം. ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ 11th എത്തിയിട്ട് നമ്മൾ എന്തിനാ ഈ അഡീഷൻ പഠിക്കണമെന്ന് അല്ലേ? പക്ഷേ ഇവിടെ റൂള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. 2.300 പ്ലസ് 20.15 പ്ലസ് 20.17. വീഡിയോ പോസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആൻസർ നോക്കിയാൽ മതി, ഡയറക്റ്റ് ഒന്ന് കോപ്പി ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2.3442 കിലോഗ്രാംസ് വരും. ഇനി ഇതിൽ എത്രയാ ഇതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ റൂൾസ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ നമ്മൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. പക്ഷേ അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോഴേക്ക് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സിലേക്ക് വരണം. ഡെസിമൽ പോയിൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ 00നെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല അല്ലേ? ഡെസിമൽ പോയിൻറ്റ് 2.3 അതിന് ശേഷമുള്ള 00 വരുമ്പോൾ നമ്മൾ അതിനെ ഡെസിമൽ പോയിൻറ്റിൽ നമ്മൾ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൽ എത്രയാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് വരുന്നത്? 1. മറ്റതിൽ രണ്ട് ഡെസിമൽ പോയിൻ്റ് ഉണ്ട് അല്ലേ? അപ്പം 1 ഡെസിമൽ പോയിൻറ്റിലേക്ക് നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ 2.3 വരും. 4 അല്ലേ? അപ്പോൾ അത് നമ്പർ ലെസ് ദാൻ 5 ആയത് കാരണം നമുക്ക് നമ്പർ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2.3 കിലോഗ്രാംസ് ആണ് എന്ത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കുള്ള റൗണ്ടിങ് ഓഫ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ഡിഫറൻസ് ഇൻ ദ മാസസ് ഓഫ് ദ പീസസ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഡിഫറൻസ് ഇൻ ദ പീസസ് ഓഫ് മാസസ് എത്രയാ? 2.17 മൈനസ് 2.15 അതെത്ര വരും? 0.02 കിലോഗ്രാം. അപ്പോൾ ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തതിൽ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്? 2 ഡെസിമൽ പോയിൻറ്റ്സ് ആണ്. രണ്ടിലുള്ളത് 2 ഡെസിമൽ പോയിൻറ്റ്സ് ആണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും മാറ്റാനില്ല. വെയിറ്റ്, ഇവിടെ കിലോഗ്രാം അല്ല, സോറി, ഗ്രാംസിലാണ് തന്നിരിക്കുന്നത്. ഇതാണ് ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ്. അപ്പോൾ 2.300യും ഇത് ഗ്രാംസിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഗ്രാംസിൽ കൺവേർട്ട് ചെയ്യണേ, ഗ്രാംസിൽ. അപ്പോൾ ഇത് ഫൈനൽ ആൻസർ കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗ്രാമിലാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. 2.17 മൈനസ് 2.15 നമ്മൾ 0.02 ഗ്രാംസ് ആണ് അവിടെ ആൻസർ വരുന്നത്. രണ്ടും നമ്മൾ ഗ്രാംസിൽ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ രണ്ട് എന്താ പറയുക, ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് രണ്ട് ഡെസിമൽ പോയിന്റിലേക്കാണ് ഉള്ളത്. അപ്പോൾ 0.02 ഗ്രാംസ് തന്നെയാണ്. അവിടെ ഇനി റൗണ്ട് ഓഫ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡീഷൻ സബ്ട്രാക്ഷനിൽ ഓർമ്മിക്കുക. അഡീഷൻ സബ്ട്രാക്ഷനിൽ നമ്മൾ തന്നിരിക്കുന്ന ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുറച്ച് MCQs നോക്കാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.06900. അപ്പോൾ ഈ 2 0 നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്, മറ്റ് 2 സീറോസും സിഗ്നിഫിക്കൻറ്റും ആണ്. അപ്പോൾ എത്ര വരും? 1 2 3 4 വരും. അപ്പോൾ എത്ര ആൻസർ? 4. The sum of the numbers 436.32, 227.2 and 0.301 in appropriate significant figures is. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താ, ഇവിടെ പല നമ്പേഴ്സ്. ഇനിയിപ്പോൾ ഇത് MCQ ആണ്, നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാൻ പോകില്ല. പക്ഷേ ആഡ് ചെയ്ത് നോക്കോളൂ. 663.821, 664, 663.8, 663.82. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാനിവിടെ എഴുതാം. 663.821. ഇതാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ, ഇത് അഡീഷൻ ആണ്, തന്നിരിക്കുന്ന വാല്യൂസിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് എത്രയാ? 22.227.2ൽ 1 ഡെസിമൽ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ആ 1 ഡെസിമൽ പോയിന്റിൽ റൗണ്ട് ഓഫ് ചെയ്യണം നമ്മൾ. അതെങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? ഇപ്പോൾ ഇത്രയും, അതിന് ശേഷമുള്ള നമ്പർ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ എത്ര വരും? 663.8 സി 663.8 വരും. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സെയിം, എത്രയാണോ ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അത് അതേപോലെ കൊടുത്തിരിക്കുകയാണ് ഓപ്ഷൻ എ. അപ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 663.8 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി the mass and volume of a body are 4.237 grams and 2.5 centimeter cube respectively. The density of the material of the body in correct significant figure is. അപ്പോൾ എങ്ങനെ ഡെൻസിറ്റി കാണുക? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം. അപ്പം മാസ് തന്നിരിക്കുന്നത് എത്രയാ? 4.237 ഗ്രാംസ് ഡിവൈഡഡ് ബൈ 2.5 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മളിവിടെ ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ കിട്ടും ആൻസർ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം കാൽക്കുലേറ്റ് ചെയ്യുക. 1.6948 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിവിഷൻ ആണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനിലും വി ഹാവ് ടു റൗണ്ട് ഇറ്റ് ഓഫ് ടു ദ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. സെക്കൻഡ് നമ്പറിൽ 2.5, അതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ 69 എന്നുള്ളത് 9 ഇസ് ഗ്രേറ്റർ ദാൻ 5. അപ്പം നെക്സ്റ്റ് അതിൻ്റെ പ്രെഡിസസർ എന്ത് ചെയ്യണം? 1.7 ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പം 1.7 ഗ്രാംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The numbers 2.745 and 2.735 on rounding off to 3 significant figures will give. അപ്പോൾ ഇവിടെ നമ്മൾ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾ പഠിച്ചത് ഓർമ്മിക്കാം. റൗണ്ടിങ് ഓഫിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് 274 ആ ഒരു റേഞ്ചിലാണ് അത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരിക. അപ്പോൾ ലാസ്റ്റുള്ള നമ്പർ എന്താ? 5 ആണ്. രണ്ട് നമ്പറിലും 5 ആണ്. അപ്പോൾ 2.745 ഈ 5 വന്നു കഴിഞ്ഞാൽ if the previous number is even, we have to leave it as it is.
If the previous number is odd, then we have to increment that number by 1. അതാണ് എന്ത് റൗണ്ടിങ് ഓഫിൻ്റെ റൂള്. 5 ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ അൺസർട്ടൻ ഡിജിറ്റ് 5 ആണെങ്കിൽ അതിന് മുന്നത്തെ നമ്പർ ഈവൺ ആണെങ്കിൽ നമ്മൾ അതുപോലെ വെക്കും. മുന്നത്തെ നമ്പർ ഓഡ് ആണെങ്കിൽ അതിനെ പിന്നെ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യാം. അപ്പം ഇവിടെ എന്താ 5ന് മുന്നേ ഉള്ളത് 4 ആണ്, അത് ഈവൺ ആണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? അത് അതുപോലെ വെക്കാം, ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ 2.735 ആണെങ്കിൽ ഈ 5ൻ്റെ മുന്നേ ഉള്ളത് ഇതെന്താ ഓഡാണ് അല്ലേ? ഓഡാണ്. ഏത് 3 എന്നുള്ള ഡിജിറ്റ് ഓഡാണ്. അപ്പം എന്ത് ചെയ്യണം? അപ്പം നമ്മൾ അതിൻ്റെ നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, 74 എന്ന് കൊടുക്കുക. അപ്പം 2.74 ആൻഡ് 2.74 ആണെന്ത് അതിൻ്റെ റൗണ്ടിങ് ഓഫ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഒരു അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത് എററും എല്ലാം കൂടിയിട്ടുള്ളതാണ്. The length and breadth of a rectangular sheet are 16.2 cm and 10.1 cm respectively. The area of the sheet in appropriate significant figures and error is. അപ്പം ഫസ്റ്റ് നമ്മൾ എററിൻ്റെ കൺസെപ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൂടി ഉണ്ട്. അപ്പം ലെങ്ത്ത് ബ്രെഡ്ത്ത്, അപ്പം നമ്മൾ ഇതിൻ്റെ ഏരിയ എന്നുള്ളത് ആദ്യമുള്ള ഷുവർ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 16ഉം 16.2ഉം 10.1ഉം ആണ്. അപ്പം നമുക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 16.2 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് 0.1? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 0.1 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ പോയിന്റ് എത്രയാണ്? ഒറ്റൊരു ഡെസിമൽ പോയിൻ്റാണ്. അപ്പോൾ അതിലുള്ള എറർ എത്രയാണ് വരിക? ഒരു ഡെസിമൽ പോയിന്റിലുള്ള എറർ പ്ലസ് ഓർ മൈനസ് 1 ഡെസിമൽ പോയിന്റിനുള്ള എററാണ് എന്ത് 0.1 എടുക്കാൻ പറ്റുന്നത്. അതേപോലെ ബ്രെഡ്ത്തിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അവിടെ ഒറ്റ ഡെസിമൽ പോയിന്റേ ഉള്ളൂ. 2 ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് 0.01 എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10.1 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ ആണ് എന്ത് ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആദ്യം ഉള്ളത് നമ്മൾ വിത്തൗട്ട് എറർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 16.2 ഇൻറ്റു 10.1 വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 163.62 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരും. പക്ഷേ ഇവിടെ വിത്ത് എറർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എറർ കൂടി എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഒരു 163.62 എന്ന് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും? റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 163 എന്നുള്ളതിൻ്റെ കൂടെ ഇവിടെ ഡെസിമലിൽ 6 ആണുള്ളത്. ആ നമ്പർ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമുക്കിതിനെ 164 സെൻറ്റിമീറ്റർ സ്ക്വയറിന് റൗണ്ട് ഓഫ് ചെയ്യാം. ഇനിയുള്ള എറർ എത്രയാണ് വരിക? നമ്മുടെ ഡെൽറ്റ എ ബൈ എ റിലേറ്റീവ് എറർ ഇവിടെ കാണണം. ഇത് രണ്ടും സിഗ്നിഫിക്കൻറ്റ് ഫിഗറും എററും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലിക്കേഷനിലുള്ള എറർ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഓർമ്മയില്ലേ എററിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ പഠിച്ചത്? ഡെൽറ്റ എൽ എത്രയാ? 0.1 ഡിവൈഡഡ് ബൈ എൽ. എൽ എത്രയാ? 16.2 പ്ലസ് 0.1 ഡിവൈഡഡ് ബൈ 10.1. അപ്പോൾ ഇത് LCM ഒക്കെ എടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ വരുന്നത് 2.63 ഡിവൈഡഡ് ബൈ 163.62 എന്ന് വരും. ഇനി ഇത് ഡെൽറ്റ എ ബൈ എ ആണ്. നമുക്ക് എറർ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 1. ഈ എനെ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. എ എത്രയാ? ഏരിയ കിട്ടിയിരിക്കുന്ന എത്രയാ? 164. അപ്പോൾ 164 ഇൻറ്റു 2.63 ഡിവൈഡഡ് ബൈ 163.62. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ അറൗണ്ട് 2.63 എന്ന് വരും, സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ എത്ര ഡെസിമൽ പോയിന്റിൽ വന്നിരിക്കുന്നത്? 2.63 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ഈ 2.63 എന്നുള്ളത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു ഡെസിമൽ പോയിന്റിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽറ്റ എ എന്നുള്ള വാല്യൂ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഇതിന് ഒറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് മാറുമ്പോൾ എത്ര വരും? 3 എന്ന് വരും. 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് വരും. അപ്പോൾ നമ്മുടെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 164 പ്ലസ് ഓർ മൈനസ് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ 2.63 അല്ലെങ്കിൽ
2.63 എന്നുള്ള ആൻസർ വരുമ്പോൾ എങ്ങനെ ഞാൻ 3 എന്ന് എടുത്തത്, നമ്മൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് മാറ്റണം നമ്മുടെ എററിന്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? എറർ ഇസ് ഈക്വൽ ടു 164 ആണ് എന്ത് നമ്മുടെ ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ ഡെൽറ്റ എനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൽ. എററിൻ്റെ എല്ലാ വാല്യൂ എത്രയാണ് വരുന്നത്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ വരുന്നുള്ളൂ. ഒരു ഡെസിമൽ പോയിന്റും ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റുമാണ് എന്ത് എററിൽ വരുന്നത്. അപ്പോൾ അവിടെ ഡെൽറ്റ എ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പം 164 ആണ് ആക്ച്വൽ ഏരിയ കിട്ടിയത്. പിന്നെ അതിൽ പോസിബിൾ ആയിട്ടുള്ള എറർ ±3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ ഓഫ് എററും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇവിടെ ചെയ്തിട്ടുണ്ട്. ബേസിക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അഡീഷൻ സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്തു. പിന്നെ വേറെ ഉള്ളൊരു ഇത് കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എററിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ബുക്കിലേക്ക് എഴുതി എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി വരാൻ പോകുന്നത് ഡയമെൻഷൻസ് എന്നുള്ള കൺസെപ്റ്റാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡയമെൻഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ചാപ്റ്ററത്തെ. ഇത്തിരി ലെങ്തി, നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു സംഭവമാണ് ഡയമെൻഷൻസ് എന്നുള്ളത്. അപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സോട് കൂടി അത് കഴിഞ്ഞു. ഈ ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് വരും. ഓക്കെ, അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ ഡയമെൻഷൻസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ +1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഡയമെൻഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് ഡയമെൻഷൻസ് എന്നുള്ളത്. അപ്പോൾ ഡയമെൻഷൻസ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ 10ാം ക്ലാസ് വരെ പഠിച്ചതിനും അവിടെയൊന്നും നമ്മൾ ഈ ഡയമെൻഷൻസിനെ പറ്റി പഠിച്ചിട്ടില്ല. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഈ ഡയമെൻഷൻസിനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂസസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എന്താ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ? The dimensions of a physical quantity are the powers or exponents to which the base quantities are raised to represent that quantity. ഒന്നുകൂടി പറയാം. The dimensions of a physical quantity are the powers or exponents to which the base quantities are raised to represent that quantity. എന്തായാലും മനസ്സിലായോ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട്? ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വെലോസിറ്റി ആണ് എടുക്കുന്നത് വെച്ചോളൂ. വെലോസിറ്റി പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ അതിലുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താ? നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിന്റെ ആദ്യം ഡിസ്കസ് ചെയ്താണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആകുമ്പോൾ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലെ ഏതെങ്കിലും 1, 2, 3 എത്രയാണെന്ന് വെച്ചാൽ അത്രയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും എന്ത്? ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം വെലോസിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അവിടെ അപ്പം എന്താ? ലെങ്ത്, മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അതിന്റെ യൂണിറ്റ്. അപ്പം ലെങ്ത് ബൈ ടൈം ആണ്. അപ്പം ലെങ്ത്തിന് ഒരു ഡയമെൻഷൻ ഉണ്ട്, ടൈമിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ചില ലെറ്റേഴ്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പം ആ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോന്നിൽ ചിലപ്പം ആക്സിലറേഷൻ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ അവിടെ ടൈം സ്ക്വയർ വരില്ലേ? ഡിനോമിനേറ്ററിൽ ടൈം സ്ക്വയർ എന്ന് വരും. അപ്പോൾ ടൈമിന്റെ ഡയമെൻഷന്റെ സ്ക്വയർ വരും. അപ്പം നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് എന്ത് പറയണത്? ഡയമെൻഷൻസ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ലെങ്ത്തിന്റെ ഡയമെൻഷൻ L. നോക്കിക്കോളൂ, നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഡയമെൻഷൻസ് എഴുതുന്ന മെത്തേഡ്. ഓക്കെ, മാസ് M. ഈസിയാണ് ഇത് പഠിക്കാൻ. മാസ് M. പിന്നെ ഏതാ നെക്സ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ടൈം. എല്ലാവരും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താന്ന് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ടൈം T,
പിന്നെ ഏതായിരുന്നു? കറണ്ട്, ഇലക്ട്രിക് കറണ്ട് അല്ലേ? ഇലക്ട്രിക് കറണ്ട് എ. ഇത് ആംപിയർ ആണ് യൂണിറ്റ് എന്ന് ഓർമ്മിച്ചാൽ മതി, അപ്പൊ വേഗം പറ്റും. അപ്പൊ 4 എണ്ണമായി. നമുക്ക് അടുത്തത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നൊന്നും കണ്ട ആരും പേടിക്കണ്ട, അത് ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? സാധാരണ ടി ആണ് പിന്നെ എടുക്കുക, പക്ഷെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താ? കെൽവിൻ. അപ്പൊ അങ്ങനെ ഓർമ്മിച്ചാൽ മതി ഇത്. ഓക്കെ, കറണ്ടിൻ്റെതും അങ്ങനെ ഓർമ്മിക്കാൻ പറ്റും. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് അല്ലെ? ആംപിയർ എ. അപ്പൊ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ടി നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ടൈമിന് ടി എടുത്തു. ഇനി ഇപ്പൊ ഇവിടെയും കൂടി ടി എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ എന്താ? കൺഫ്യൂഷൻ ആവണോണ്ടല്ല, ഇത് സ്റ്റാൻഡേർഡ് ഇതാണ്, ഞാൻ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെ. പിന്നെ ഏതായിരുന്നു അടുത്തത്? ലൂമിനസ് ഇന്റൻസിറ്റി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 11th-ലും 12th-ലൊന്നും അധികം യൂസ് ചെയ്യില്ല ഈ ടേം, ലൂമിനസ് ഇന്റൻസിറ്റി. പക്ഷെ പഠിക്കണം. ലൂമിനസ് ഇന്റൻസിറ്റി എന്തായിരുന്നു? കാൻഡില ആയിരുന്നു അല്ലെ? CD. ഇവിടെ എന്താ ഡിഫറൻസ്? ഇവിടെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഓക്കെ. പിന്നെ വരുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ്? മോള്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് MOL. ഓക്കെ. അപ്പൊ ലെങ്ത്തിന്റെ ഡയമെൻഷൻ L, മാസ് M, ടൈം T, കറണ്ട് A, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ K, luminous intensity candela and amount of substance mol, MOL. ഇനി ഇതിനെ വെച്ചിട്ട് ഈ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ പഠിക്കണം. ഇത് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ആയ മാസ്, ലെങ്ത്, ടൈം അതൊക്കെ എല്ലാത്തിലും എടുക്കും. അപ്പോൾ ഓരോന്നിലും എത്ര പവറാണ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് ഒരു ഏരിയ എടുക്കാം. ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ? ലെങ്ത്. അപ്പം ഏരിയനെ നമ്മൾ അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത് എന്താണ്? ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? L. ഇവിടെ ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? അത് ഒരു ലെങ്ത് തന്നെയാണ്. അപ്പൊ നമുക്കിത് L² എന്നാണ് വരിക. ഈ L² എന്നുള്ളത് നമ്മൾ വെറുതെ L² എന്ന് എഴുതില്ല. അപ്പൊ മാസ് എത്രയാണ് വരുന്നത്? ഇവിടെ മാസ് 0 ആണ് അല്ലെ? അപ്പൊ ഏരിയന്റെ ഡയമെൻഷൻ, ഇത് മറ്റേ ആംപിയർ എന്നുള്ള A അല്ല, ഏരിയനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു എന്താ? L² ഉണ്ട് നമുക്ക്. ഇതാണ് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ പവേഴ്സ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞില്ലേ സ്റ്റേറ്റ്മെന്റില്. അപ്പൊ Lന് എത്ര പവർ ഉണ്ട്? 2. മാസിന് എത്ര പവർ ഉണ്ട്? മാസ് ഒന്നുമില്ല അല്ലെ? ഏരിയയിൽ മാസ് ഇല്ല. അപ്പൊ M⁻0, L⁻². പിന്നെ ടൈം T ഇല്ല അല്ലെ? ഇതിനകത്ത് ഏരിയക്കകത്ത് ലെങ്ത് മാത്രമല്ല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തും രണ്ട് സെയിം ലെങ്ത് ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം L² T⁻0. ഇങ്ങനെയാണ് നമ്മൾ ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കൊരു വോള്യം നോക്കാം. വോള്യം V എന്താ? വോള്യം ഇസ് ഈക്വൽ ടു വോള്യം എന്താ? മീറ്റർ ക്യൂബ് അല്ലേ? മീറ്റർ ക്യൂബ് ആണ് എന്താ അതിന്റെ യൂണിറ്റ്. അപ്പൊ എന്ത് വരും? മീറ്റർ ക്യൂബിന് മാസിനൊന്നുമില്ല, മാസ് 0, ലെങ്ത് ക്യൂബ് T⁻0. അവിടെ ടൈം ഒന്നും വരുന്നില്ല ഇക്വേഷനിൽ. നമുക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ള ഒരു ട്രിക്ക്, നമ്മൾ അതിന്റെ യൂണിറ്റ് നോക്കിയാൽ മതി. ഏരിയ എന്താ? ഏരിയ എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ സ്ക്വയർ. ഇവിടെ വോള്യം മീറ്റർ ക്യൂബ്, ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ മീറ്റർ സ്ക്വയർ എന്നുള്ളത് ലെങ്ത് സ്ക്വയർ ആണ്, വോള്യം എന്നുള്ളത് ലെങ്ത് ക്യൂബ് ആണ്. പക്ഷെ മാസിനും ടൈമിനോട് ഇല്ല. ഇനി നമുക്ക് മാസും ടൈമൊക്കെ വരുന്ന ഒരു സാധനം നോക്കാം. വെലോസിറ്റി എടുക്കാം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ? അപ്പൊ എന്താ വരും? വെലോസിറ്റി V, സ്മോൾ v എടുത്തു, മറ്റേത് വലിയ V എടുത്തോണ്ട് വെലോസിറ്റി V ഈസ് ഈക്വൽ ടു, അതിൽ നമുക്ക് മാസ് വരുന്നില്ല, മാസ് 0 ആണ്. ലെങ്ത് പവർ 1 ഡിവൈഡഡ് ബൈ T ആണ്. അപ്പൊ എന്ത് എഴുതണം? T⁻⁻1. മനസ്സിലായല്ലോ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ എന്ത്? ലെങ്ത് ബൈ ടൈം ആണ്. ആ ബൈ ടൈം എന്നുള്ള ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ (⁻1) വരില്ലേ? അപ്പൊ T⁻⁻1. മനസ്സിലായല്ലോ?
അതേപോലെ ആക്സിലറേഷൻ എടുത്ത് നോക്കാം നമുക്ക്. ആക്സിലറേഷൻ എന്ത് വരും? ആക്സിലറേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് അതിൻ്റെ യൂണിറ്റ്. അപ്പം മീറ്റർ എന്താ? ലെങ്ത്. പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്താ? ടൈമിൻ്റെ ടി സ്ക്വയർ. അപ്പം എന്ത് വരും? എൽ ടി പവർ -2. എമ്മിന് അവിടെ പിന്നെയും ഒരു റോളും ഇല്ല. ഇനി എം വരുന്നത് ഏതാ വരിക നമുക്ക്? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം. മാസിൻ്റെ ഡയമെൻഷൻ എം, വോള്യമിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി എടുത്തു. എന്താണ്? L³ ആണ് എന്ത്? വോള്യമിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു എം L⁻3 ടി ഇല്ല. അപ്പോൾ ടി L⁻−3 T⁻0 വരും. എന്ത്? വോള്യമിൻ്റെ. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻസ് നമുക്ക് ഒന്നുകൂടി എടുക്കാം. എല്ലാം വരണം ഒന്ന് എടുക്കാം. ഒന്ന് ഫോഴ്സ് എടുക്കാം. ഫോഴ്സ് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്ത്? ഫോഴ്സ് അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് ആണ്. ഓക്കെ. അപ്പം മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസിന് എം, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? L⁻²-2. ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതേപോലെ ഇതൊക്കെ നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഓക്കെ, അത് നമ്മൾ പിന്നെ 9th പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. മോഷൻ ഒക്കെയാണ്, സ്പീഡ്, ആക്സിലറേഷൻ, വെലോസിറ്റി അതൊക്കെയുള്ളൂ. പക്ഷേ പിന്നെ അതിന് ശേഷം പോകുമ്പോൾ നമ്മൾ കുറേ പുതിയ ക്വാണ്ടിറ്റീസ് പഠിക്കും 11th 12th. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ പുതിയൊരു ക്വാണ്ടിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷണൽ ഫോമുലയും കൂടി അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു 2 പേജ് നിറച്ചും ഡയമെൻഷൻസ് കാണാം. ഒറ്റയടിക്ക് ഇത് മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അത് കണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങളിപ്പോൾ ചാപ്റ്റേഴ്സ് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡയമെൻഷൻസും നിങ്ങൾ പഠിക്കും. അപ്പോൾ അതാ പറയണം, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു പുതിയ ടേം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ടേം ഞാൻ ഇതുവരെ അറിയില്ല എന്നുള്ളതാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കുക, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കി കൺഫേം ചെയ്യുക, അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതാണ് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള കുറേ സംഭവങ്ങൾ പഠിക്കാനുള്ള ഒരു വഴി അതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടെൻഷൻ അടിക്കാനേ പോകുന്നുള്ളൂ. അതൊന്നും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കൂടിയില്ലാത്ത ടേംസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ പ്രശ്നമില്ലല്ലോ. നമുക്ക് ഏരിയ, വോളിയം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക് അതൊക്കെ നമുക്കറിയുന്നതല്ലേ. അതേപോലെ കറണ്ടിൻ്റെ ഒക്കെ ഇക്വേഷൻ, നമ്മുടെ കറണ്ടിൻ്റെ ഇല്ലേ, പിന്നെ ചാർജിന് ഉണ്ടാക്കാം. ചാർജിന് എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിനുണ്ട്, പൊട്ടൻഷ്യലിന് വേറെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് കണക്ട് ചെയ്ത് നമുക്കിതുപോലെ ഡയമെൻഷണൽ ഇക്വേഷൻസ് ഉണ്ടാക്കാം, ഡയമെൻഷണൽ ഫോമുല ഉണ്ടാക്കാം. ഇനി നമ്മൾ എന്തിനാണ് ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ കുറേ ഡയമെൻഷൻസ് ഇവിടെ എഴുതി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അല്ലേ? അപ്പം നമുക്ക് അതെന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മെയിനായിട്ട് 3 uses ആണ് പഠിക്കുന്നത്. ഒന്നെന്താ? ചെക്കിങ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ്. ഒരു ഇക്വേഷൻ തരികയാണ്, ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻ്റെ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ. എല്ലാ ഇക്വേഷൻസ്, കുറേ ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാം നമ്മൾ അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് എന്താ പറയുന്നത്? ചെക്കിങ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? ഹോമോജിനിറ്റി, 2 സൈഡിലും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻസ് ഓൺ LHS is equal to dimensions on RHS. ഇതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ആ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ 2 സൈഡിൽ, നമ്മളിപ്പം കെമിസ്ട്രിയിലൊക്കെ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കില്ലേ, ഇപ്പുറത്ത് 2 സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും മോളിക്യൂൾസ് കറക്റ്റ് നമ്പർ ആണോ എന്നൊക്കെ നോക്കിയിട്ടില്ലേ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ 2 സൈഡിലും ഡയമെൻഷൻസ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഞാനിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. ഓക്കെ. ഏത് ഇക്വേഷൻ എടുക്കാം? നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കാം. നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇല്ലേ? എന്താ ഇക്വേഷൻസ് ഓഫ് മോഷൻ? S ഈക്വൽസ്, ഞാനിപ്പോൾ ഇതെടുക്കാം. ഏത് ഇക്വേഷൻ എടുത്ത് നോക്കാം കേട്ടോ. S ഈക്വൽസ് ut + ½ AT². ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒരാൾ തന്നു. അപ്പോൾ നമുക്കറിയാം ഇത് കറക്റ്റ് ആണെന്നുള്ള അറിയാം.
പക്ഷെ ഇതെങ്ങനെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതല്ലേ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അപ്പം നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എന്താ ചെയ്യേണ്ടത്? LHSൽ എന്താ? എസ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ? അപ്പം ഡയമെൻഷൻ ഓഫ് എസ് എന്താ? ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പം എന്താണ് ഇതിന്റെ ഡയമെൻഷൻ വരിക? L. ഇനി അപ്പുറത്തെ സൈഡിൽ 2 ടേം ഉണ്ട്. അപ്പം യു എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. ടി എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ? അപ്പം അതിന്റെ ഡയമെൻഷൻ എന്താ നോക്കാം. യു ടിന്റെ ഡയമെൻഷൻ എന്താ നോക്കാം. യു ടിന്റെ ഡയമെൻഷൻ എന്ത് വരും? S ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? യു എന്താ? വെലോസിറ്റി. വെലോസിറ്റി എന്താ? മീറ്റർ പെർ സെക്കൻഡ്. L T⁻⁻1 ഇൻറ്റു ടി. ടീൻ്റെത് ടി തന്നെ. അപ്പം എന്ത് വരും? T⁻⁻1 ഇൻറ്റു ടി. അപ്പം -1ഉം +1ഉം അത് 0 ആവും. T⁻0 എന്ന് വരും. അപ്പം എന്ത് വരും? ഇത് L. ഒരു സൈഡത്തെ ആ റൈറ്റ് ഹാൻഡ് സൈഡത്തെ ഒരു ടേം നമുക്ക് L എന്ന് കിട്ടി. ഇനി ഡയമെൻഷൻസ് ഓഫ് ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റൻസിന് ഡയമെൻഷൻസ് ഇല്ല. എല്ലാ കോൺസ്റ്റൻസിനും അല്ല കേട്ടോ. ചില കോൺസ്റ്റൻസിന് നമ്മൾ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻസ് ഉണ്ട്, ഡയമെൻഷണൽ കോൺസ്റ്റൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇല്ലേ, അതിന് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ നിങ്ങൾ ആംഗിള്, പിന്നെ ഈ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ്, തീറ്റ, പൈ, റേഡിയൻസിൽ എക്സ്പ്രസ് ചെയ്യണ ആംഗിൾസ്, സൈൻ, കൊസൈൻ, ഇതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. പക്ഷെ അതിന് ഡയമെൻഷൻസ് ഇല്ല. അപ്പൊ ഇവിടെ ഹാഫ് എന്നുള്ളത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ്, ഒരു നമ്പർ ആണ് അല്ലെ? അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ നമുക്ക് എന്താ നോക്കേണ്ടത്? എ ടി സ്ക്വയർഡ് നോക്കണം. എ ടി എന്താ? മീറ്റർ. ആക്സിലറേഷൻ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ L പെർ സെക്കൻഡ് സ്ക്വയർ T⁻⁻2. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, മനസ്സിലാവണ്ടല്ലോ? യൂണിറ്റ് നോക്കിയാൽ മതി, അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ആക്സിലറേഷൻ L മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ L T⁻⁻2. പിന്നെ അവിടെ വേറൊരു ടി സ്ക്വയർ ഉണ്ട്. ഇൻറ്റു ടി സ്ക്വയർ ആണ് എന്ത്? എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ. ഇവിടെ എന്ത് പറ്റി? L അവിടെ കിടക്കുന്നുണ്ട്. T⁻⁻2 ടി സ്ക്വയറും അതും ക്യാൻസലായി. അപ്പൊ രണ്ട് സൈഡിലും ഈ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന്റെ എസ് എന്നുള്ളതിന്റെ ഡയമെൻഷൻ L, യു ടിന്റെ ഡയമെൻഷൻ L, ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷനും L. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. അപ്പൊ ചില ഇക്വേഷൻസ് കറക്റ്റ് ആയിരിക്കില്ല, അതാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ ഇതുപോലെ ഒരു ഇക്വേഷൻ തന്നാൽ അതിന്റെ എല്ലാ ടേംസും സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയമെൻഷൻസ് സെയിം ആണോ, എല്ലാ സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആണോ നോക്കിയാൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് സിംപ്ലസ്റ്റ് മെത്തേഡ്. ഇനി അടുത്തത് ഡെഡ്യൂസിങ് ദ റിലേഷൻസ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു റിലേഷൻ തരും, എന്നിട്ട് അതിന്റെ കറക്റ്റ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ 11th നിങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യും. സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീന്റെ വാല്യൂ കണ്ടുപിടിക്കും. പക്ഷെ ആ ഇക്വേഷൻ എന്താന്ന് നോക്കാം. ആർക്കെങ്കിലും അറിയാം ഇക്വേഷൻ? പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സിമ്പിൾ ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ പറയാണ്, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം ഇസ് ഈക്വൽ ടു K L⁻⁴ G⁻Y M⁻Z. ഇതെന്താണ്? ഇതാണ് ഒരു റിലേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം പീരിയഡ് എന്താ? ടൈം പീരിയഡ് എന്ന് വെച്ചാൽ T⁻1 അല്ലെ? നമ്മളൊരു ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പം M എഴുതണം, L എഴുതണം, T എഴുതണം. ഓക്കെ, ബാക്കി വേറെ ഏതെങ്കിലും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതും എഴുതാം. ഓക്കെ, സോ M⁻0, L⁻0, T⁻1 ഈക്വൽസ് K കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിന് ഡയമെൻഷൻ ഇല്ല. L⁻x, L എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ? ലെങ്ത്. L⁻x. G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അതിന്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഇറ്റ്സെൽഫ്.
ഓക്കെ, അപ്പം ജി എന്താ? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എം ഇല്ല അതിനകത്ത്, എം പവർ 0 അല്ലേ? അപ്പം എൽ ടി റേസ് ടു -2 ഹോൾ റേസ് ടു വൈ. എം എന്താ? മാസ് റേസ് ടു സെഡ്. അപ്പം എൽ റേസ് ടു എക്സ്, എൽ ടി റേസ് ടു -2 റേസ് ടു വൈ, എം റേസ് ടു സെഡ്. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലിൻ്റെ ടേം എമ്മിൻ്റെ ടേം എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവരാം. അപ്പോൾ എം എത്രയാണ് വരണത്? എം റേസ് ടു സെഡ്, ആ ഒറ്റൊരു എം മാത്രമേ അവിടെ ഉള്ളൂ. എൽ റേസ് ടു എക്സ് പ്ലസ് വൈ അല്ലേ? എൽ റേസ് ടു എക്സ് പ്ലസ് വൈ, ടി റേസ് ടു -2y. -2 ഉണ്ട്, വൈ ഉണ്ട്. എൽ റേസ് ടു വൈ ഉണ്ട്, എൽ റേസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു എക്സ് ഇൻറ്റു എൽ റേസ് ടു വൈ ആണ് എന്ത്? എൽ റേസ് ടു എക്സ് പ്ലസ് വൈ, എം റേസ് ടു സെഡ്. ഇനി നമ്മൾ ഇതാണ് എന്ത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള സെയിം ടേംസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. സെയിം ടേംസിനെ നമുക്ക് ആദ്യം എമ്മിൻ്റെ ടേം എം റേസ് ടു 0 ഇസ് ഈക്വൽ ടു എം റേസ് ടു സെഡ്. അപ്പോൾ എന്ത് പറ്റും നമുക്ക്? സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഓൾറെഡി കിട്ടി. സെഡ് ഇസ് ഈക്വൽ ടു 0. ഇനി എല്ലിൻ്റെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എൽ റേസ് ടു 0 ഇസ് ഈക്വൽ ടു എൽ റേസ് ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇനിയിപ്പോൾ വൈ കിട്ടിയാലേ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ടീൻ്റെ എന്താ? ടി റേസ് ടു 1 ഇസ് ഈക്വൽ ടു ടി റേസ് ടു -2y. 1 ഇസ് ഈക്വൽ ടു -2y or y is equal to -1/2. y equals -1/2 കിട്ടി. എക്സ് കിട്ടാൻ പോകണല്ലോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ -2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇതെല്ലാം മാത്സ് അല്ലേ? ഇനി നമ്മുടെ റിലേഷൻ എന്താ? ഈ കിട്ടിയ എക്സ് വൈ സെഡ് വാല്യൂസ് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് എൽ റേസ് ടു എക്സ്, എക്സ് എന്താ? എൽ റേസ് ടു 1/2, ജി റേസ് ടു വൈ, വൈ -1/2, എം റേസ് ടു സെഡ്, എം റേസ് ടു സെഡ് എന്താ? 0. അപ്പോൾ എന്ത് കിട്ടി? കെ എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. അപ്പോൾ കെ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഈ എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2, അതിന് ഞാൻ എന്താ എഴുതാൻ പോണേ? എൽ റേസ് ടു 1/2 ബൈ ജി റേസ് ടു 1/2 അല്ലേ? നമ്മൾ എക്സ്പോണൻസിന്റെ റൂൾ വെച്ചിട്ട് കെ എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2. ഈ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ആണ്. നിങ്ങൾക്കറിയില്ലേ ഇത്? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി. സ്ക്വയർ റൂട്ട് ഓഫ് എല്ലിനെയാണ് എന്ത്? എൽ റേസ് ടു 1/2 എന്ന് എഴുതുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ജിനെ ജി റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കെ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. അപ്പോൾ ടി ഈക്വൽസ് കെ റൂട്ട് ഓഫ് എൽ ബൈ ജി. ഞാൻ നിങ്ങൾക്ക് ശരിക്കുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞുതരാം. ടി ഈക്വൽസ് 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് എന്ത്? നമ്മുടെ ശരിക്കുള്ള ടൈം പീരിയഡിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ 2π മാത്രമേ നമുക്ക് കിട്ടാണ്ടുള്ളൂ. 2π നമുക്ക് ഇത് ഡയമെൻഷണൽ അനാലിസിസിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. നമുക്ക് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ചില ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കൺസിസ്റ്റൻസി വെച്ച് ചില ഇക്വേഷൻസ്, അത് ചെറിയൊരു ഡ്രോബാക്ക് ആണ്. ഇവിടെയുള്ളത് നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏത് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട്. പക്ഷെ നമ്മൾ നോക്കൂ, ഇത്രയും കിട്ടിയില്ലേ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഇത്രയും 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി വരെ എത്തി നമ്മൾ ഡയമെൻഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എന്ത്? ഡെഡ്യൂസിങ് ദ റിലേഷൻസ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 റിലേഷൻസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ്, 2 സൈഡിലും ഈക്വൽ ഡയമെൻഷൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഒരു ഇക്വേഷൻ തന്നാൽ അത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ശരിക്കും ചാപ്റ്റർ തീരും. ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അതിൽ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി കൺവേർഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻസിലുണ്ട്. ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസിൽ കാണാൻ പറ്റും ഇത്. അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ n1 എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂ, u1 ഉള്ളത് യൂണിറ്റ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ദ സിസ്റ്റം 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. വേറൊരു സിസ്റ്റം n2ഉം u2. നിങ്ങൾ ഈ n1 n2 പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ
നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഉണ്ട്. SI സിസ്റ്റം, CGS സിസ്റ്റം. നമ്മൾ ആദ്യം ഈ ക്ലാസ്സിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു പല ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ പറയില്ലേ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് SI യൂണിറ്റ്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ ആണ് എന്ത് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് നമുക്ക് SI സിസ്റ്റം എടുക്കാം. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ കിലോമീറ്റർ പെർ അവറിൽ. അപ്പോൾ നമ്മൾ പറയില്ലേ മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ അത് നമുക്ക് അറിയാം ഓൾറെഡി. പക്ഷേ ഈ ഡയമെൻഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം N1U1 = N2U2. ഇതാണ് നമ്മളെ കൺവേർഷനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും നോക്കാം. N1 എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂ ആണ്. N1 എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂ ആണ്. U1 എന്നുള്ളത് അതിൻ്റെ ഡയമെൻഷൻ ഇൻ ദാറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് M1 raised to X, L1 raised to Y, T1 raised to Z is equal to N2 into M2 raised to X, L2 raised to Y, T2 raised to Z എന്ന് എടുക്കാം. അപ്പം N2 എന്ത് കിട്ടും? N2 is equal to N1 into M1 by M2. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യണത്. M1 by M2 raised to X, L1 by L2 raised to Y, T1 by T2 raised to Z. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എന്ത് ഫോർമുല, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ. അപ്പോൾ ഇനി ഇതെങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഈ ഫോർമുലയൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ എല്ലാം മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഒരു ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് എടുക്കാം. കൺവേർട്ട് 72 km/h into മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 72 km/h എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആക്കുക? നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ അതിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഏതാ? ഒന്ന് km/h മറ്റേത് മീറ്റർ പെർ സെക്കൻഡും. അപ്പോൾ N1 എത്രയാ? N1 = 72. N2 നമുക്ക് അറിയില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. L1 1 km/h ആണ് അല്ലേ? ടൈം, അതിൻ്റെ ടൈം എന്താ? 1 hour. L2 എന്താ വരിക? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L2 എന്താ? 1 meter. T2 = 1 second. ഇനി നമ്മുടെ ഫോർമുല എന്താ? N2 = എന്താ ഫോർമുല നമ്മുടെ? N2 = N1 into M1 by M2 raised to X, L1 by L2 raised to Y, T1 by T2 raised to Z. ഇനി നമുക്ക് ഇവിടെ X, Y, Z ഇതൊക്കെ എന്താ നോക്കാം. ഇതെന്താ യൂണിറ്റ്? ഇതെന്താ സംഭവം? വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? LT raised to -1, M raised to 0, L raised to 1, T raised to -1 ആണ് എന്ത് നമ്മുടെ വെലോസിറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ M എന്നുള്ള ടേം തീരെ ഇല്ല. അപ്പോൾ N1 എത്രയാ? 72. M1 by M2. M1 എന്താ? M1 ഇല്ല, M2 ഇല്ല, ഇവിടെ എല്ലാം 0 ആണ്. L1 by L2. L1 എന്താ? 1 km divided by 1 meter raised to 1. അതുകൊണ്ടാണ് 1 എടുക്കുന്നത്. നമ്മുടെ L raised to 1 ആണ്. L raised to 1, T raised to -1. ഇനി T1 by T2. T1 1 hour divided by 1 second raised to -1. മനസ്സിലായല്ലോ? ഈ XY സെറ്റ് എടുക്കണം എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇതേ സംഭവം നമ്മൾ വേറെ ഫോർമുലയിലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ 72 എടുത്ത് 1 km. ഇനി നമ്മൾ ഇതിനെല്ലാം സെയിം സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 72 നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. 1 കിലോമീറ്റർ എത്ര മീറ്ററാ? 1000 meter. 1000 meter divided by 1 meter raised to 1. 1 hour എത്ര സെക്കൻഡാ? 3600 seconds divided by 1 second raised to -1. ആ -1 മറക്കരുത്. ഓക്കെ. ഇനി ഇതിനെ എന്ത് ചെയ്യും? ഇതിന് നമ്മളിനി നമ്മുടെ മാത്സ് കാൽക്കുലേഷൻ ആണ്. 72 into 1000 meter by 1 meter into 3600 second by 1 second whole raised to -1 എന്ന് പറഞ്ഞാൽ 1 by
3600 സെക്കൻഡ്. 1 സെക്കൻഡ് ബൈ 3600 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടുത്തെ 2 സീറോസ് ഇവിടെ പോയി അല്ലേ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 720 ഡിവൈഡഡ് ബൈ 36 എന്ന് വരും. 720 ബൈ 36 എന്നുള്ളത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ സാധാ മെത്തേഡ് വെച്ചിട്ട് 72 × 5/18 ചെയ്ത് നോക്ക്. ഇവിടെ 4 വരും അല്ലേ. 20 മീറ്റർ പെർ സെക്കൻഡ്. 72 km/h is equal to 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന ഇക്വേഷനാണ്, അതുകൊണ്ട് വേഗം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കൺവേർട്ടിങ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാം ടെക്സ്റ്റ് ബുക്കിൽ. കൺവേർട്ട് ജൂൾസ് ഇൻറ്റു എർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ എല്ലാം സെൻറ്റിമീറ്റർ സെക്കൻഡ് തന്നെയാണ്. മാസ് ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഈ N1 N2 L1 L2 എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ഏത് സിസ്റ്റത്തിൽ നിന്ന് ഏത് സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ആ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം കുറേ കൺവേർഷൻസ് പഠിച്ചു വെക്കുന്നത്. ഓർമ്മയില്ലേ? കുറേ കിലോ, മെഗാ, മൈക്രോ, ഗീഗ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രിഫിക്സസ് ഞാൻ പഠിപ്പിച്ചു വെച്ചില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി എല്ലാം ഇത് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എല്ലാം നന്നായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ലോണം സ്ട്രെസ് ചെയ്ത് വായിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ്. ഒരുപാട് 10-40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ. അപ്പോൾ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. നമ്മൾ അത്രയൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതിന് സെലക്റ്റീവായിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാംസിനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് തന്നെയാണ് വീഡിയോസിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനിയും അതിൽ ചെയ്യാത്ത കുറച്ച് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് 2-3 വീഡിയോസ് ആയിട്ട് സെറ്റായിട്ട് ഞാൻ കൺസെപ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടാം. ഓക്കെ. അപ്പം നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അടുത്ത ചാപ്റ്ററാണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ 9ാം ക്ലാസ്സിലെ പാഠം വായിച്ചിട്ട് വന്നാൽ കുറച്ചുകൂടി നന്നായിട്ടിത് മനസ്സിലാവും. ഇവിടെ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഗ്രേഡ് 11 എത്തുമ്പോഴേക്ക്, +1 എത്തുമ്പോഴേക്ക്. ഓക്കെ. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയുള്ള മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ നേരെ ഇത് നോക്കും. ഇവിടെ 2 സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇയാൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്. നമ്മൾ സ്പേസിലെ കൂടി ഒന്നും പോകുന്നില്ല അല്ലേ. 2 ഡയമെൻഷനിൽ പോകുന്നില്ല. ഇതിന് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ. മോഷനിന് സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്നതാണെന്ത്? റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ റോഡിലേക്കൂടെ പോകുന്നത്, നമ്മളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബസ്സിലായാലും കാറിലായാലും ഒക്കെ പോകുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് അല്ലേ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇനി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഹൈ ലെവലിൽ പഠിക്കണം. അപ്പം ഒരു സിംഗിൾ കോർഡിനേറ്റ് വെച്ചിട്ട്, എക്സ് കോർഡിനേറ്റ് അല്ലെ, എക്സ് ആക്സിസ് വെച്ചിട്ട് നമുക്ക് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്റ്റോൺ എടുത്തിട്ട് മേലോട്ട് എറിയുകയാണ്. മേലോട്ട് എറിയുമ്പോൾ എന്ത് പറ്റും? മേലോട്ട് എറിയുമ്പം അത് ഒരു ലൈനിൽ, വെർട്ടിക്കൽ ലൈനിലാണ് ആ സ്റ്റോൺ പോകുന്നത്. അപ്പം അത് നമ്മൾ ഒരു സിംഗിൾ ആക്സിസ് വെച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മോഷൻസ് ആണ് എന്ത്? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മോഷനെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് മോഷൻ എന്ന് നോക്കാം. വാട്ട് ഈസ് മോഷൻ? ഞാനിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിക്കിൽ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഇരിക്കുമ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ മൂവ് ചെയ്യുന്നില്ല. നിങ്ങളും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങളും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് മോഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന്? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് വേണം അല്ലേ. അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സമയം അങ്ങോട്ട് പോയി അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പൊസിഷനിൽ മാറ്റം വരുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ.
നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾക്ക് മാറ്റം വരുന്നില്ല. ടൈം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ പൊസിഷൻ മാറ്റം വരുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സമയം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൊസിഷനും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് റെഫേർഡ് ടു ആസ് മോഷൻ. അപ്പം മോഷൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ടൈം കൂടുമ്പം ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടാവണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്തിരിക്കണം. അപ്പം മൂവ് ചെയ്യാന്നുള്ളത് ഞാനിപ്പം പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ റൂമിലുള്ള ബാക്കിയുള്ള സാധനങ്ങളെ നോക്കുമ്പോഴാണ് ഞാൻ മൂവ് ചെയ്യാത്തത്. അതേസമയം പുറത്ത് സ്പേസിലുള്ള ഒരാൾ നമ്മളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമിൻ്റെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഭൂമി മൂവ് ചെയ്യുന്നുണ്ട്, അപ്പം ഭൂമിൻ്റെ കൂടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മോഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയും റിലേറ്റീവ്. മോഷൻ ഈസ് ഓൾവേസ് റിലേറ്റീവ്. അപ്പോൾ ആ റിലേറ്റീവ് എന്ന് പറയുമ്പം രണ്ട് ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് റെഫറൻസ് പോയിന്റ്, പിന്നെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്, സൈക്കിള് പോവുകയാണ്. അപ്പം നമ്മൾ ഈ വീടിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയി വെച്ചിരിക്കുന്നത്. ഈ വീടിനെ അല്ലെങ്കിൽ ഈ ട്രീനെ ഒക്കെ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പം റെഫറൻസ് പോയിന്റിനെ നോക്കുമ്പോൾ ഈ സൈക്കിൾ മൂവ് ചെയ്യാണ്. ഈ സൈക്കിളിന് പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം ഇതിനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സൈക്കിളിനെ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് സ്റ്റേഷനറിയാണ്, വീട് മൂവ് ചെയ്യുന്നില്ല, ട്രീ മൂവ് ചെയ്യുന്നില്ല, അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ട്രെയിനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അവർ മൂവ് ചെയ്യുന്നില്ല ശരിക്കും, അല്ലേ? നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെ നോക്കുമ്പം നമ്മളെല്ലാം ഒരേ സ്റ്റേറ്റിലാണ്, നമ്മളൊക്കെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരേ സംഭവം ഒരേ ആള് ഒരു ട്രെയിൻ എന്നുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഔട്ട്സൈഡ് ദ ട്രെയിൻ എന്നുള്ള ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റും, ട്രെയിനിലുള്ള ആൾക്കാരെല്ലാം മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിനെയാണ് മോഷനെ നമ്മൾ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഈ റെഫറൻസ് പോയിന്റിനെ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പം XYZ കോർഡിനേറ്റ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയിൽ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ ഒറിജിൻ ആയിട്ട് വെക്കും. കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ XY ആക്സസ് വെക്കുമ്പോൾ 0 എന്ന് പറഞ്ഞ പൊസിഷൻ ഇല്ലേ, അവിടെ നമ്മൾ റെഫറൻസ് പോയിന്റ് വെക്കും. അതേപോലെ ഇനി ഇതെന്താ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അല്ലേ? ടൈം ഇല്ലാണ്ട് മോഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എത്ര സമയത്തിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അങ്ങനെയല്ലേ നമ്മൾ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം ഒരു ക്ലോക്ക് സിസ്റ്റം കൂടി വേണം. ഓക്കെ, ക്ലോക്ക് സിസ്റ്റം, നമ്മൾ ഒരു ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോക്ക് സിസ്റ്റം കൂടി ഉണ്ട്. അപ്പം കോർഡിനേറ്റ് സിസ്റ്റം പൊസിഷൻ മെഷർ ചെയ്യാനും ക്ലോക്ക് സിസ്റ്റം ടൈം മെഷർ ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം XYZ കോർഡിനേറ്റ് സിസ്റ്റം അലോങ് വിത്ത് ക്ലോക്ക് സിസ്റ്റം, അതായത് ടൈം. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ സൈക്കിളിന്റെ കേസിൽ X ആക്സിസിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്മൾ X ആക്സിസിൽ എടുക്കുക. X ആക്സിസിൽ സൈക്കിൾ മൂവ് ചെയ്യുന്നു, ടൈമിനെ നമ്മൾ Y ആക്സിസിൽ എടുക്കും. അപ്പം അതിനെ നമ്മൾ മൊത്തമായിട്ടൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള സംഭവങ്ങളാണ് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും. ഓക്കെ, പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു 2 പൊസിഷൻസ് എടുക്കാം, 2 പൊസിഷൻസ് A ആൻഡ് B. ഓക്കെ, അപ്പൊ A എന്ന Bയിലേക്ക് ഞാൻ ഒരു വഴിക്ക് കൂടെ പോവുകയാണ്. എനിക്ക് വേറൊരു വഴി എടുക്കാൻ പറ്റും, ഈ വഴിക്ക് കൂടി ഞാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു വഴി, ഇതൊരു വഴി. വേറൊരു വഴി ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴി. ഓക്കെ, 3 ടൈപ്പിൽ പല വഴികളിലേക്കൂടെ പോവാം. നമുക്കറിയില്ല, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പം ബൈക്കിൽ പോവും, ചിലപ്പം ബസ്സിൽ പോവും, ചിലപ്പോൾ നടന്നിട്ട് പോവും, അത് ദൂരം അനുസരിച്ച്. പക്ഷേ പല സമയത്ത് എടുക്കുന്ന വഴികൾ പലതായിരിക്കും, അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ 3 വഴികൾ കാണിച്ചു. എനിക്കിതിനെ 3-നെ 1, 2, 3 എന്ന് നമ്പർ ചെയ്യാം.
അപ്പം മൂന്നാമത്തെ പാത്താണ് എന്ത്, ഒരുപാട് ദൂരം എടുത്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് ദൂരം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ബിയിലേക്ക് തന്നെയാണ് ആൾ എത്തിയിരിക്കുന്നത്. 1 to 2 ഇത് 1ഉം 2ഉം A to Bയിൽ പോകുമ്പോൾ പാത്ത് 1 എടുത്തു കഴിഞ്ഞാൽ 3നെ കമ്പയർ ചെയ്യുമ്പോൾ 1 കുറവാണ്. പക്ഷെ 2ആണ് എന്ത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏറ്റവും ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന സ്ട്രെയിറ്റ് പാത്ത് ഏതാണ്, പാത്ത് 2 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. പാത്ത് ലെങ്ത് നമ്മൾ 9ാം ക്ലാസ്സിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാണ് അത് പഠിച്ചിരിക്കുക. ഇവിടെ അതാ പറയുന്നത്, നമ്മൾ 11ലേക്ക് എത്തുമ്പോൾ ഇത്തിരി കുറച്ച് ടേംസിൽ കുറച്ചൊരു വ്യത്യാസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറുന്നില്ല, നമ്മളതിന്റെ കുറച്ചുകൂടി ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാൻ പഠിക്കുകയാണ് ഇവിടെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പാത്ത് ലെങ്ത് ട്രാവൽ ബൈ എ ബോഡി ഈസ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എ മൂവിംഗ് ബോഡി ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ട്രാവൽസ്. അപ്പൊ നമ്മൾ ഏത് വഴിക്കാണോ പോകുന്നത് അത്രയും ടോട്ടൽ പാത്ത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതാണ് എന്ത്, പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട്. അപ്പം പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പം ഇത്ര കിലോമീറ്റർ ഇന്ന ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്ന് പറയണം. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. Displacement is a vector quantity and path length is a scalar quantity. അപ്പോൾ എന്താ സ്കലാറും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്? സ്കലാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വി നീഡ് നോട്ട് സ്പെസിഫൈ ദ ഡയറക്ഷൻ ഓഫ് എ സ്കലാർ ക്വാണ്ടിറ്റി അല്ലേ. വെക്ടർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ സ്കലാർ ആൻഡ് വെക്ടേഴ്സ് പഠിക്കും. അപ്പം കമ്പയർ ചെയ്ത് എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി പഠിക്കണം അവിടെ. അപ്പം സ്കലാർ ക്വാണ്ടിറ്റിക്ക് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഡെഫിനിഷൻസ് പഠിക്കണം. പാത്ത് ലെങ്ത് ഇറ്റ്സ് എ ആക്ച്വൽ ലെങ്ത്, ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ മൂവിംഗ് ബോഡി. വി നീഡ് നോട്ട് മെൻഷൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോഡി ഈസ് ട്രാവലിംഗ്. ഓക്കെ. അപ്പം പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനി കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. അപ്പം പാത്ത് ലെങ്ത് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് ഇപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പൊസിഷൻ എങ്ങനെയാ? പൊസിഷൻ അലോങ് എക്സ് ആക്സിസ് വൈ ആക്സിസും ടൈം അലോങ് എക്സ് ആക്സിസും എടുത്ത്. അപ്പൊ പൊസിഷൻ എന്നുള്ളത് എക്സ് ആണ് എടുത്തത്, മീറ്റർ എന്നാണ് യൂണിറ്റ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ. അപ്പൊ 3 ഗ്രാഫ്സ് ഇവിടെ കാണാൻ പറ്റും. പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ സ്റ്റേഷനറി ഒബ്ജെക്ട്. സ്റ്റേഷനറി ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങുന്നില്ല. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന പണി, നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നു, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ടൈം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പൊസിഷൻ മാറുന്നില്ല. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു പൊസിഷൻ, ഇതൊരു ടിപ്പിക്കലായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും 40 തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളെന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പാരലൽ ടു ദ ടൈം ആക്സിസ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളിത് ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല. അതാണ് സ്റ്റേഷനറി, അനങ്ങാത്ത ഒബ്ജക്റ്റ്. ഓക്കെ. പിന്നെ എന്താ? ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടൈം ഇന്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Body covers equal distances in equal intervals of time. It is called as uniform motion. അപ്പോൾ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ 2 സ്ട്രെയിറ്റ് ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ്സ് പാരലൽ ടു ദ ടൈം ആക്സിസ്. സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ ആൻഡ് ഇറ്റ് ഹാസ് എ സ്ലോപ്പ്. സ്ലോപ്പ് എന്നൊക്കെ ഉള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സ്ലോപ്പ് ഉണ്ട്. ഇതെന്താ? ഇതിന് സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ക്വസ്റ്റ്യൻസ്, ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ സംഭവം നോക്കൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ കാർ. കാർ എന്ന് പറഞ്ഞാൽ കാറിന് നമുക്ക് എപ്പോഴും ഒരേ സ്പീഡ് പോകാൻ പറ്റുമോ? ഈ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു കോൺസ്റ്റന്റ് സ്പീഡ് ഉണ്ടാവും. കാർ എന്ന് പറഞ്ഞ സാധനം, കാർ അല്ലെങ്കിൽ എന്ത് വെഹിക്കിൾ ആയാലും നോർമലി നാച്ചുറലി നടക്കുന്ന ഏത് മോഷൻ ആയാലും അത് നോൺ യൂണിഫോം, മാക്സിമം ടൈപ്പ് നോൺ യൂണിഫോം കാറ്റഗറി, നോൺ യൂണിഫോം മോഷൻ ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഡിഫറെന്റ് ഡിസ്റ്റൻസ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് അതൊരു 4 കിലോമീറ്റർ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റിൽ ചിലപ്പോൾ 1 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താ, ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പൊ അതാണ് എന്ത്, നോൺ യൂണിഫോം. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ത്രൂ ഔട്ട് ഇതിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയാം. പക്ഷേ
ഡിഫറെൻറ്റ് സ്പീഡ്സിൽ നമ്മുടെ ബസ്സിൽ പോകുമ്പോഴായാലും ട്രെയിനിൽ പോകുമ്പോഴായാലും കാറിൽ പോകണേലും എന്തായാലും ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരും ആ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് കാറിൻ്റെത് എന്താണ്, നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ എല്ലാവർക്കും യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഗ്രാഫ് ബേസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി കുറച്ചുകൂടി ഗ്രാഫ് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു എന്നാണ് എടുക്കുക, ഫൈനൽ വെലോസിറ്റി വി എന്നാണ് എടുക്കുക. ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഫോർ എക്സാമ്പിൾ 50 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആണ് അല്ലേ. ഫൈനൽ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ പോസിറ്റീവ് വെലോസിറ്റി എന്താണ്, ഇങ്ങനെ ഇതാ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് മുകളിലോട്ട് പോകുന്ന ഗ്രാഫ്. താഴത്തെ എന്താ, മൂവിങ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി ആണ് ഗ്രാഫ് ബി. അപ്പം ഇവിടെ എന്ത് പറ്റും, വെലോസിറ്റി കുറയും. അപ്പം ഫോർ എക്സാമ്പിൾ ഇനീഷ്യൽ വെലോസിറ്റി 50 മീറ്റർ/സെക്കൻഡ് ആണ്, ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ എന്താ, ഫൈനൽ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ഇനീഷ്യൽ വെലോസിറ്റി ആണ് എന്ത്, നെഗറ്റീവ് വെലോസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി കുറയാണ്. എന്താണ് എക്സാമ്പിൾ, നമ്മൾ കാറിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൻ്റെ സ്പീഡ് കുറയും അല്ലേ. അപ്പം അതാണ് എന്ത്, അത് നെഗറ്റീവ് വെലോസിറ്റി ആണ്, വെലോസിറ്റി കുറയാണ്. പിന്നെയുള്ള എന്താ, അറ്റ് റെസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, അപ്പം ടൈം ആക്സിസിന് പാരലായിട്ടാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക, ഈ MCQ ക്വസ്റ്റ്യൻസ്, എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും എല്ലാം നമുക്ക് ഇതുപോലുള്ള ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരും. അപ്പം നമ്മൾ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കണം അത് എന്ത് ടൈപ്പ് മോഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി വരുന്നത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. നമ്മൾ പറഞ്ഞു മെയിനായിട്ട് എല്ലാ ടൈപ്പ് നേച്ചറിൽ ഉണ്ടാകുന്ന എല്ലാ ടൈപ്പ് മോഷൻസും നോൺ യൂണിഫോം മോഷനായിട്ടാണ് വരിക. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫിനെ നമ്മൾ കേർവ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, കേർവ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിന് ത്രൂ ഔട്ട് ദ മോഷൻ നമുക്ക് സെയിം സ്പീഡ് അല്ലേ. അപ്പം നമുക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. ഈ വെലോസിറ്റിയും സ്പീഡും തമ്മിൽ എന്താ ഡിഫറൻസ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ബൈ ടൈം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് സ്പീഡും വെലോസിറ്റി ഒക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും പറയാത്തത്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എത്ര സ്പീഡായിരുന്നു, ഇതിന് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഏത് ടൈം ഇന്റർവെല്ലിലാണോ നമുക്ക് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എടുക്കേണ്ടത്, ആ 2 പൊസിഷൻസ് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കും, എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുക്കും. അപ്പം വി ആവറേജ് എന്നുള്ളതിനെ നമ്മൾ വി ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, വി ബാർ എന്ന് പറയുമ്പം സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ വെലോസിറ്റി. ഇപ്പോൾ പൊസിഷൻ ടൈം എങ്ങനെയാണ് നമ്മൾ പറയുക, പൊസിഷൻ ഈ 2 പോയിന്റ്, ഞാനിപ്പം P1 P2ൻ്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റിയാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട് ഇവിടെ, അതാ ടൈം ആക്സിസിൽ എത്ര ടൈം ഉണ്ട് നോക്കുക. അപ്പം വി ബാറിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. അപ്പം എങ്ങനെ എടുക്കുന്നു നോക്കിക്കോ, x2 മൈനസ് x2 എത്രയാണ് ഇവിടെ ഇവർ കാണിച്ചിട്ടുണ്ട് ഈ വാല്യൂ. അപ്പം 27.4 മൈനസ് x1, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്രയുള്ളത് 10 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1, ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം 7 മൈനസ് 5. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 8.7 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് P1 to P2ൽ ഈ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ ഓർമ്മിക്കുക, ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്താണ്, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ ഒരു നോൺ യൂണിഫോം മോഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് 2 പൊസിഷൻസിലുള്ള ആവറേജ് സ്പീഡാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ഇനി ആവറേജ് സ്പീഡിൻ്റെ
ഇക്വേഷൻ, ഇത് നമ്മൾ ഗ്രാഫ് ബേസ്ഡ് ആണ് നമ്മൾ ചെയ്തത് അല്ലേ. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത്. നമുക്കൊരു ഇക്വേഷൻ വൈസ് ആണ് തരണമെങ്കിൽ, ഡാറ്റ തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി. അപ്പൊ ഇവിടെ വെലോസിറ്റി വരുമ്പോൾ എന്താ ഡിഫറൻസ്? വെലോസിറ്റി വരുമ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷൻ കൂടി പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് എന്ത്? ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഞാൻ പറയുമ്പോൾ തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ റീപ്ലേ എടുത്ത് കാണുക വീഡിയോ. ഓക്കെ, അപ്പം നമുക്കിത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് മൂവ്സ് ഫ്രം O to P in 18 seconds and returns from P to Q in 6 seconds. What are the average velocity and average speed of the car going from O to P and from O to P back to Q? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം 3.1 ആണ്. ഓക്കെ, അപ്പം 3.1 ഗ്രാഫ് വരക്കാൻ നമുക്ക്. ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഇതാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഓയും പിയും ക്യൂയും ആണ്. അപ്പം ഓ എന്നുള്ളത് എടുത്തിരിക്കുന്നത് 0 ആണ്. ഇത് 0 ആണ് പൊസിഷൻ. ഇവിടെ 40 പിയിലേക്ക് പി എന്നുള്ളത് എടുത്തിരിക്കുന്നത് പി 360 മീറ്റേഴ്സ് ആണ്. ക്യൂ എന്നുള്ളത് 240 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം പ്ലസ് എക്സ് ആക്സിസിൽ മീറ്ററിലാണ് എന്ത് തന്നിരിക്കുന്നത് നമ്മുടെ പൊസിഷൻസ്. ഇതിന് പുറത്തേക്ക് നമ്മളിവിടെ ഒരു R തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വാല്യൂ എഴുതുന്നില്ല. R എന്നുള്ള പൊസിഷൻ തന്നിരിക്കുന്നത് -120 ആണ്. അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കും പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കും നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് മൂവ്സ് ഫ്രം O to P in 18 seconds and returns from P to Q in 6 seconds. What is the average velocity and average speed of the car going from O to P and from O to P back and then back to Q? So first കേസിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി V ബാർ ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി. അതെന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. O to P ആണ് ചോദിച്ചിരിക്കുന്നത്. O to P യിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 360 മീറ്റേഴ്സ്. എത്ര ടൈമിൽ? 18 സെക്കൻഡിലാണ് എന്ത് O to P ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? 360 by 18, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആവറേജ് വെലോസിറ്റി കിട്ടി. ഇനി ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? ആവറേജ് സ്പീഡ് ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. അതും എത്രയാ? 360 by 18. അതും ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി കേസ് ബിയിൽ എന്താ പറ്റുന്നത് നോക്കാം. കേസ് ബിയിൽ ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. O to Pയിൽ പോയിട്ട് P എന്ന് Qയിലേക്ക് വരണം. ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരിക. ഡിഫറൻസ് വരിക എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി എടുക്കുമ്പം എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എത്രയാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പം കാറ് O എന്ന് പിയിലേക്ക് പോയി P എന്ന് ക്യൂവിലേക്ക് വന്നു. അപ്പം ഫൈനലി ഇപ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ക്യൂവിലാണ് ഇരിക്കുന്നത്. അപ്പം ഓയും ക്യൂവും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 240 മീറ്റേഴ്സ്. എത്ര ടൈം എടുത്തു? ക്വസ്റ്റ്യനിൽ 6 സെക്കൻഡ്സിലാണ് വരുന്നത്. 6. അപ്പം ഇതിന് നമ്മൾ ആവറേജ് വെലോസിറ്റി ടോട്ടൽ ടൈം എടുക്കുന്നത് എത്രയാ? O എന്ന് പിയിലേക്ക് പോവാൻ 18 സെക്കൻഡ് എടുത്തു. P എന്ന് ക്യൂവിലേക്ക് വരാൻ എത്ര സമയം എടുത്തു? 6 സെക്കൻഡ്സ് എടുത്തു. അപ്പം 240 ഡിവൈഡഡ് ബൈ 18 പ്ലസ് 6. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി. അപ്പം 240 ബൈ 18 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 24. 240 ബൈ 24 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതേപോലെ ആവറേജ് സ്പീഡ് എത്ര വരും? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാ? OP പ്ലസ് PQ ഡിവൈഡഡ് ബൈ ടൈം.
ഒ പി എത്രയാ? ഒ പി 360 പ്ലസ് 360 മൈനസ് 240 അല്ലേ? ഇത്രയും ദൂരം എത്ര വരും? ഇത് 120 വരും. 120 ഡിവൈഡഡ് ബൈ ടൈം ഇത് തന്നെ 18 പ്ലസ് 6 24. അപ്പൊ 360 മനസ്സിലായി വിചാരിക്കുന്നു. പി ടു ക്യൂ എത്ര എടുത്തു? 360 മൈനസ് പി ക്യൂ is equal to 360 minus 240 that's equal to 120. അതാണ് ഈ 120 എടുത്തിരിക്കുന്നത്. അപ്പോൾ 360 plus 120 divided by 24 അവിടെ കിട്ടുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം രണ്ട് കേസിലും എന്താണ് ഡിഫറൻസ്? ഈ രണ്ടാമത്തെ കേസിൽ ക്യൂവിൽ എത്തുമ്പോഴേക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേറെയാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് വേറെയാണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എവിടെ കാണുന്നു? അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ്, ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു ഞാൻ പറയുകയാണ് ഇത്ര സെക്കൻഡിൽ, ഇത്ര ഒരു 5th സെക്കൻഡിൽ എത്രയാണ് അതിന്റെ വെലോസിറ്റി. ഇതെല്ലാം നമ്മൾ വരുന്നത് യൂണിഫോം നോൺ യൂണിഫോം സ്പീഡിന്റെ കേസിലാണ് ഇൻസ്റ്റന്റേനിയസും ആവറേജ് വെലോസിറ്റിയും ഒക്കെ വരുന്നത്. അപ്പം എനിക്ക് P1 എന്നുള്ള ഒരു പൊസിഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എത്രയാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നോക്കണം. അപ്പം അവിടെ എന്താ പറയുക? അവിടെ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കും. ഓക്കെ, അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വെലോസിറ്റി അറ്റ് t is equal to 4 seconds is the slope of the tangent to the graph at that instant. ഇവിടെ P എന്നുള്ള ഒരു പൊസിഷന്റെ സ്ലോപ്പ്, അവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പാണ് എടുക്കുന്നത്. ഈ സ്ലോപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്? y ഡിവൈഡഡ് ബൈ എക്സ്, y ആക്സിസിൽ എന്താണോ ഉള്ളത് അതിന്റെ ഡിവൈഡഡ് ബൈ എക്സ് ആണ് എന്ത്? സ്ലോപ്പ്. എനിക്ക് ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ടാൻജന്റ് സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ടാൻജന്റ് വരക്കും, എന്നിട്ട് അതിന്റെ സ്ലോപ്പ് എടുക്കും. അതിന്റെ സ്ലോപ്പ്, അപ്പൊ ഞാൻ ഇതിന് ഈ പൊസിഷൻ ABC എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ AC. നമ്മള് 9th നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷനിൽ ഇതൊക്കെ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ഒക്കെ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പൊ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു BC ബൈ AC. y ബൈ എക്സ് എന്നുള്ളതാണ് എന്ത്? സ്ലോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പം ഇതിനെ തന്നെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി V ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ t ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ടൈം വളരെ കുറവ്, ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു 0 ആവില്ല, പക്ഷെ 0 ആവുമ്പോൾ ഉള്ള പൊസിഷൻ ചേഞ്ച് എത്രയാന്നുള്ളതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ അതിനെ dx ബൈ dt എന്ന് പറയും. ഈ സംഭവം നിങ്ങൾക്ക് പുതിയതാണ്. dx ബൈ dt പുതിയതാണ്. ഇത് ഡെറിവേറ്റീവ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഞാൻ ആദ്യം എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ് +1 ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫോർമുല, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ഞാൻ പറഞ്ഞത് ആ ക്ലാസ്സിൽ. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ക്ലാസ് കാണണം. അതിൽ ഞാൻ ഈ ഡെറിവേറ്റീവ് എന്താണെന്ന് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഫിസിക്സിൽ എപ്പോഴും എല്ലാ ചാപ്റ്ററിലും വേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പം dx ബൈ dt എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അതെന്താ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വിത്ത് എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ആദ്യത്തെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, അപ്പം dx ബൈ dt എന്നുള്ളതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിന്റെ ഫോർമുല. അത് എങ്ങനെ കാണാമെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇപ്പൊ പൊസിഷന് ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ 0.08 t³ ഇങ്ങനെ ഒരു ഇക്വേഷൻ തരികയാണെന്ന് വെച്ചോ. അപ്പം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx ബൈ dt, ദാറ്റ്സ് ഈക്വൽ ടു 0.08 ഇൻറ്റു d ബൈ dt ഓഫ് t³. അപ്പം ഫോർമുല പറഞ്ഞുതരാം. അപ്പം അത് കാണാത്തവർക്ക് ഇപ്പം തൽക്കാലം അപ്പം ഞാൻ വെറുതെ ചെയ്യുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പം d ബൈ dx ഓഫ് എക്സ് റേസ് ടു n എന്നുള്ളതിൻ്റെ ഫോർമുലയാണ് nx റേസ് ടു n-1. ഈ ഫോർമുല സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പഠിക്കണം. അപ്പം ഇവിടെ 0.08 എന്നുള്ളതൊരു നമ്പറാണ്, അതിന് ഡെറിവേറ്റീവ് ഇല്ല. അപ്പം നമ്മൾ ആ 0.08 അതുപോലെ എടുക്കും. n എത്രയാണ് ഇവിടെ? 3 t റേസ് ടു 3-2.
അപ്പോൾ എത്ര വരും? 0.08 ഇൻറ്റു 3t raised to 3 minus 2. 3 minus 2 എത്രയാ? nx raised to n 3 minus 1. സോറി, n minus 1 ആണ്. 3 minus 1, so t square എന്ന് വരും. അപ്പോൾ 0.08 ഇൻറ്റു 3 ഇൻറ്റു ടി സ്ക്വയർ. 0.08 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 0.24 ടി സ്ക്വയർ ആണ് എന്ത്? ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇനിയിപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ചോദിക്കുകയാണ്, 5th സെക്കൻഡിൽ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയാണ്? അപ്പോൾ ടി എന്നുള്ളതിന് 5 കൊടുക്കുക. സെക്കൻഡിൽ എത്രയാണ് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ടി എന്നുള്ളതിന് 2 കൊടുക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് മെത്തേഡിൽ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചിരിക്കണം. എനിക്കറിയില്ല, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യും. ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് മൂവിങ് along x axis is given by x is equal to a plus bt square, where a is equal to 8.5 meter, b is equal to 2.5 meter per second square, and t is measured in seconds. What is its velocity at t equals 0 seconds and t equals 2 seconds? What is the average velocity between t equal to 2 and t equals 4 seconds? അപ്പോൾ പൊസിഷൻ തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആയിട്ടാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. എന്റെ വാല്യൂ 8.5 മീറ്റർ ആണ്, ബിന്റെ വാല്യൂ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടി ഇസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. നമുക്ക് കണ്ടെന്താ? വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0 ആൻഡ് ടി ഈക്വൽ ടു 2 സെക്കൻഡ്സ്. അപ്പം വെലോസിറ്റി എന്നതിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഉണ്ടോ? ഇതെല്ലാം ഞാൻ വേറെ എവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, സോ ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം ഫുൾ ചെയ്തുതരാം. എ പ്ലസ് ബി ടി സ്ക്വയർ. അപ്പം ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ. ബി കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഓൾറെഡി എൻ റേസ് ടു അതിന്റെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇതെന്ത് വരും? 2t റേസ് ടു 2 മൈനസ് 1. അപ്പൊ എത്ര വരും? 2bt എന്ന് വരും. എന്ത്? വെലോസിറ്റി. വെലോസിറ്റി എത്രയാ? 2bt. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് പൊസിഷനും വെലോസിറ്റിയും കിട്ടി. വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് t is equal to 0 seconds? അപ്പൊ ഫസ്റ്റ് കേസ് എന്താ? t is equal to 0 second. വെലോസിറ്റി v is equal to 2 into b into t. അപ്പം 0 meter per second. ഇനി t is equal to 2 second. അപ്പം എന്ത് വരും? വെലോസിറ്റി is equal to 2 into b, 2.5 into 2. അപ്പം 4 into 2.5 എന്ന് വരും അല്ലേ? അപ്പം 4 into 2.5 എന്ന് പറഞ്ഞാൽ 10 meter per second. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് കേസ് വെലോസിറ്റി അറ്റ് ടി ഇസ് ഈക്വൽ ടു 0 സെക്കൻഡ് എത്ര കിട്ടി? 0 എന്ന് കിട്ടി. വെലോസിറ്റി അറ്റ് ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് 10 meter per second എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടി ഈക്വൽസ് 2 seconds ആൻഡ് ടി ഈക്വൽസ് 4 seconds? അപ്പം ആവറേജ് വെലോസിറ്റിന്റെ ഫോർമുല എന്താ? വി ബാർ ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. അപ്പൊ x2 എന്ന് പറഞ്ഞാൽ എന്താ? x2 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് ടി ഈക്വൽ 4 seconds. അപ്പൊ എക്സ് വെൻ ടൈം ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് വെൻ ടൈം ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. t2 മൈനസ് t1 എത്രയാ? 4 മൈനസ് 2. അപ്പൊ എക്സ് എന്നുള്ളത് 4ലുള്ളത് എന്താ? എക്സിന്റെ ഫോർമുല എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ. അപ്പം ടി എന്നുള്ളതിന് 4 കൊടുക്കണം. എ എത്രയാ? 8.5 പ്ലസ് ബി 2.5 ഇൻറ്റു ടി സ്ക്വയർ 4 സ്ക്വയർ മൈനസ് എക്സ് അറ്റ് 2 എത്രയാ? 8.5 പ്ലസ് 2.5 ഇൻറ്റു 2 സ്ക്വയർ the whole divided by 4 minus 2. 4 minus 2 എന്ന് വെച്ചാൽ 2.
മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പൊ എന്ത് വരും? 8.5 8.5 ക്യാൻസൽ ആവും. ഇവിടെ 16 × 2.5 4 × 2.5 വരും. അപ്പം ഈ 8.5 ക്യാൻസൽ ആയി. അപ്പൊ എത്ര വരും? നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 2.5 പുറത്തെടുക്കാം. 2.5 × 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പൊ 2.5 × 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇപ്പൊ 16 മൈനസ് 4 12, 12 ബൈ 2 6. അപ്പൊ 2.5 × 12 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 2.5 × 6 അത് എത്ര കിട്ടും എന്ന് വെച്ചാൽ 15 m/s കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിച്ചു, dx/dt. പിന്നെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല x2 - x1/t2 - t1. ഇതിങ്ങനെ ഇക്വേഷൻ തന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. x എന്നുള്ള പൊസിഷന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം ടൈം 4 സെക്കൻഡും 2 സെക്കൻഡും കൊടുത്തു. a+b t² എന്നുള്ളതിൽ t ടൈം ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക. എങ്ങനെയാ മെത്തേഡ് എന്ന് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കുക, സ്ലോ ആയിട്ട് കേൾക്കുക, എഴുതിയെടുക്കുക നോട്ടിൽ. ഇതെല്ലാം ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്താൽ മതി മെയിനായിട്ട്. അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇത് പഠിച്ചിരിക്കുന്നത്. ഇനി വരുന്നത് അതിലും ഇനിയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. നിങ്ങൾ ചലന സമവാക്യങ്ങൾ പഠിച്ചതല്ലേ? 9th ഗ്രേഡിൽ പഠിച്ചതാണ് ചലന സമവാക്യങ്ങൾ. അത് നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യുക. 11th എത്തുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കുറേ ഡെറിവേഷൻസ് വരും, കുറേ അങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സുകളാണ് കുറേ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ ആഴ്ച തന്നെ ഞാൻ അടുത്ത ക്ലാസ് കൂടി ഇടും. നമുക്ക് വലിയൊരു സിലബസാണ് തീർക്കാനുള്ളത്. അപ്പം റെഗുലറായിട്ട് ക്ലാസ് ഇടും. ഓക്കെ, അപ്പോൾ പഠിച്ചുകൊണ്ട് നമ്മൾ പെൻഡിങ് വെക്കാതെ പഠിച്ചുകൊണ്ട് പോവുക. അടുത്ത കണ്ടിന്യൂഷൻ വരുമ്പോഴേക്ക് പിന്നെ ഇനി ഒരുപാട് ബാക്കി വെക്കരുത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും NCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ SCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. എല്ലാം സെയിം ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഇപ്പോഴേ നമ്മൾ സെപ്റ്റംബറിലൊക്കെ ക്ലാസ് തുടങ്ങുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആക്സിലറേഷനും ഇക്വേഷൻസ് ഓഫ് മോഷനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതിൻ്റെ ഡെറിവേഷൻസ്. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം പഠിക്കാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെലോസിറ്റി വരെ പഠിച്ചു കഴിഞ്ഞു. വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, പിന്നെ ആവറേജ് വെലോസിറ്റി, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷനും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. അപ്പം ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ A = V - U / T എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള വേറൊരു ടേമാണ് ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആക്സിലറേഷനെ നമ്മൾ A ബാർ എന്നാണ് എഴുതുക. നമ്മൾ ആവറേജ് വെലോസിറ്റിക്ക് V ബാർ എന്ന് എഴുതിയില്ലേ, ഇങ്ങനെ മേലെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്? ആവറേജ് ആണ്. ആവറേജ് ആക്സിലറേഷൻ = V2 - V1 / T2 - T1 എന്ന് വെച്ചാൽ V2ഉം V1ഉം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റീസ് അറ്റ് ടൈം T2 ആൻഡ് T1 ആണ്. അപ്പം നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് y ആക്സിസ് ആൻഡ് ടൈം അലോങ് x ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ്, ഓക്കെ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടുക.
അപ്പം അതിലുള്ള രണ്ട് ടൈം T1 T2 എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസ് അതാണ് എന്ത് V2 V1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1, അല്ലെങ്കിൽ നമുക്കിതിനെ ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ T എന്ന് വിളിക്കാം. ഇതാണ് എന്ത് ആവറേജ് ആക്സിലറേഷൻ. ഇനി വേറൊരു സംഭവം ഉള്ളത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്നാണ് എഴുതുക. എ ബാർ ഇട്ടാൽ ആവറേജ് ആക്സിലറേഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ്സ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. കഴിഞ്ഞ വീഡിയോയിൽ ഓർമ്മയില്ലേ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റീനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഡി വി ബൈ ഡി ടി ആണ് എന്ത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ, നമ്മുടെ +1 ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യലും ഇൻ്റഗ്രേഷനും ഒക്കെ നമ്മൾ ഇനി വരുന്ന 3-ാമത്തെയും 4-ാമത്തെയും ചാപ്റ്ററിലാണ് നന്നായിട്ട് വരിക. അപ്പോൾ ഇതാ നോക്കൂ, ഇതാ വരാൻ തുടങ്ങിയിരിക്കുന്നു, ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണാത്ത ആൾക്കാർ ഫസ്റ്റ് വീഡിയോ, ഇതിൻ്റെ +1 പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ +1 ഫിസിക്സ് പഠിക്കാന്നുള്ള വീഡിയോയിൽ മാത്സ് ഫോർമുലാസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫോർമുലകളും പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമുലകളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡി വി ബൈ ഡി ടി അവിടെ എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ് കാണേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആക്സിലറേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, യൂണിഫോം ആക്സിലറേഷൻ എന്താ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക, യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പം അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻസ് നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ന്യൂമറിക്കലാണ് ചോദിക്കുക. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് മാക്സിമം ഞാൻ കവർ ചെയ്ത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് കവർ ചെയ്ത് പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ എന്താ, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി യു ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും കുറേ ആൾക്കാർക്ക് 9th പഠിച്ചത് അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി. 9th എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ 11th കണ്ടിന്യൂഷൻ ആണ്. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഈ ടീനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഓർ വി ഈക്വൽസ് യു പ്ലസ് എ ടി. ഇതാണ് എന്ത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈസി അല്ലേ, എത്ര വേഗം കിട്ടി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ഇക്വേഷനൊക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് മാത്രമേ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരുന്നത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷന് ഞാൻ എടുക്കാൻ പോകുന്ന ഫോർമുല, ഡെറിവേഷൻസ് പഠിച്ചിരിക്കണം കൃത്യമായിട്ട്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷന് ഞാൻ എടുക്കാൻ പോകുന്ന ഫോർമുല, ആവറേജ് വെലോസിറ്റി വി ബാർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഫോർമുലയാണ് എന്ത്, യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ആണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ളതിൽ ഇവിടെ ആവറേജ് വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പം ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കാം. അപ്പം യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം. ഓക്കെ, യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം. എന്തുകൊണ്ടാണ് ഞാൻ വി ബാറിനെ യു പ്ലസ് വി ബൈ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷനും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കിയോളൂ. നമ്മൾ ഈ വി എന്നുള്ളതിനെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഫസ്റ്റ് നമുക്ക് ഓൾറെഡി വി ഈക്വൽസ് യു പ്ലസ് എ ടി എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ത്, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് അല്ലേ.
ആ യു പ്ലസ് എ ടി എന്നുള്ളതിന് ഈ വിക്ക് പകരം ഞാൻ ഈ യു പ്ലസ് എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് പറ്റും? യു പ്ലസ് വിക്ക് പകരം യു പ്ലസ് എ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2. പിന്നെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു ടി ഉണ്ട്, അതിനെ മിസ്സാവരുത്. അപ്പോൾ എന്ത് പറ്റും? ആ ബ്രാക്കറ്റിൽ യുവും യു ഉണ്ട് അല്ലേ. അപ്പോൾ 2u പ്ലസ് എ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2. ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ടൈമിനെ മറക്കരുത്, ടി. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റും? 2u ബൈ 2 എന്ത് പറ്റും? യു അല്ലേ. അപ്പം ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യണം ബ്രാക്കറ്റിനെ. 2u ബൈ 2 ഇൻറ്റു ടി. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അത് കൂടെ ഡിവിഷനും എല്ലാം ചെയ്യാണ്. അപ്പോൾ 2 ബൈ 2 ക്യാൻസൽ ആവും, യു ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ യു ടി എന്ന് വരും. പ്ലസ് എ ടി ഇൻറ്റു ടി, എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പം എസ് ഈക്വൽസ് യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എന്ത്? എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, ആദ്യം തന്നിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അവിടെ വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെങ്കിൽ ഈ ഇക്വേഷനും യൂസ് ചെയ്യാം. ഈസി ഡെറിവേഷൻസ് അല്ലേ നമുക്ക്. ഇനി തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടൈം ഇല്ല. ഓക്കെ, വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടാണ്. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പിന്നെ നമുക്കുള്ള ഇക്വേഷൻ ഏതാ? വി ഈക്വൽസ് യു പ്ലസ് എ ടി. ഈ വി ഈക്വൽസ് യു പ്ലസ് എ ടിന്ന് ഞാൻ ടൈമിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. എന്താണ് വരിക? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ഇതെന്താണ്? ടൈമിൻ്റെ ഇക്വേഷൻ ആണ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമ്മൾ ടൈമിൻ്റെ ഇക്വേഷൻ എടുത്തു. എന്നിട്ട് ഈ ടൈമിന് പകരം ഈ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതിൽ ടൈമിന് പകരം ഈ വി മൈനസ് യു ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം എസ് ഈക്വൽസ് യു ടി, ടിക്ക് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ ടൈമിനെ എലിമിനേറ്റ് ചെയ്യാണ്. ഈ തേർഡ് ഇക്വേഷനിൽ ടൈം ഇല്ല. ഓക്കെ, ഹാഫ് എ ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് പറ്റും? ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. യു വി മൈനസ് യു സ്ക്വയർ ബൈ എ പ്ലസ് ഹാഫ് എ ഇൻറ്റു വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2uv ദ ഹോൾ ഡിവൈഡഡ് ബൈ എ. മനസ്സിലായല്ലോ? അപ്പം എന്ത് പറ്റും? യു വി മൈനസ് യു സ്ക്വയർ ബൈ എ. ഇവിടെ എ സ്ക്വയർ വരും, സ്ക്വയർ ഇല്ലേ, മൊത്തം സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ പ്ലസ് 1/2a ഇൻറ്റു വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2uv എന്ന് വരും. ഇനി നമുക്കിവിടെ 2a എന്നുള്ളത് LCM ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു 2a എന്നുള്ളത് LCM ആയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡത്തെ ടേമിന് ഫസ്റ്റ് ടേമിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 ഇൻറ്റു യു വി മൈനസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2uv. അപ്പോൾ എന്ത് പറ്റും? 2uv മൈനസ് 2u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ മൈനസ് 2uv ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ 2uvയും 2uvയും ക്യാൻസൽ ആവും. വി സ്ക്വയർ ഉണ്ട്, മൈനസ് 2u സ്ക്വയറും യു സ്ക്വയറും ആകുമ്പോൾ മൈനസ് യു സ്ക്വയർ ആവും. അപ്പോൾ നമുക്കിതിനെ യു സ്ക്വയർ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. ദാ മൈനസ് 2u സ്ക്വയറും യു സ്ക്വയറും ആയ മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഞാൻ എടുക്കാൻ ചെയ്യാൻ പോകുന്നത് ഈ 2aനെ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടും. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇതാണ് എന്ത്? നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പം 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഏതൊക്കെ? എസ് ഈക്വൽസ് വി ഈക്വൽസ് യു പ്ലസ് എ ടി, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇതൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് നമുക്കിതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാൽക്കുലസ് മെത്തേഡ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ യൂസിങ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലസ്. ഞാൻ പറഞ്ഞില്ലേ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ പറഞ്ഞില്ലേ. അപ്പം
അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഗ്രേഡ് 11ലേക്ക് ഒരു +1 ലെവലിലേക്ക് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും നേരം ചെയ്ത ഡെറിവേഷൻസ് ഒക്കെ 9th സ്റ്റാൻഡേർഡ് ലെവലാണ്. പക്ഷെ അത് പഠിക്കേണ്ടെന്നല്ല, ഇവിടെയും അത് പഠിക്കണം നന്നായിട്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇത്തിരി കൂടി ഹയർ ലെവലിലേക്ക് വരുന്നത് ഈ എന്താ പറയുക, കാൽക്കുലസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷന്റെ ഇക്വേഷൻ dv/dt എന്നുള്ളൊരു ഇക്വേഷൻ എഴുതിയത് ഓർമ്മയുണ്ടോ? അപ്പം ഇതിനെ നമ്മൾ a dt is equal to dv എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ dv is equal to a dt. ഈ dvയും dtയും കണ്ടിട്ടൊന്നും ആരും വിഷമിക്കണ്ട. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. അപ്പൊ ലിമിറ്റ് Δt ടെൻസ് ടു 0 Δv/Δt നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ ഡിഫൈൻ ചെയ്തതാണ് ഓൾറെഡി അല്ലേ. അപ്പൊ അതെന്നാണ് ഞാൻ a = dv/dt എടുത്തത്. അപ്പൊ ഇതെന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി. എവിടെ നിന്ന് എവിടെ വരെയാണ് നമുക്ക് ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാം? ഇനീഷ്യൽ വെലോസിറ്റി ടു ഫൈനൽ വെലോസിറ്റി അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റിന്ന് നമ്മൾ v0 എന്ന് എടുത്തുക കഴിഞ്ഞ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം t = 0 ആകുമ്പോൾ എത്രയാണ് ഈ വെലോസിറ്റി എന്നുള്ളതാണ് എന്ത്, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ v0 to v dv is equal to integral time t equal to 0 to t a dt. ഇതാണ്. ഇത് നമ്മൾ പഠിച്ചേ മതിയാവൂ. എനിക്ക് ഇന്റഗ്രേഷൻ അറിയില്ല, ഡിഫറൻസിയേഷൻ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും അറിയില്ല. ഈ +1 എത്തുന്ന സമയത്ത് ആർക്കും ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും അറിയില്ല. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകണം. പുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വലിയ സിലബസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അറിയില്ല, ഞാൻ എന്നെ ആരും പഠിപ്പിച്ചില്ല എന്നും പറഞ്ഞിട്ട് ആരും വരണ്ട. ഇനി നിങ്ങൾ മാത്സിൽ 12th എത്തുമ്പോൾ മാത്സിലാണ് നിങ്ങളിത് പഠിക്കാൻ പോകുന്നത് ശരിക്കും. പക്ഷെ നമുക്ക് ഫിസിക്സിന് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നമ്മൾ അതിജീവിച്ചേ പറ്റുള്ളൂ, ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കൊറോണ വരുന്നു, പിന്നെയാണ് ഇപ്പൊ ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാലേ കൊറോണനെ നമുക്കിപ്പം തോപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രേഷൻ ഇതൊക്കെ അങ്ങോട്ട് പഠിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം v0 to v പിന്നെ നമ്മൾ എന്ത് ചെയ്തു, dvനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ dv എന്ന് പറഞ്ഞാൽ എന്താ, കുഞ്ഞു ചെറിയ സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ വെലോസിറ്റീനെ. അതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് പറ്റും, v ആവും. കുഞ്ഞു വികളെല്ലാം കൂടി ആഡ് ചെയ്താൽ v ആയി, വെലോസിറ്റി ആയി, ടോട്ടൽ വെലോസിറ്റി ആയി. അപ്പം എത്ര തൊട്ട് എത്ര വരെ നമുക്ക് v0 to v. v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഞാനിവിടെ u v എടുക്കുന്നില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ v0 എന്ന് കാണാം, എസിന് പകരം x0 - x എന്ന് കാണാം, x - x0 എന്ന് കാണാം. അതൊന്നും കൺഫ്യൂസ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഇക്വേഷൻ uം vയും s ഒക്കെ എടുത്ത് ചെയ്തു തന്നത്. ആദ്യം കുറച്ച് സമയം എടുക്കും നമ്മൾ 11th +1 അതൊന്ന് ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം v0 to v ഇന്റഗ്രേറ്റ് ചെയ്തു. a എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ dt, ഇവിടെ നമ്മൾ ഇന്റഗ്രൽ dvനെ നമ്മൾ എന്തെഴുതി, v എന്ന് എഴുതി. അതേപോലെ ഇന്റഗ്രൽ dt-നെ t എന്ന് എഴുതും. പിന്നെ നമ്മൾ പറയാ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ്. അപ്പൊ ഇന്റഗ്രൽ 0 to t, എവിടെ തൊട്ട് എവിടെ വരെ, ടൈം 0 to ടൈം t സെക്കൻഡ്സ് വരെ ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എന്ത് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നോക്കിക്കോളൂ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. v മൈനസ് v0, അപ്പർ ലിമിറ്റ് v മൈനസ് ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു അപ്പർ ലിമിറ്റ് എത്രയാണ്, ടീൻ്റെ t മൈനസ് 0. അപ്പൊ v മൈനസ് v0 ഇസ് ഈക്വൽ ടു a ഇൻറ്റു t. അപ്പൊ എന്ത് ടി, v ഇസ് ഈക്വൽ ടു v0 പ്ലസ് എ ടി. v0 പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ u പ്ലസ് എ ടി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാലോ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കാൻ പോവാണ് v ഈക്വൽസ് dx ബൈ dt, അല്ലെങ്കിൽ dx ഇസ് ഈക്വൽ ടു v dt. ഇതാണ് നമ്മുടെ എന്ത്, നമ്മുടെ ഡിസ്റ്റൻസ് ടൈം റിലേഷൻ ആണ്. അത് കാരണമാണ് എന്ത്, വെലോസിറ്റിന്റെ ഇക്വേഷൻ എടുത്തത്. ഇതേപോലെ ഞാനിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണ്. ഇന്റഗ്രൽ ഇനീഷ്യൽ പൊസിഷൻ x0 to x dx ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t v dt. ഇവിടെ ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ വിക്ക് പകരം v0 പ്ലസ് എ ടി കൊടുക്കും. ഇന്റഗ്രൽ 0 to t v0 പ്ലസ് എ ടി dt. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം
ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനെ ബ്രാക്കറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഇന്റഗ്രൽ 0 to t v0 dt പ്ലസ് at dt. ഇതിനെ നമ്മൾ ചെയ്യുമ്പം ഇന്റഗ്രൽ x0 to x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x. എത്ര തൊട്ട് എത്ര വരെ? x0 to x ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇനി ഇന്റഗ്രൽ v0 dt എന്ന് പറഞ്ഞാൽ v0 into t from 0 to t പ്ലസ് ഇന്റഗ്രൽ 0 to t at dt. ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n plus 1 divided by n plus 1 ആണ്. ഓക്കെ, ഇന്റഗ്രൽ x raised to n is equal to x raised to n plus 1 divided by n plus 1. ഓക്കെ, അപ്പം അതേ ഫോർമുല വെച്ചിട്ട് ഇന്റഗ്രൽ a എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, t dt അല്ലെ, ടി ഡി ടി ടി റേസ് ടു 1 ആണ് അല്ലെ. അപ്പൊ ടി റേസ് ടു 1 പ്ലസ് 1 എത്ര? ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 എത്ര? 1 പ്ലസ് 1 ഇന്റഗ്രൽ എ സ്ക്വയർ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. എൻ പ്ലസ് 1 എത്രയാ? 2 ബിറ്റ്വീൻ 0 ടു ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഞാൻ ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തു. ഇനിയിപ്പോ എന്ത് പറ്റും നമുക്ക്? ഇവിടെ വന്നിരിക്കുന്നത് എക്സ്, ഇന്റഗ്രൽ എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ് x0 ടു എക്സ്. അപ്പൊ അതിനെ നമുക്ക് എക്സ് മൈനസ് x0 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു v0 ഇൻറ്റു ടി മൈനസ് 0 പ്ലസ് എ ബൈ 2 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 0 എന്ന് വരും. നമ്മൾ ആ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് അപ്ലൈ ചെയ്ത്. അപ്പൊ എന്ത് പറ്റും? എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു v0 ഇൻറ്റു ടി പ്ലസ് എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതെന്താ? ഇത് നമ്മുടെ എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞാൽ എസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള സെക്കൻഡ് ഇക്വേഷന്റെ ഡെറിവേഷൻ. ഇനി നമുക്ക് തേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. തേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? തേർഡ് ഇക്വേഷന്റെ കേസിൽ നമുക്ക് തേർഡ് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ ആണ്. അപ്പൊ ഞാൻ ആക്സിലറേഷന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇതിനെ ഞാനൊരു ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ പോകണം. ഇത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമല്ല, ഇനി ഇതിൽ വരുന്ന ചാപ്റ്ററുകളിലാണ് ഡെറിവേഷൻ ഒക്കെ കിടക്കുന്നത്. റൊട്ടേഷണൽ മോഷൻ ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ടാവും. ഒന്നുമല്ല, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇത് പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണം? ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് നമ്മൾ മാത്സിൽ ചെയ്ത് പഠിക്കുന്നത് പോലെ ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം. ഇതിന് എന്താ പറയുക? ഇതാണ് എന്ത്? വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും, ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, ഡി വി ബൈ ഡി ടി. ഇനി ഈ ഡി ടിനെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, അപ്പം വെലോസിറ്റി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. സോറി, ഇവിടെ എന്താ പറ്റിയത്? പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഈ ഡി എക്സ് ബൈ ഡി ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഡി എക്സ് ബൈ ഡി ടിനെ എടുത്തിട്ട് വെലോസിറ്റി എന്ന് എഴുതി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. പിന്നെ എന്ത് വരും? ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ്. ഇനി ഈ ഡി എക്സിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ എ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി ഡി വി എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി എപ്പോഴും നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇന്റഗ്രൽ എ ഡി എക്സ്, ഇന്റഗ്രൽ x0 ടു എക്സ് എ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ v0 ടു വി വി ഡി വി. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ് x0 ടു എക്സ് ഇസ് ഈക്വൽ ടു വി ഡി വി. ഇന്റഗ്രൽ വി ഡി വി നമ്മുടെ നേരത്തെ ഫോർമുല, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പൊ എത്ര വരും? വി റേസ് ടു 1 പ്ലസ് 1 വി റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് v0 ടു വി. ഓക്കെ, അപ്പം എ ഇൻറ്റു എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 മൈനസ് v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് പറ്റും?
ഈ 2 ലെഫ്റ്റിലേക്ക് എടുക്കാം. 2a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ, അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. ഇതെന്താ നമ്മുടെ സംഭവം? വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a. യെസ്, എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവിംഗ് യൂസിങ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലസ്. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നോട്ടിൽ എഴുതിയെടുത്ത് എല്ലാം ചെയ്യുക, 1 by 1 ആയിട്ട് ചെയ്യുക. ഈ രണ്ടും നമ്മൾ പഠിച്ച ആദ്യത്തെ ഡെറിവേഷനും രണ്ടാമത്തെ കാൽക്കുലസ് മെത്തേഡിലെ ഡെറിവേഷനാണ് നമുക്ക് ഈ +1 ലെവലിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രീ ഫോളും റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു എല്ലാ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസുകളും ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ ന്യൂമറിക്കലാണ് നന്നായിട്ട് ചോദിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ ഫ്രീ ഫോളും റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റും കൂടിയും പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടി സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ ഫ്രീ ഫോളും റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സിലെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള പാഠഭാഗത്തിലെ ഫ്രീ ഫോളും റിലേറ്റീവ് വെലോസിറ്റിയും എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഓഫ് മോഷൻ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഇതിൽ ഫ്രീ ഫോളും റിലേറ്റീവ് വെലോസിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, അപ്പം ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഇതിൽ നന്നായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡ് തന്നെയുണ്ട് അതിന്റെ മീനിങ്. ഫ്രീ ഫോൾ, ഫ്രീ ആയിട്ട് വീഴുക അല്ലേ? ഇഫ് എ ബോഡി ഫോൾസ് കംപ്ലീറ്റ്ലി അണ്ടർ ഗ്രാവിറ്റി ദെൻ ഇറ്റ്സ് കോൾഡ് ആസ് ഫ്രീ ഫോൾ. നമ്മളൊരു സാധനം, ഒരു ബോളോ ഒരു സ്റ്റോണോ ഒരു ഏലയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്യുക, ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളത് അതിനെ അങ്ങോട്ട് വിടുമ്പോഴേക്കും എന്ത് പറ്റും? അത് പിന്നെ അത് ഗ്രാവിറ്റീന്റെ കൺട്രോളിൽ മാത്രമാണ്, വേറെ അവിടെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് വരികയാണ്. അപ്പൊ താഴേക്ക് വരുമ്പം ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീന്റെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s² ആണ് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്താണ് നമ്മൾ ഫ്രീ ഫോളിനെ പറ്റി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ? ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി falls completely under gravity then it is called as free fall. And the free fall is a uniformly accelerated motion in the vertical direction, and the acceleration with which a body moves under free fall is the acceleration due to gravity, and acceleration due to gravity is equal to 9.8 m/s². അപ്പോൾ നമ്മൾ ഇത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്താണ്? വെർട്ടിക്കൽ മോഷൻ ആണ്, പക്ഷെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഒറ്റ ലൈനിലല്ലേ നമ്മൾ വരുന്നത്. അവിടെ വേറെ എക്സും വൈക്കും ഡീവിയേഷൻ ഒന്നും വരുന്നില്ല. ഒറ്റ വൈ ആക്സിസിലാണ് നമുക്ക് ഈ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുള്ള എല്ലാ ഇക്വേഷൻസും ഫ്രീ ഫോളിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ഫ്രീ ഫോൾ എന്തൊക്കെയാണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഓഫ് മോഷൻ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ? V = u + at, S = ut + ½ at², v² - u² is equal to 2as അല്ലെ? അപ്പം ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയും ഫ്രീ ഫോൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി is equal to 0. Initial velocity 0, acceleration a is equal to acceleration due to gravity. നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ v = u + at എന്നുള്ളതിന് എന്ത് പറ്റും? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ വരിക? ഇക്വേഷൻ ഫോർ ഫ്രീ ഫോളില് v = u + at. u ഇനീഷ്യൽ വെലോസിറ്റി 0, u + at, a എത്രയാ? g
ടി. അടുത്ത ഇക്വേഷൻ എന്താ? എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റ് എന്നല്ലേ താഴോട്ട് വീഴുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാം? എച്ച് ആണ് ഹൈറ്റ് എങ്കിൽ എച്ച് ഈക്വൽസ് യു ടി. യു എന്താ? യു 0 ആണ് അല്ലെ? യു 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം അവിടെ പോയി. ഹാഫ് എ എന്ന് പറഞ്ഞാൽ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ടി സ്ക്വയർ. ഇതാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ വരിക. അടുത്ത ഇക്വേഷൻ എന്ത് വരും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പൊ എന്ത് പറ്റും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ 0 ഇസ് ഈക്വൽ ടു 2 ആക്സിലറേഷൻ ജി എച്ച്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ഫ്രീ ഫോൾ വരിക. അപ്പൊ ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് ന്യൂമറിക്കലാണ് ഇതിന് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഈസിയാണ്. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ത്? ഫ്രീ ഫോളിന്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് അണ്ടർ ഫ്രീ ഫോൾ, നെഗ്ലക്ട് എയർ റെസിസ്റ്റൻസ്. അപ്പൊ അവിടെ വേറെ ഒരു ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമത്തെയാണ്. ഫിസിക്കൽ വേൾഡ് സാധാരണ നമ്മൾ വായിച്ചു വിടാറേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എന്ത്? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ എന്താ? രണ്ട് വണ്ടികൾ നമ്മളിപ്പം ബസ്സിലും കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു വണ്ടി നമ്മുടെ നേരെ അതേ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ അതിന്റെ സ്പീഡ് ഫീൽ ചെയ്യാം. അതേസമയം വേറൊരു വണ്ടി ഓപ്പോസിറ്റിൽ ഭയങ്കര സ്പീഡിൽ വരികയാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അല്ലെ? ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നും. ചിലപ്പോൾ അത് അത്രയൊന്നും സ്പീഡിലായിരിക്കില്ല. പക്ഷെ നമ്മൾ ഒരു വണ്ടിക്കകത്ത് ഓൾറെഡി മൂവ് ചെയ്യുന്ന ഒരു വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ വേറൊരു വണ്ടി സ്പീഡിൽ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? അതിന്റെ സ്പീഡ് കൂടുതലായിട്ട് തോന്നും. അത്രയേ ഉള്ളൂ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് വിത്ത് റെസ്പെക്ട് ടു ദ അതർ വൺ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കാർസിന് നമുക്ക് A B എന്ന് വിടാം. അപ്പൊ നമ്മള് ഇപ്പൊ സിമ്പിൾ ആണ് ഇതിന്റെ ഫോർമുല, ആരും ഒന്നും പഠിക്കേണ്ടത്, ഈസിയാണ്. വെലോസിറ്റി ഓഫ് ദ കാർ A വിത്ത് റെസ്പെക്ട് ടു B ഇസ് ഈക്വൽ ടു VA മൈനസ് VB. ഇതാണ് നമ്മുടെ ഫോർമുല. വെലോസിറ്റി ഓഫ് ദ കാർ A വിത്ത് റെസ്പെക്ട് ടു B ഇസ് ഈക്വൽ ടു VA മൈനസ് VB. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. നമ്മള് കാർ A പിന്നെ ഒരു 60 km/h പോകണമെന്ന് വെച്ചു. 60 km/h. ഇവിടെ ഒരു 20 km/h. അപ്പോൾ ഈ കാർ ഫസ്റ്റ് കാറിനുള്ളിൽ ഇരിക്കുന്ന ഒരാൾക്ക് സെക്കൻഡ് കാർ എത്ര സ്പീഡിൽ പോകുന്നുണ്ടാവും? VAB എത്ര വരും? 60 മൈനസ് 20 എത്ര വരും? 40 km/h വരും. ഓക്കെ, അതേപോലെ ഈ കാർ C-ന്നും D-ന്നും കൊടുക്കുക ഇതിന്. അപ്പൊ ഇത് രണ്ടും എന്താ വരുന്നത്? ഇത് രണ്ടും ഓപ്പോസിറ്റാ വരുന്നത് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് പറയാം, ഇതേ സ്പീഡ് നമുക്ക് എടുത്തു നോക്കാം. ഇതിന്റെ എന്താ? വെലോസിറ്റി ഓഫ് C 60 km/h, വെലോസിറ്റി ഓഫ് D 20 km/h. ബട്ട് എന്താ, ഇത് ഇങ്ങോട്ടല്ലേ വരുന്നത്? അപ്പൊ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് പറ്റും? VCD ഇസ് ഈക്വൽ ടു VC മൈനസ് VD. VC എത്രയാ? 60 മൈനസ് VD എത്രയാ വരും? മൈനസ് 20 വരും. എന്തുകൊണ്ടാ? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? 60 പ്ലസ് 20 80 km/h. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് ദ കാർ C വിത്ത് റെസ്പെക്ട് ടു D. അപ്പൊ ഇതാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. A ball is thrown vertically upward with a velocity of 20 meters per second from the top of a multi-story building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise and how long will it be before the ball hits the ground? Take G is equal to 10 meters per second square. A ball is thrown vertically upwards with a velocity of 20 meters per second. അതായത് ഒരു ബോളിന് നമ്മൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി 20 m/s മുകളിലോട്ട് എറിയാണ്. അപ്പൊ എവിടെ നിന്നാണ് എറിഞ്ഞിരിക്കുന്നത്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് എറിഞ്ഞിരിക്കുന്നത്. ബിൽഡിങ്ങിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡയഗ്രാം വെച്ച് നോക്കാം. ഇതാണ് ഈ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന് എത്ര ഹൈറ്റ് ഉണ്ട്? 20 meters ഉണ്ട്. ഇതാണ് എന്ത്? ഗ്രൗണ്ട് ലെവല്. ഇത് ഗ്രൗണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് എന്ത് എറിയാൻ പോണതാ. എറിഞ്ഞിട്ട് എന്ത് പറ്റി? അതൊരു ഹൈറ്റിലേക്ക് പോയിട്ട് താഴോട്ട് തിരിച്ചു വന്നു അല്ലെ?
അപ്പോൾ ഈ മുകളിൽ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഫൈനൽ വെലോസിറ്റി അവിടെ ഏറ്റവും മുകളിൽ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. ഓക്കെ, അപ്പം ആദ്യം ഇവിടുന്ന് 25 മീറ്റർ എന്നാണ് നമ്മൾ എറിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മോഷനെ നമുക്ക് എ ബി സി എന്നുള്ള ഒരു 3 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം എ ടു ബി ഉള്ള മോഷൻ എടുക്കാം. അതായത് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞിട്ട് ഈ ബിയിലേക്ക് വരെ എത്തുന്ന വരെ. അപ്പം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ബിയിലെത്തുമ്പം ആണ് അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. എന്തുകൊണ്ടാ? മാക്സിമം ഹൈറ്റിൽ എത്തുമ്പം അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇത് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോണത് അല്ലെ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -g. ജി എന്നുള്ളത് 10 ആണ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ സൗകര്യവും. -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ് മൈനസ് എടുത്തിരിക്കുന്നത്? ഇറ്റ്സ് മൂവിങ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, മുകളിലോട്ടാണ് പോണത്. നമ്മുടെ ഇക്വേഷൻ എന്താ? എസ് ഈക്വൽസ് ut പ്ലസ് ½ at². അപ്പൊ ഈ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് നമുക്ക് ടി കണ്ടുപിടിക്കണം. ടി കണ്ടുപിടിച്ചാലേ നമുക്ക് എസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ടി തന്നിട്ടില്ല അല്ലെ. ടി കണ്ടുപിടിക്കാൻ എന്ത് പറ്റും? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. വി ഈക്വൽസ് യു പ്ലസ് എ ടി എടുക്കാം. വി എത്രയാ? 0. യു എത്രയാ? 20. ആക്സിലറേഷൻ എത്രയാ? -10 ഇൻറ്റു ടി. അപ്പം 20 ഇസ് ഈക്വൽ ടു 10t അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 2 seconds എന്ന് കിട്ടും. അപ്പം ഹൗ ഹൈ വിൽ ഇറ്റ് ദ ബോൾ റൈസ് എന്നുള്ളതിന് ആൻസർ ആയിട്ടില്ല. നമ്മൾ എസ് ഈക്വൽസ് യു ടി പ്ലസ് ½ at² എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 എസ് ഇസ് ഈക്വൽ ടു, ഇത് ഈ എസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും വരാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇവിടെ ബി വരെ ഉള്ളത്. ഓക്കെ, എസ് ഈക്വൽസ് യു ടി. യു എത്രയാ? 20. ടി എത്രയാ? 2 seconds പ്ലസ് ½ at². എ -10. ഇവിടെയാണ്, ഇവിടെ മൈനസ് എടുത്തില്ലെങ്കിൽ ആൻസർ മുഴുവൻ മാറും. -10 ഇൻറ്റു t², 2². അപ്പൊ എത്ര വരും? 40. ഇവിടെ ഒരു 2 ക്യാൻസൽ ആവും. 40 - 20 വരും. അപ്പൊ 20 മീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് ഈ മുകളിൽ വരെയുള്ള. നമുക്ക് അതിനെ h1 എടുക്കാം. കുറെ ഹൈറ്റ് വരുന്നുണ്ട് ഇവിടെ. ഒരു ഹൈറ്റ് എന്തായി? 20 മീറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ അവിടുന്ന് മേലോട്ട് എത്രയായി? 20 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ എ എന്നുള്ളതിന്റെ ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ എ, ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എത്ര ഹൈറ്റ് വരെ പോയി? 20 മീറ്റർ മുകളിലോട്ട് പോയി. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ടൈം നമുക്ക് അതിനെ T1 എന്ന് വിളിക്കാം കേട്ടോ. അതെങ്ങോട്ടാ? എ നിന്ന് ബിയിലേക്ക്. ഇനിയുള്ള അടുത്ത മോഷൻ എങ്ങോട്ടാ? ബി ടു സി. ബി ടു സിയില് നെക്സ്റ്റ് പേജ് പോവാം. ബി ടു സിയിൽ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് എടുക്കാം. നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അപ്പൊ ബി ടു സിയിൽ വരുമ്പം ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഫൈനൽ വെലോസിറ്റി 0 എന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത സെറ്റ് എന്താ കണ്ടുപിടിക്കുന്നത്? ബി ടു സി എന്നുള്ളത് നെക്സ്റ്റ് സെറ്റ് മോഷനായിട്ട് എടുത്താൽ അവിടെ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം ട്രാവലിംഗ് ഫ്രം ബി ടു സി ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഞാൻ ഇവിടെ ഒന്നുകൂടി വരക്കണ്ട. ഇവിടെ 25 മീറ്ററിലെ ബിൽഡിങ്ങിന്ന് ഇതിങ്ങനെ പോയി ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് അങ്ങനെ താഴോട്ട് വരികയാണ് അല്ലെ. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടുന്ന് എ ടു ബി ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് പറ്റി? ശരിക്കും വെർട്ടിക്കൽ മോഷനാണ്, ഇങ്ങനെ കർവായിട്ട് വരില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കുന്നതാണ്. അപ്പം എ ടു ബിയില് ഇവിടെ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം എ ടു ബി മോഷൻ എടുക്കുമ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി ആയിരുന്നു. ഇനി ബി ടു സി എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ യു ഈക്വൽ 0. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? ഇവിടെ 25 മീറ്റർ ഉണ്ട്. ഈ ഹൈറ്റ് നമ്മൾ എത്ര ഹൈറ്റ് വരെ പോകുന്ന നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് എത്രയായിരുന്നു? 20 മീറ്റർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 25. ദാറ്റ്സ് ഈക്വൽ ടു 45 മീറ്റേഴ്സ്. എ ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ. എന്തുകൊണ്ടാ? താഴോട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ നെഗറ്റീവ് എടുക്കണ്ട. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് എസ് ഈക്വൽസ് യു ടി പ്ലസ് ½ at² എടുക്കാം. യു ടി പ്ലസ് ½ at². ഇവിടെ നമ്മൾ ടി ആണ് കണ്ടുപിടിക്കുന്നത്. ടി എന്ന് വെച്ചാൽ താഴോട്ട് ബിന്ന് സിയിലേക്ക് വരാനുള്ള ടൈം. ഓക്കെ, അപ്പൊ യു എത്രയാ? 0. ഇവിടെ എസ് എന്നുള്ളത് 45 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. പ്ലസ് ½ ഇൻറ്റു 10 ഇൻറ്റു t². അപ്പൊ t² ഇസ് ഈക്വൽ ടു 9 എന്ന് വരും. ടി ഇസ് ഈക്വൽ ടു 3 seconds എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് T2 എന്ന് വിളിക്കാം. ഇവിടെ T1 മുകളിലോട്ട് പോകാൻ T1 കണ്ടുപിടിച്ചിട്ടുണ്ട്.
എന്നിട്ട് അവിടുന്ന് താഴോട്ട് വരാൻ T2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ടോട്ടൽ ടൈം ടേക്കൺ T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. മുകളിലോട്ട് പോകാൻ ഒരു ടൈം T1, അതിന് മുകളിൽ നിന്ന് ഫുൾ ഡിസ്റ്റൻസ് താഴോട്ട് വരാൻ T2. അപ്പോൾ എത്ര വരും? 2 സെക്കൻഡ്സ് പ്ലസ് 3 സെക്കൻഡ്സ്. എത്ര വരും? 5 സെക്കൻഡ്. ടോട്ടൽ ടൈം എത്രയാണ്? 5 സെക്കൻഡ്സ്. അപ്പം ഫസ്റ്റ് ആൻസർ നമ്മൾ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്നുള്ളത് 20 മീറ്റർ വരെ റൈസ് ചെയ്യും. എത്ര ടൈം എടുക്കും താഴേക്ക് വരാൻ? 5 സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ മനസ്സിലായി എന്നായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ദ ഡിസ്റ്റൻസസ് ട്രാവേഴ്സ്ഡ് ഡ്യൂറിംഗ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം by a body falling from rest stand to one another in the same ratio as the odd numbers beginning with unity, namely 1:3:5:7 etc. Prove it. Another question vaikam. The distances traversed during equal intervals of time by a body falling from rest stand to one another in the same ratio as the odd numbers beginning with unity. When the question nu manasilayathu, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ആവുമ്പോൾ ഫസ്റ്റ് നമ്മളത് ഒരു ആദ്യത്തെ ഇനീഷ്യൽ 1 സെക്കൻഡിൽ ഫസ്റ്റ് 1 സെക്കൻഡിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 1 സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ 2 സെക്കൻഡ്സ് ആവും. നെക്സ്റ്റ് 1 സെക്കൻഡ്, നെക്സ്റ്റ് 1 സെക്കൻഡ്, നെക്സ്റ്റ് 1 സെക്കൻഡ്. അപ്പോൾ ആ സമയത്ത് ഈ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസില്ലേ, ഈ ഡിസ്റ്റൻസുകൾ എന്ത് റേഷ്യോയിൽ വരുന്ന പറയണത്? 1:3:5:7 etc. ഈ ഇതിന്റെ റേഷ്യോ, ഈ ഡിസ്റ്റൻസ് ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ ഓഡ് നമ്പേഴ്സിലാവും എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ ഇത് ഈസിയാണ്. ക്വസ്റ്റ്യൻ കണ്ടു പഠിക്കൊന്നും വേണ്ട. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അപ്പം ഡിസ്റ്റൻസസ് ട്രാവേഴ്സ് ഡ്യൂറിംഗ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ബൈ എ ബോഡി ഫാളിംഗ് ഫ്രം റെസ്റ്റ് സ്റ്റാൻഡ് ടു വൺ അനദർ ഇൻ ദ സെയിം റേഷ്യോ ആസ് ദ ഓഡ് നമ്പേഴ്സ് ബിഗിനിങ് വിത്ത് യൂണിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നത് y ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ എന്ന് വെച്ചാൽ S ഈക്വൽസ് UT പ്ലസ് ഹാഫ് AT സ്ക്വയറില് y എന്നുള്ളത് എന്താ? y ഡയറക്ഷനിലല്ലേ ഫ്രീ ഫോൾ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം എഴുതിയ ഇക്വേഷൻ ഓഫ് മോഷനില്ലേ H ഈക്വൽസ് ഹാഫ് GT സ്ക്വയർ. അപ്പൊ നമ്മൾ ടൈം T ഈസ് ഈക്വൽ ടു 0 ആകുമ്പം y ഈസ് ഈക്വൽ ടു 0 അല്ലെ? ഇവിടെ Tക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ y 0 കിട്ടും. നമുക്കിത് റേഷ്യോ പ്രൂവ് ചെയ്യാൻ വേണ്ടത്. പിന്നെ ടൈം T ഈസ് ഈക്വൽ ടു T സെക്കൻഡ്സ് ആവുമ്പം y എന്ത് വരും? y ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ. ആ Tക്ക് ക്യാപിറ്റൽ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതിനെ നമുക്ക് y0 എന്ന് വിളിക്കാം ആദ്യത്തെ. ഇനി ടൈം T ഈസ് ഈക്വൽ ടു 2T, ഇവിടെയാണ് നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് അല്ലെ? അപ്പൊ y എന്ത് വരും? y ഈസ് ഈക്വൽ ടു ഹാഫ് G ഇൻറ്റു Tക്ക് പകരം 2T എന്ന് കൊടുക്കണം. 2T ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര വരും? ഹാഫ് G ഇൻറ്റു 4T സ്ക്വയർ. അപ്പൊ എന്ത് പറ്റും? ഈ ഹാഫ് GT സ്ക്വയർ എന്നുള്ളത് എന്താണ്? y0 ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ എഴുതാൻ പോണത് 4 ഇൻറ്റു ഹാഫ് GT സ്ക്വയർ. അപ്പോൾ 4 ഇൻറ്റു ഹാഫ് GT സ്ക്വയർ എന്താണ്? y0. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ? ഇവിടെ എന്താ 2 ക്യാൻസൽ ചെയ്തുകൂടെ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിൽ വരുന്നുണ്ടാവും അല്ലെ? ക്യാൻസൽ ചെയ്യേണ്ട, നമുക്കിവിടെ ഒരു പ്രൂഫാണ്. നമ്മളവിടെ ഇക്വേഷൻ ഒന്നും വാല്യൂ ഒന്നും അല്ല കണ്ടുപിടിക്കാൻ പോകണം, നമ്മളൊരു പ്രൂഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കമ്പാരിസൺ ആണ് ഇവിടെ ആവശ്യം. അപ്പം ടൈം T ഈസ് ഈക്വൽ ടു T സെക്കൻഡ്സിൽ എത്രയാ? y0. ടൈം T ഈസ് ഈക്വൽ ടു 2T സെക്കൻഡ്സിൽ എത്രയാ? 4y0 വരും. ഇനി നമുക്ക് നോക്കാം ടൈം T ഈസ് ഈക്വൽ ടു 3T. എല്ലാവരും ചെയ്ത് നോക്കൂ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ഹാഫ് G ഇൻറ്റു 3T ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു ഹാഫ് GT സ്ക്വയർ അല്ലേ? അപ്പോൾ എത്ര വരും? ഇതെന്ത് വരും? 9 ടൈംസ് y0 എന്ന് വരും. അതേപോലെ നമ്മൾ T ഈസ് ഈക്വൽ ടു 4T എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? y ഇസ് ഈക്വൽ ടു ഹാഫ് G ഇൻറ്റു 4T ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ എത്ര വരും? 16 ഇൻറ്റു ഹാഫ് GT സ്ക്വയർ വരും. അപ്പം 16y0 എന്ന് വരും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? അത് തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു ഓരോ ഇന്റർവെല്ലിൽ. ഇത് ടോട്ടൽ 4Tയിൽ ഇത്രയും 16 കവർ ചെയ്യും. അപ്പം ഓരോ സക്സസീവ് ടൈം ഇന്റർവെല്ലും എത്ര കവർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ? y0 എന്ന് കണ്ടുപിടിച്ചു അല്ലെ? പിന്നെ എന്താ കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ഉള്ളത് y0, പിന്നെ 4y0, പിന്നെ 9y0, പിന്നെ 16y0 അല്ലെ? അപ്പൊ ഫസ്റ്റ്
ടി സെക്കൻഡിൽ എത്ര വന്നു? y0. നെക്സ്റ്റ് ടി സെക്കൻഡ്സിൽ എത്ര വരും? എത്രയാണ് വന്നിരിക്കുന്നത്? 4y0 മൈനസ് y0. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 3y0 കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് ടി സെക്കൻഡ്സിൽ എത്ര വരും? നെക്സ്റ്റ് ടി സെക്കൻഡ്സിൽ എത്ര? നമുക്ക് ഇതിന് മുന്നേ വന്ന എത്രയായിരുന്നു? 4y0 കഴിഞ്ഞിട്ട് വന്നത് 9y0. അപ്പം 9y0 മൈനസ് 4y0 എത്ര വരും? 5y0 എന്ന് വരും. നെക്സ്റ്റ് എത്രയായിരുന്നു? 16y0 അല്ലേ? അപ്പൊ അടുത്തത് വരും 16y0 മൈനസ് 9y0 എത്ര വരും? 7y0 വരും. അപ്പൊ എന്താന്ന് മനസ്സിലായോ? ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 0-ല്, ഇവിടെ y0 വന്നു. അടുത്ത സെക്കൻഡിൽ എത്ര വന്നു? 4y0 വന്നു. പിന്നത്തേല് 9y0 വന്നു. അതിന് ലാസ്റ്റ് അല്ല, ഞാൻ 4 വരെ എടുത്തിട്ടുള്ളൂ. അപ്പൊ 16y0. ഇങ്ങനെ ഡിസ്റ്റൻസ് ടൈം കൂടുന്തോറും നമ്മുടെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യണത് കൂടി വരും ഫ്രീ ഫോളിൽ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? 4y0 മൈനസ് y0. ഇത് 3y0 കിട്ടും. അപ്പൊ ഇവിടെയോ 9y0 മൈനസ് 4y0 എത്ര കിട്ടും? 5y0 കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 7y0 കിട്ടും. അപ്പൊ നിങ്ങൾ ഈ റേഷ്യോ എടുത്ത് നോക്കൂ. ഇത് 1y0 അല്ലെ? 1y0 ഈസ് ടു 3y0 ഈസ് ടു 5y0 7y0 അല്ലെ? എക്സെട്ര. അപ്പൊ എത്ര വരും നമുക്ക്? 1:3:5:7 എക്സെട്ര. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 5ന്റെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് അവിടെ 9 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. റിലേറ്റീവ് വെലോസിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 parallel rail tracks run north-south. Train A moves north with a speed of 54 km/h and train B moves south with a speed of 90 km/h. What is the velocity of B with respect to A? എന്താ പറ്റുന്നത്? 2 parallel tracks run north-south. നോർത്ത്-സൗത്തിൽ പോകുന്ന 2 പാരലൽ ട്രാക്സ് ഉണ്ട്. ട്രെയിൻ A moves north with a speed of 54 km/h and train B moves south. B എങ്ങോട്ടാ പോണേ? B moves south with a speed of 90 km/h. 90 km/h. A moves with 54 km/h. What is the relative velocity of B with respect to A? അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ km/h m/s ആക്കി മാറ്റാം. BA is equal to 54 km/h. km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 54 into 5/18. അപ്പൊ എത്ര കിട്ടും? 15 m/s എന്ന് കിട്ടും. കോപ്പി ചെയ്ത് എഴുതരുത്, കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അതിന് വെലോസിറ്റി ഓഫ് ബി എന്താ വരിക? വെലോസിറ്റി ഓഫ് ബി മൈനസ് എടുക്കാം. ഇവിടെ എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണത്. -90. ഏതെങ്കിലും ഒന്ന് റെഫറൻസ് എടുത്താൽ മറ്റേത് മൈനസ്. ബിനെയാണ് റെഫറൻസ് എടുക്കണം, വി എ നെഗറ്റീവ് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെത്ര വരും? -90 into 5/18. അപ്പം നമുക്ക് -25 m/s എന്ന് കിട്ടും. ഈ m/s എടുക്കണത് നമ്മള് റിലേറ്റീവ് വെലോസിറ്റി ഫൈനൽ ആൻസർ SI യൂണിറ്റിൽ എഴുതണം എന്നുള്ളൊരു റൂൾ ഉണ്ട്, അത് കാരണമാണ്. അപ്പം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്താ ഫോർമുല? റിലേറ്റീവ് വെലോസിറ്റിന്റെ VBA is equal to VB minus VA. ഇവിടെയാണ് നമ്മുടെ സൈൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. VB എത്രയാ? -25 മൈനസ് VA 15. അപ്പൊ എത്ര വരും? -40 m/s. ഇനി വെലോസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എത്രയാ വരിക? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി, നമ്മൾ നിലത്തിൽ നിൽക്കുന്നത് അല്ലെ? അപ്പൊ എത്രയാ? 0. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു VG മൈനസ് VB. VG എത്രയാ? 0 മൈനസ് VB. VB is -25. അപ്പൊ എത്ര കിട്ടും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് 25 m/s എന്ന് കിട്ടും. ഇനി വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ A against its motion with a velocity of 18 km/h with respect to the train A as observed by a man standing on the ground. അതെങ്ങനെ കണ്ടുപിടിക്കും?
വെലോസിറ്റി ഓഫ് ദ മങ്കി, നമുക്ക് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ എ ആണ് തന്നിരിക്കുന്നത്. എത്രയാ? 18 km/h ആണ്. അപ്പം എത്ര വരും? 18 × 5/18 എത്ര വരും? നമുക്ക് 5 m/s ആണ്. വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ അവിടെ നെഗറ്റീവ് വരും, ഓപ്പോസിറ്റ്. ട്രെയിൻ എന്റെ മുകളിൽ കയറി നിന്നിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കുരങ്ങൻ ഓടുന്നത്. അപ്പം പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. എവിടെ? നിലത്ത് നിൽക്കുക, ഗ്രൗണ്ടിൽ നിൽക്കണ ഒരാൾക്ക്. അപ്പം വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എ അഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ ആസ് ഒബ്സർവ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പം വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ എത്രയാണ്? -5 m/s ആണ്. അപ്പം വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ദ ട്രെയിൻ എ എന്ന് പറഞ്ഞാൽ vm - va ആണ്. അപ്പൊ ഇവിടെ -5 = vm - 15. അപ്പം വെലോസിറ്റി ഓഫ് മങ്കി എത്ര വരും? വെലോസിറ്റി ഓഫ് മങ്കി = 15 - 5. അപ്പൊ എത്ര വരും? 10 m/s എന്ന് വരും. ഇതെന്താ? വെലോസിറ്റി ഓഫ് മങ്കി ആണ്. ക്വസ്റ്റ്യൻ എന്താ? വെലോസിറ്റി ഓഫ് monkey with respect to the person standing on the ground. അപ്പോൾ എത്ര വരും? vm - v ground. പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്, ഒബ്സർവർ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന്റെ വെലോസിറ്റി തന്നെയാണ്. അപ്പം vm - vg എത്ര വരും? 10 - 0 ദാറ്റ്സ് ഈക്വൽ ടു 10 m/s. നല്ല ഈസി അല്ലേ റിലേറ്റീവ് വെലോസിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? ജസ്റ്റ് ഫോർമുല എത്ര സിമ്പിൾ ആണ്. ഇത്ര സിമ്പിൾ ഫോർമുല നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. vb - va ഏതാണോ വിത്ത് റെസ്പെക്ട് ചോദിക്കണം അതങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക അല്ലെ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണെങ്കിൽ va - vb. പക്ഷെ ആകെ നോക്കേണ്ടത് ഏത് ഡയറക്ഷനിലാണ്. ഒരു സംഭവം നിങ്ങൾ പോസിറ്റീവ് എടുത്താൽ അത് മറ്റേതിന്റെ മോഷൻ സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കുക. അപ്പം വീഡിയോ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക, എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ വേറെ എവിടുന്നും എടുത്തിട്ടില്ല. എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗൈഡ് ബുക്ക് ഒന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് എവിടുന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വായിച്ച് എടുത്ത് ടേംസ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലാവാണ്ടൊന്നുമില്ല, നമുക്ക് ആർക്കും ക്വസ്റ്റ്യൻ മനസ്സിലാവാണ്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് അറിയുന്ന പോലെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ ഇപ്പം എന്താ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇംഗ്ലീഷിൽ എഴുതാൻ അല്ലേ. എനിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആരും അങ്ങനെ സ്കൂളിൽ നിന്നുള്ളത് മാത്രമേ ടീച്ചേഴ്സ് മാത്രമേ പറഞ്ഞുതരാനുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും പറഞ്ഞുതരാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ ഓൺലൈൻ റിസോഴ്സസുകൾ കുറേ ഉണ്ട്, യൂട്യൂബിലുണ്ട്, പിന്നെ കുറേ ഗൂഗിൾ നോക്കിയാൽ കിട്ടും അല്ലേ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. സിലബസ് ചുരുക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട. സിലബസ് ചുരുക്കിയാലും നമ്മൾ സയൻസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പം ഇതൊക്കെ വേണ്ടതാണ്. അവർ സിലബസ് ചുരുക്കിയാലും നമുക്ക് അറിയേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം കൊറോണയാണ്, ലോക്ക്ഡൗൺ ആണ്, സിലബസ് ഇല്ല, എക്സാം ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ട് പഠിക്കുക. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിന്റെ തിയറി എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. എക്സാമ്പിൾസ് ഒക്കെ ഒരുമാതിരി എല്ലാ എക്സാമ്പിൾസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ 11th എത്തുമ്പോൾ നമ്മൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇരിക്കും. നിങ്ങൾ ഇപ്പോഴേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും 11th ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു നോക്കാം. ഇതിനകത്ത് കമന്റ് ഒക്കെ കാണാമോ എങ്ങനെയാ പഠിച്ചെടുക്കുക. അതൊന്നും കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. എന്താ പറയുക, നമുക്ക് കൊറോണന്റെ അപ്പുറം ഇനി വലിയൊന്നും സാധനം വരാനില്ലല്ലോ ഇപ്പം അടുത്ത കാലത്തൊന്നും. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് പോകും തന്നെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കാണ്ട് എഴുതി പഠിക്കുക. ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് പഠിക്കുക. ഒരുമാതിരി പറ്റുന്ന എല്ലാം പറ്റാവുന്ന അത്രയും സോൾവ് ചെയ്ത് പഠിക്കുക. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. ട്രാവലിങ്ങിന് സമയം വേണ്ട. അപ്പം നമുക്ക് എവിടെയാണോ വീക്ക് പോയിന്റ് നോക്കി അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പം ഒരു 2-3 വീഡിയോസ് ആയിട്ട് ഞാൻ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് മാക്സിമം കവർ ചെയ്യും. നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം.
+1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ചാപ്റ്റർ ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പല പാർട്ടുകളായിട്ടാണ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ പാർട്ട് 1. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ ഡിസ്കഷൻ കണ്ടിട്ടില്ലെങ്കിൽ ആ ഡിസ്കഷൻസ് മുഴുവൻ കാണാൻ ഞാൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ വുമൺ സ്റ്റാർട്ട്സ് ഫ്രം ഹർ ഹോം at 9 a.m. walks with a speed of 5 km/h on a straight road up to her office 2.5 km away, stays at the office up to 5 p.m. and returns home by an auto with a speed of 25 km/h. Choose suitable scales and plot the position time graph of her motion. XT graph എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പം ഒരു വുമൺ 9 മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 5 km/h സ്പീഡിൽ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ നടന്നിട്ട് 2.5 കിലോമീറ്റർ ദൂരമുള്ള ഓഫീസിൽ എത്തി. എന്നിട്ട് അവിടെ എത്തിയിട്ട് 5 മണി വരെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് വീട്ടിലേക്ക് ഓട്ടോയിൽ വന്നു. അപ്പോൾ ഓട്ടോൻ്റെ സ്പീഡ് 25 km/h. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് സെയിം ആണ് അല്ലേ, ഓഫീസിൽ നിന്ന് അവരുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരക്കും? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 5 km/h സ്പീഡിൽ 2.5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നത് നമ്മൾ കാണണം. നമ്മൾ ടൈമാണ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2.5 കിലോമീറ്റർ. പിന്നെ സ്പീഡ് ഇത് ഏതാ? ഓഫീസിലേക്ക് പോകുന്ന സ്പീഡ് 5 km/h. അപ്പം ടൈം ടേക്കൺ ടു റീച്ച് ദ ഓഫീസ് എത്രയാണെന്ന് നോക്കാം. ടൈം ടേക്കൺ ടു റീച്ച് ഓഫീസ്, ഓഫീസിലേക്ക് എത്താനുള്ള സമയം പിന്നെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം കൂടിയും കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പം 2.5 കിലോമീറ്റർ ആണ് എന്ത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എന്ത്? ടൈം വരിക. അപ്പം അരമണിക്കൂർ 30 minutes ആണ് എന്ത്? ഓഫീസിലേക്ക് എത്താനുള്ള ടൈം. ഇനി ഓഫീസിൽ നിന്ന് ഫ്രം ഓഫീസ് ടു ഹോം എത്ര വരും? ഫ്രം ഓഫീസ് ടു ഹോം സ്പീഡ് എത്രയാ? ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ. സ്പീഡ് എത്ര പറഞ്ഞിരിക്കുന്നു? 25 km/h. അപ്പം എത്ര വരും? ഇപ്പം നമ്മുടെ പിന്നെ ടൈം എന്ന് പറഞ്ഞാൽ 2.5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര വരും? 1/10 of an hour. 1/10 of hour എന്ന് പറഞ്ഞാൽ 6 minutes. 6 minutes ആണ് എന്ത്? തിരിച്ചു വരാനുള്ള ടൈം. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ച് നമ്മൾ സ്യൂട്ടബിൾ സ്കെയിൽ എടുത്തിട്ട് വരക്കാനാണ് പറയുന്നത്. ഇവിടെ വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം നമുക്ക് ജസ്റ്റ് ഒരു സ്കെച്ച് മാത്രം മതി. അവർ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പം പൊസിഷൻ എന്താണ്? എക്സ് ടി ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ എക്സ് വൈ ആക്സിസിലും പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലാണ് എടുക്കുക. അപ്പോൾ നമ്മൾ 0 ടൈമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് എന്ത്? മൂവ് ചെയ്യുന്നത്. എത്രയായിരുന്നു സ്പീഡ്? 5 km/h ആയിരുന്നു ആദ്യത്തെ സ്പീഡ്. അപ്പം ഇവർ ഓഫീസിലെത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും? ഈ ഡിസ്റ്റൻസ് എത്രയാ? 2.5 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ടൈം എത്ര വരും? നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 minutes ആണ് എന്ത്? അപ്പോൾ ഇവിടെ എത്രയാണ്? 9 AM എന്ത് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 9:30 AM എന്ത് ഓഫീസിലെത്തുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഹാഫ് ഓഫ് അവർ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? ടൈം ടേക്കൺ ടു റീച്ച് ദ ഓഫീസ്. അപ്പോൾ 30 minutes ഓഫീസിലെത്തി. പിന്നെ 5 മണി വരെ അവിടെ തന്നെ നിന്നു. 5 മണി വരെ അവിടെ അവർക്ക് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇതെത്രയാണ് കാണിക്കുക? ഈ ടൈം ഇതാണ് 5 മണി. 5 PM അല്ലേ? 5 PM ആണിത്. ഇവിടെ 9:30 AM ആണ്. അത് കഴിഞ്ഞ് അവർ ഓട്ടോ എടുത്തിട്ട് വരുമ്പോൾ 6 മിനിറ്റിൽ വീട്ടിലെത്തി. ഓട്ടോയിലെത്തുമ്പോൾ നമ്മൾ സ്പീഡിൽ വരുമല്ലോ. അപ്പോൾ 6 മിനിറ്റിൽ വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ ഇത് 5-6 PM.
ഇതാണ് അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ വേറൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പം ജസ്റ്റ് നിങ്ങളൊരു ജസ്റ്റ് ആ പ്ലോട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ജെറ്റ് airplane traveling at the speed of 500 km per hour ejects its products of combustion at the speed of 1500 km per hour relative to the jet plane. What is the speed of the latter with respect to an observer on the ground? അപ്പം ജെറ്റ് എയർപ്ലെയിൻ ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 500 km per hour. അപ്പം നമുക്ക് ജെറ്റ് എയർപ്ലെയിനിൻ്റെ സ്പീഡ് VJ എന്നിടാം. VJ is equal to 500 km per hour. Ejects the product of combustion at the speed of 1500 km per hour. അപ്പം അതിനെ നമ്മൾ കമ്പേഷൻ്റെത് V കമ്പേഷൻ എഴുതാം. അപ്പോൾ എത്ര വരും? 1500 km per hour. റിലേറ്റീവ് ടു ദ ജെറ്റ് പ്ലെയിൻ ആണെന്ത് ഇത്. അപ്പോൾ ജെറ്റ് പ്ലെയിൻ ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ കമ്പേഷൻ പ്രോഡക്ട്സ് ഓപ്പോസിറ്റ് ആയിരിക്കും പോവുക അല്ലേ? അപ്പം വെലോസിറ്റി ഓഫ് ദ കമ്പേഷൻ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ജെറ്റ് പ്ലെയിൻ ആണെന്ത് 1500. അപ്പോൾ അതിനെ നമ്മൾ VC മൈനസ് VJ എന്ന് എഴുതണം. അപ്പോൾ എത്ര വരും? അത് മൈനസ് ആയിട്ട് വരും. മൈനസ് എന്തുകൊണ്ടാണ് മൈനസ് വരുന്നത്? അത് ജെറ്റ് എയർപ്ലെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കില്ലേ? നമ്മുടെ അതിൻ്റെ ഇജക്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റീൻ്റെ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കമ്പേഷൻ പ്രോഡക്റ്റ് റിലേറ്റീവ് ടു ദ ജെറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞത് കാരണമാണ് VC മൈനസ് VJ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B ഇസ് ഈക്വൽ ടു VA മൈനസ് VB എന്ന് പഠിച്ചിട്ടില്ലേ? അതേപോലെ relative velocity of the combustion products with respect to the jet plane is equal to minus 1500 km per hour. അതേപോലെ airplane traveling at the speed of 500 km per hour, jet plane traveling with the speed of 500 km per hour എന്ന് പറഞ്ഞാൽ velocity of the jet with respect to the observer. ഒബ്സർവർ എത്രയാണ്? ഒബ്സർവറിൻ്റെ സ്പീഡ് എത്രയാണ്? 0 ആണ്. ഗ്രൗണ്ടിലുള്ള ഒബ്സർവർ ആണ്. അപ്പം ഒബ്സർവറിൻ്റെ സ്പീഡ് 0 ആയിട്ട് എടുക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലാറ്റർ വിത്ത് റെസ്പെക്ട് ടു എൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്? ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഭവം. രണ്ടാമത്തത് ഏതാ? കമ്പേഷൻ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഓഫ് ദ കമ്പേഷൻ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഓഫ് ദ ലാറ്റർ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ. അപ്പം VCO എന്ന് പറഞ്ഞാൽ എന്താ? VC മൈനസ് VO ആണ്. അപ്പം VC സെപ്പറേറ്റ് തന്നിട്ടില്ല, VO സെപ്പറേറ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് എഴുതാം VC മൈനസ് VJ പ്ലസ് VJ മൈനസ് VO. ഇവിടെ നമുക്ക് മൈനസ് VJയും പ്ലസ് VJയും ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് VC മൈനസ് VJ ഇവിടെ തന്നിട്ടുണ്ട്, VJ മൈനസ് VOയും തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? VC മൈനസ് VJ മൈനസ് 1500 പ്ലസ് VJ minus VO, with velocity of jet with respect to the observer 500. So minus 1500 plus 500 എത്ര വരും? minus 1000 km per hour. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് ഈസിയാണ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് സ്പീഡ് ഓഫ് 126 km per hour is brought to a stop within a distance of 200 meters. What is the retardation of the car assumed uniform and how long does it take for the car to stop? A car moving in a highway with a speed of 126 km per hour. So, ഇവിടെ initial velocity of the car എത്രയാണ്? 126 km per hour. അപ്പം ഇവിടെ പല ഡിസ്റ്റൻസ് തന്നിട്ട് പല യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണ് ബെറ്റർ. നേരത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ വെലോസിറ്റീസും എല്ലാം കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. അത് കാരണമാണ് ഞാൻ കൺവേർട്ട് ചെയ്യാത്തത്. നമ്മൾ ലാസ്റ്റ് കിട്ടിയ വെലോസിറ്റി നമുക്ക് കിലോമീറ്റർ പെർ അവർ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലും സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും നമ്മൾ ഒന്നുകിൽ ഡിസ്റ്റൻസിന് കിലോമീറ്ററിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. പിന്നെ SI യൂണിറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുന്നതാണ് അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ 126 നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 126 into 5/18 meter per second. അപ്പോൾ 35 meter per second എന്ന് കിട്ടും. അതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് 200 meter.
പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എ കാർ മൂവിങ് ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്. ബ്രോട്ട് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ അസ്യൂംഡ് യൂണിഫോം. ഇത് യൂണിഫോം റിട്ടാർഡേഷനിലാണ് മോഷൻ സംഭവിക്കുന്നതെന്ന് അസ്യൂം ചെയ്താൽ ഇതിൻ്റെ റിട്ടാർഡേഷൻ എന്തായിരിക്കും? അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് യൂസ് ചെയ്യേണ്ടത്. വി തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പം എ ഈക്വൽസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s. വി സ്ക്വയർ എത്രയാ? 0. യു സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ എടുക്കണം. 35 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് ഡിസ്പ്ലേസ്മെൻറ്റ് 200. 2 ഇൻറ്റു 200. അപ്പം മൈനസ് 35 സ്ക്വയർ ഡിവൈഡഡ് ബൈ 400. അപ്പോൾ എത്ര കിട്ടും? -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവാണ്, അതുകൊണ്ടാണ് അതിനെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്. അപ്പോൾ ഈ റിട്ടാർഡേഷനിൽ പോയി കഴിഞ്ഞാൽ എത്ര ടൈമിൽ സ്റ്റോപ്പ് ആവും? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ വി ഈക്വൽസ് യു പ്ലസ് എ ടി, അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. വി എത്രയാ? 0 മൈനസ് യു 35 ആക്സിലറേഷൻ -3.06. ഈ നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ടൈം നെഗറ്റീവ് ഇട്ടോട്ടെ. ടൈം നെഗറ്റീവ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ 11.4 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 2 trains A and B of length 400 meter each are moving on 2 parallel tracks with a uniform speed of 72 km per hour in the same direction, with A ahead of B. The driver of B decides to overtake A and accelerates by 1 meter per second square. If after 50 seconds the guard of B just brushes past the driver of A, what was the original distance between them? 2 trains A and B of length 400 meter each. അപ്പോൾ നമുക്ക് 2 ട്രെയിൻസ് 400 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്, രണ്ടിൻ്റെയും ലെങ്ത്. എ അഹെഡ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുന്നിൽ പോകുന്നത് ആരാ? എ, പിന്നിൽ വരുന്നത് ബി. അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം രണ്ടും പാരലൽ ട്രാക്കിലാണ് പോകുന്നത്. അപ്പം അതിൻ്റെ യൂണിഫോം സ്പീഡ്, രണ്ടിൻ്റെ സ്പീഡ് 72 km/h ആണ്. സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. എ ആണ് മുന്നിലുള്ളത്. The driver of B decides to overtake A and accelerates by 1 meter per second square. ബിൻ്റെ ഡ്രൈവർ എന്ത് ഡിസൈഡ് ചെയ്തു? എയിനെ ഓവർടേക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇതിന് എയിനെ ഓവർടേക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു ഡിസ്റ്റൻസ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കവർ ചെയ്യണം. പിന്നെ ആ ട്രെയിൻ എയിൻ്റെ ഫുൾ ലെങ്ത് കവർ ചെയ്യണം. പിന്നെ ബിൻ്റെ ലെങ്ത് കൂടി കവർ ചെയ്യണം. അപ്പം ദ ഗാർഡ് ഓഫ് ബി ജസ്റ്റ് ബ്രഷസ് പാസ് ദ ഡ്രൈവർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ എയിനെ കംപ്ലീറ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് പോയി ആര്? ട്രെയിൻ ബി. വാട്ട് വാസ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ ഈ ഒറിജിനൽ ഡിസ്റ്റൻസ് ഇനീഷ്യലി നമ്മൾ 2 ട്രെയിനുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഈ ട്രെയിന്? ഇതിൻ്റെ 400, ഇതിൻ്റെ 400, ഇവിടെ 400 മീറ്റർ, ഈ 2 400 മീറ്ററും പ്ലസ് ഈ എസ് കൂടി കവർ ചെയ്താൽ ഈ ട്രെയിൻ ബിക്ക് എയിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എസ് പ്ലസ് 800 ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, നമ്മുടെ ഇക്വേഷൻ. അപ്പം യു എത്രയാണ്? രണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കുമല്ലോ. സ്റ്റാർട്ടിങ് ടൈമിൽ 0 ആണ്. അപ്പം നമുക്ക് ആദ്യം ഇക്വേഷൻ അതാ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം യു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പം യു എന്നുള്ള ഫസ്റ്റ് ടേം 0 ആവും. അപ്പോൾ എന്ത് പറ്റും? അപ്പം 1 ഇൻറ്റു ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. 50 സ്ക്വയറിന് വരും. അപ്പം 50 സ്ക്വയർ എത്രയാ? 2500 ബൈ 2 നമുക്ക് 1250 മീറ്ററിന് വരും. എസ് പ്ലസ് 800 ഇത്രയാണ്. അപ്പം എസ് ഇസ് ഈക്വൽ ടു 1250 മൈനസ് 800. ദാറ്റ്സ് ഈക്വൽ ടു 450
50 meters എന്ന് വരും. ഓക്കെ, അപ്പം ആ 800 വന്നത് എവിടെ നിന്നാണ് നോക്കുക? 800 വന്നത് രണ്ട് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും കവർ ചെയ്ത് ആ ഇടയിലുണ്ടായ ഗ്യാപ്പ് കൂടി കവർ ചെയ്തതിന് ശേഷം ട്രെയിൻ എനെ കംപ്ലീറ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അതാണ് അവർ ഗാർഡ് ബ്രഷസ് പാസ് ദ ഡ്രൈവർ ഓഫ് എ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഗാർഡ് എവിടെ നിൽക്കുക? ബാക്കിൽ, ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലെ ബോഗിലല്ലേ നിൽക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓൺ എ 2-lane road, car A traveling with a speed of 36 km/h, two cars B and C approach car A in opposite directions. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഡയഗ്രാം വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഓൺ എ 2-lane road, car A is traveling with a speed of 36 km/h. Two cars B and C approach each other. അപ്പോൾ കാർ എ ഇവിടെയാണെങ്കിൽ കാർ എ ഇവിടെ, അപ്പം കാർ ബിയും, ഇത് കാർ ബി, ഇത് കാർ സി, അപ്പോൾ രണ്ടും അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും അടുത്തേക്ക് വരണം. ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 54 km/h ഈച്ച്. അപ്പോൾ ബിൻ്റെയും സിൻ്റെയും സ്പീഡ് സെയിം ആണ്. അറ്റ് എ സർട്ടൻ ഇൻസ്റ്റൻറ്റ് വെൻ ദ ഡിസ്റ്റൻസ് എ ബി ഈക്വൽ ടു എ സി ബോത്ത് ബീയിങ് 1 km. അതായത് കാർ എ എന്ന് ബിൻ്റെയും സിൻ്റെയും ഡിസ്റ്റൻസ് 1 km ആകുമ്പോൾ ബി ഡിസൈഡ്സ് ടു ഓവർടേക്ക് എ ബിഫോർ സി ഡസ്. രണ്ടും ബിയും സിയും ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് ബിയും സിയും 1 km, എന്ന് 1 km ആകുമ്പം ബിൻ്റെ ഡ്രൈവർ ഡിസൈഡ് ചെയ്തു എന്ത്? സി ഇതിൻ്റെ അടുത്തെത്തുന്നതിന് മുന്നേ എനെ ഓവർടേക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ മിനിമം ആക്സിലറേഷൻ ഓഫ് കാർ ബി ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്? രണ്ടാളും സെയിം സ്പീഡിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഒരു ആക്സിലറേഷൻ സെയിം ആക്സിലറേഷനിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിടിക്കും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൻ്റെ മിനിമം ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് സ്പീഡ് ഓഫ് കാർ എ എത്രയാണ്? സ്പീഡ് ഓഫ് കാർ എ ഇസ് ഈക്വൽ ടു 36 km/h. അപ്പോൾ അതിനെ 36 × 5/18 എത്രയാ? 10 m/s എന്ന് എഴുതാം. അതേപോലെ സ്പീഡ് ഓഫ് കാർ ബി എത്രയാ? 54 km/h. 54 km/h എന്ന് പറഞ്ഞാൽ 54 × 5/18, അപ്പോൾ 15 m/s. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ കാർ എ വിത്ത് റെസ്പെക്ട് ടു സി, വി എ സി എത്ര വരും? എ ഒരു ഡയറക്ഷനിൽ പോകണം, സി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അപ്പം വി എ സി ഇസ് ഈക്വൽ ടു 10 - 15 ആണ്. അപ്പം 10 + 15 വരും. അപ്പം 25 m/s എന്ന് കിട്ടും. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ കാർ ബി വിത്ത് റെസ്പെക്ട് ടു കാർ എ ഇസ് ഈക്വൽ ടു 15 - 10. ഞാൻ വരച്ച ഡയഗ്രം പ്രകാരം രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പം 15 - a എന്ന് കിട്ടും. 15 - 10 കിട്ടും. 15 - 10 5 m/s എന്ന് കിട്ടും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? മിനിമം ആക്സിലറേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ടൈം ടേക്കൺ ബൈ ദ കാർ സി ടു കവർ എ ഡിസ്റ്റൻസ് എ സി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ അവർ 1 km എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പം 1 km ഡിവൈഡഡ് ബൈ വി എ സി. ഇതെന്താണ്? ടൈം ടേക്കൺ ബൈ ദ കാർ സി ടു കവർ ദ ഡിസ്റ്റൻസ് എ സി. അപ്പം 1 km നമ്മൾ മീറ്റർ ആക്കണം. 1000 m ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് 40 seconds എന്ന് കിട്ടും. അതായത് ഇവിടെ ഇവർ ചോദിക്കുന്നത് സി എത്തുന്നതിന് മുന്നേ ബി അതിനെ ഓവർടേക്ക് ചെയ്തിരിക്കണം. അപ്പം ഇതേ സെയിം സ്പീഡിൽ, ഈ റിലേറ്റീവ് സ്പീഡിൽ സി വന്നു കഴിഞ്ഞാൽ എത്ര സെക്കൻഡിലാണ് സി ഇവിടെ ഈ എയുടെ സ്ഥലത്തേക്ക് എത്തുക? ആ സമയത്തിന് മുന്നേ നമ്മൾ ബി ഓവർടേക്ക് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സി ഇവിടെ എത്താനുള്ള ടൈം നമ്മൾ 40 seconds എന്ന് കണ്ടുപിടിച്ചു. ഇനി ആക്സിലറേഷൻ എ ആണെങ്കിൽ നമുക്ക് S = ut + ½ at² എടുക്കാം. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് രണ്ടും തമ്മിൽ? 1 km എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം 1000 m ഇസ് ഈക്വൽ ടു യു എത്രയാ? ഇത് ബിൻ്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ബി ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ബിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എ എത്രയാ? 5 m/s. 5 × ടൈം 40 + ½ a × 40². മനസ്സിലായല്ലോ? അപ്പം 1000 ഇസ് ഈക്വൽ ടു 5 × 40 + 40²/2. 1600/2 a. അപ്പോൾ ഇവിടെ എ എന്നുള്ളത് എത്ര കിട്ടും? എ ഇസ് ഈക്വൽ ടു 1000 - 200
ഡിവൈഡഡ് ബൈ 800. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് കിട്ടും. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ കാറ് എ സി എന്നുള്ള റിലേറ്റീവ് വെലോസിറ്റി എടുത്തത് നമ്മൾ സി ഇവിടെ എത്തുന്നതിന് മുന്നേ ബി ഓവർടേക്ക് ചെയ്യണം. അപ്പം എ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ കാർ വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിച്ചതിന് ശേഷം ഈ സി എന്നുള്ള കാറ് എന്റെ പൊസിഷനിൽ എത്താനുള്ള ടൈം കണ്ടുപിടിച്ചു. ആ ടൈമിനുള്ളിൽ ഈ ബി അവിടെ ഓവർടേക്ക് ചെയ്യണം. അപ്പം മിനിമം ആക്സിലറേഷൻ എത്രയാണ് വരിക? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് ആണ്. ചാപ്റ്റർ കഴിഞ്ഞിട്ട് കാണുന്ന ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അടുത്ത പാർട്ട്, അതായത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെയിം ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിൻ്റെ കണ്ടിന്യൂഷൻ വേഗം തന്നെ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1-ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. Look at the following graphs carefully and state with reasons which of these cannot possibly represent one-dimensional motion of a particle. 4 ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പോസിബിൾ അല്ലാത്തത്, 1 ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഗ്രാഫുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്രാഫുകളാണ് ആദ്യം തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഡയഗ്രാം സിയിൽ സ്പീഡ് ടൈം ഗ്രാഫാണ്. ഡിയിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നോക്കാം. എ. ഇതിൽ പൊസിഷൻ ടൈം എന്ന് പറയുമ്പം ഇത് 2 ഇതിൽ കാണിക്കുന്നു. നോക്കൂ, ഇത് 2 ആക്സിസിലേക്ക് ഒരു ടൈമിൽ തന്നെ 2 പൊസിഷൻസ് കാണിക്കുന്നു. ഒരു ടൈമിൽ നമുക്ക് 2 പൊസിഷൻസ് കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ഒരു സെക്കൻഡിൽ, ഞാൻ 5th സെക്കൻഡിൽ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു സമയത്ത് ഒരു പൊസിഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കി, ഈ ടൈം ആക്സിസിൽ 2 പൊസിഷൻസ് കാണിക്കുന്നുണ്ട്. ഒരു ടൈമിന് 2 പൊസിഷൻസ്. അപ്പം എ നോട്ട് പോസിബിൾ. ഈ ഗ്രാഫ് പറ്റില്ല, നോട്ട് പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് നെഗറ്റീവിലേക്കും പോയിരിക്കുന്നു. ടൈമിന് നമ്മൾ നെഗറ്റീവ് ആക്സിസിലേക്കും പോയിരിക്കുന്നു. എന്താ പറയുക, പൊസിഷനും നെഗറ്റീവിലേക്ക് പോയിരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ 2 പൊസിഷനാണ്, ഒരേ ടൈമിന് 2 പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ 1 ഡയമെൻഷണൽ മോഷനിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ചില സമയത്തിൽ 2 ഡയമെൻഷണൽ മോഷൻ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ 2 ഡയമെൻഷണൽ മോഷൻ പഠിക്കും, മോഷനെ പ്ലെയിനിൽ പഠിക്കും. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള, എന്തായാലും നമുക്ക് 2 പൊസിഷൻ ഒരു സമയത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള ഗ്രാഫുകൾ നിങ്ങൾ അവിടെ കാണും. പക്ഷേ ഇത് പറ്റില്ല, 1 ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബി ആണെങ്കിലോ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് ഒരു ടൈമിൽ 2 വെലോസിറ്റി, ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ ഒരു കാറിന് ഒരേ സമയത്ത് 2 വെലോസിറ്റി കാണാൻ പറ്റുമോ? ഇവിടെ നമുക്ക് 2 നെഗറ്റീവ് ആക്സിസിലേക്കും കൂടിയും പോയിട്ടുണ്ട്. ആദ്യത്തേൽ പൊസിഷൻ ടൈമിൽ 2 പൊസിഷൻ കാണിച്ചാൽ അത് 2 ഒരേ ആക്സിസിലാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുകിൽ നെഗറ്റീവ് എക്സ് ആക്സിസിൽ. പക്ഷേ ഇവിടെ ഒരേ ടൈമിന് ഒരു വെലോസിറ്റി പോസിറ്റീവ്, ഒരു വെലോസിറ്റി നെഗറ്റീവും കാണിച്ചിരിക്കുന്നത്. അതും നോട്ട് പോസിബിൾ. ഇത് നോട്ട് പോസിബിൾ ആണ്. ഇത് 1 ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അടുത്തത് സ്പീഡ് ടൈം ഗ്രാഫ്. സ്പീഡ് നോക്കൂ, സ്പീഡ് ടൈമും കാണിച്ചിരിക്കുന്നത്. സ്പീഡ് നമ്മൾ നെഗറ്റീവ് ആവാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് പറയാം ഇത് കറക്റ്റ് അല്ല. നെഗറ്റീവ് സ്പീഡ് ഈസ് നോട്ട് പോസിബിൾ. സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. സ്പീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫിക് അല്ല. അപ്പം ഇതിൻ്റെ 3ാമത്തെ ഗ്രാഫും കറക്റ്റ് അല്ല. സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. ഗ്രാഫ് ഡി ആയാലോ, അതിലും പാത്ത് ലെങ്ത്തും ടൈമുമാണ്. ഇവിടെ പാത്ത് ലെങ്ത്ത് നമ്മൾ ഒരു ടൈമിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് സ്കലാർ ക്വാണ്ടിറ്റിയാണ്. ആ പാത്ത് ലെങ്ത്ത് എപ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പാത്ത് ലെങ്ത്ത് നമുക്ക് കുറയാൻ പറ്റില്ല. ടൈം കൂടുന്തോറും പാത്ത് ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് പാത്ത് ലെങ്ത്ത്, ഇവിടെ പാത്ത് ലെങ്ത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്.
പാത്ത് ലെങ്ത് നെവർ ഡിക്രീസസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. പാത്ത് ലെങ്ത് നെവർ ഡിക്രീസസ്. അതേസമയം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആണ് കേട്ടോ. വെലോസിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് കാണിക്കുന്നതെങ്കിൽ അത് പോസിബിൾ ആണ്. പക്ഷേ ഇത് പാത്ത് ലെങ്ത് ആണ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എപ്പോഴായാലും തിരിച്ചു വരികയാണെങ്കിലും കൂടിയും, പക്ഷേ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ആ 4 ഗ്രാഫും 1 ഡയമെൻഷണൽ മോഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫ്സ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. A police van moving on a highway with a speed of 30 km/h fires a bullet at a thief's car, speeding away in the same direction with a speed of 192 km/h. If the muzzle speed of the bullet is 150 m/s, with what speed does the bullet hit the thief's car? Note: obtain that speed which is relevant for damaging the thief's car. A police van moving on a highway with a speed of 30 km/h fires a bullet at a thief's car, speeding away in the same direction with a speed of 192 km/h. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. എന്നിട്ടോ അപ്പോൾ ഇയാൾ പോലീസ് വാനിന് ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പം തീഫിൻ്റെ കാറ് 192 km/h മൂവ് ചെയ്യണത്. അപ്പം നമുക്ക് സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ എത്രയാണ്? VP എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 30 km/h. 30 km/h കൺവേർട്ട് ചെയ്യുക. 30 × 5/18 m/s. അപ്പോൾ അത് നമുക്ക് 25/3 m/s എന്ന് കിട്ടും. അതേപോലെ സ്പീഡ് ഓഫ് ദ തീവ്സ് കാർ VT എന്ന് റെപ്രസെൻറ്റ് ചെയ്ത 192 × 5/18. അപ്പോൾ അതെത്ര കിട്ടും? 160 / 3 m/s എന്ന് കിട്ടും. സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എത്ര കിട്ടും? സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് വാനിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പോൾ ആ സ്പീഡും മറ്റേ പോലീസ് വാനിൻ്റെ സ്പീഡും കൂടിയിട്ടുള്ള റിലേറ്റീവ് സ്പീഡാണ് എന്ത്? സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് വരിക. അപ്പോൾ എത്ര വരും? സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ അതെത്രയാ? 25/3 പ്ലസ് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് കിട്ടും. 150 m/s മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്താൽ 475 / 3 m/s എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പോലീസ് വാനിൽ നിന്നാണ് നമ്മൾ ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. അപ്പം ആ മസിൽ സ്പീഡിൻ്റെ ബുള്ളറ്റിൻ്റെ മാത്രം സ്പീഡാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ പ്ലസ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് വരും. അപ്പം 475/3 m/s. ഇനി നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് വാട്ട് സ്പീഡ് ഡസ് ദ ബുള്ളറ്റ് ഹിറ്റ് ദ തീവ്സ് കാർ. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ തീവ്സ് കാർ. VBT എന്ന് പറഞ്ഞാൽ VB മൈനസ് VT. വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ദ തീവ്സ് കാർ. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എത്രയായിരുന്നു? അത് കമ്പൈൻഡ് എഫക്റ്റ് ആണ്. എന്ത്? പോലീസ് കാറിൻ്റെ വെലോസിറ്റി പ്ലസ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ് എന്ത്? VB. അപ്പം 475/3 മൈനസ് വെലോസിറ്റി ഓഫ് ദ തീവ്സ് കാർ 160 / 3. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ സൈൻ ഒന്നും മാറുന്നില്ല. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിന്നെ കള്ളൻ്റെ കാർ അല്ലെങ്കിൽ പോലീസിൻ്റെ കാർ വരുന്നതെങ്കിൽ അവിടെ അഡീഷനാണ് വരിക. അപ്പോൾ 475 മൈനസ് 160 വരും. /3 ചെയ്താൽ 105 m/s എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. A 3-wheeler starts from rest, accelerates uniformly with 1 m/s² on a straight road for 10 seconds, and then moves with uniform velocity. Plot the distance covered by the vehicle during the nth second, n equals 1, 2, 3, etc. versus n. What do you expect this plot to be during accelerated motion? A straight line or a parabola? A 3-wheeler starts from rest. അപ്പം initial velocity is equal to 0. It accelerates uniformly with 1 m/s². അപ്പം acceleration is equal to 1 m/s² on a straight road for 10 seconds. അപ്പം then moves uniformly with after that it moves with uniform velocity. അപ്പം nth സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം.
displacement in the nth second, that is equal to u plus half a into 2n minus 1. ഈ ഫോർമുല നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലൊന്നും പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഡിറൈവ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും. എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1. ഫസ്റ്റ് കേസിൽ ഈ എന്ന് പറയുന്നത് എത്രാമത്തെ സെക്കൻഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യു 0 ആയത് കാരണം എസ് എൻ ഇസ് ഈക്വൽ ടു ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ടാലോ. ഫസ്റ്റ് സെക്കൻഡ് S1 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 1. അപ്പോൾ 2 മൈനസ് 1 1 1/2 എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. S2 എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 1. അപ്പോൾ 4 മൈനസ് 1 3 3/2 1.5. അതേപോലെ നമ്മൾ കുറച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഒരു 5-6 വാല്യൂസ് എടുക്കുക. S3 എന്നുള്ളത് 1/2 ഇൻറ്റു 2 ഇൻറ്റു 3 2n എന്നിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 2 ഇൻറ്റു 3 മൈനസ് 1. അപ്പോൾ അത് കിട്ടും 2.5 മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. S4 എന്നുള്ളത് 1/2 ഇൻറ്റു 2 ഇൻറ്റു 4 മൈനസ് 1. അപ്പോൾ അത് കിട്ടും 3.5. S5 1/2 ഇൻറ്റു 2 ഇൻറ്റു 5 മൈനസ് 1. അപ്പം 9/2 4.5 മീറ്റർ എന്ന് കിട്ടും. S6 1/2 ഇൻറ്റു 2 ഇൻറ്റു 6 മൈനസ് 1 12 മൈനസ് 1 11 11/2 5.5 അങ്ങനെ കിട്ടും നമ്മൾ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. എങ്ങനെ പ്ലോട്ട് ചെയ്യും? അപ്പോൾ n വെച്ചിട്ട് നമ്മൾ n-ഉം എത്ര ഡിസ്പ്ലേസ്മെൻറ്റും n-ഉം ഡിസ്പ്ലേസ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ n-ഉം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ n-ലും n എന്നുള്ളത് 1 2 3 എക്സെട്ര കൊടുക്കാം. 1 2 3 4 5 നമ്മളിപ്പോൾ എത്ര വരെ എടുത്തു? 6 വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 വരെ എടുക്കുക. 10 വരെ എടുത്തിട്ട് അതേപോലെ y ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് പ്ലോട്ട് ചെയ്യുക. S1 എത്ര? നമുക്ക് 1 2 3 ഡിഫറൻസിൽ തന്നെ എടുത്താൽ മതി. 1 2 3 4 5 6. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് വരുമ്പോൾ 1.5 എന്നൊക്കെയുള്ള പോയിന്റ് ഇടാമല്ലോ. അപ്പം ഫസ്റ്റ് സെക്കൻഡിൽ 0.5, സെക്കൻഡിൽ 1.5, തേർഡ് സെക്കൻഡിൽ 2 കഴിഞ്ഞ് 2-നും 3-ൻ്റെ ഇടയിൽ 2.5, ഫോർത്ത് സെക്കൻഡിൽ 3.5. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അപ്പോൾ യൂണിഫോം ആയിട്ടാണ് അത് പോകുന്നത്. അപ്പം വാട്ട് യു എക്സ്പെക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഓർ പരാബോള. നമ്മൾ വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഫോർമുലയാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്. SN ഇസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ് ഓഫ് മോഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിങ് ഓൺ എ സ്റ്റേഷനറി ലിഫ്റ്റ് open from above throws a ball upwards with the maximum initial speed he can equal to 49 meter per second. How much time does the ball take to return to his hands if the lift starts moving up with a uniform speed of 5 meter per second and the boy again throws the ball up with the maximum speed he can? How long does the ball take to return to his hands? A boy standing on a stationary lift open from above throws a ball upwards with the maximum initial speed he can. So initial speed എത്രയാ? Initial speed 49 meter per second. How much time does the ball take to return to his hands if the lift starts moving up with a uniform speed of 5 meter per second and the boy again throws the ball up with the maximum speed he can? How long does it take to come the ball to his hands? അപ്പം ഈ കുട്ടി ബോൾ മുകളിലോട്ട് എറിയണം. ബോൾ മുകളിലോട്ട് എറിയുക എന്ന് പറയുമ്പം അവിടെ ലിഫ്റ്റ് സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ്
ഡസ് ദ ബോൾ ടേക്ക്? അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോള് ഈ കുട്ടി മുകളിലോട്ട് എറിഞ്ഞ് തിരിച്ച് താഴെ ഈ കുട്ടീൻ്റെ കയ്യിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 വരും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനും ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനും സെയിം ആയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. നമ്മുടെ ഫോർമുല S ഈക്വൽസ് ut പ്ലസ് ഹാഫ് at² എടുത്തു കഴിഞ്ഞാൽ S 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 49 ആണ്. 49 ഇൻറ്റു t പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു t². അപ്പം ഇവിടെ നമ്മൾ മുകളിലോട്ടും എറിയുന്നുണ്ട് താഴോട്ടും എറിയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 49 പ്ലസ് ഓർ മൈനസ് ഹാഫ് 9.8 t² എന്നിടാൻ പറ്റും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് റൂട്ട് ടൈം കാണേണ്ടത് പോസിറ്റീവ് വരുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം നെഗറ്റീവ് വരാൻ പറ്റില്ല. അപ്പം ഇതിലുള്ള പോസിറ്റീവ് നമ്മൾ സോൾവ് ചെയ്യുമ്പം ഇതിൽ പോസിറ്റീവ് ആൻസർ വരുന്ന വാല്യൂ എടുക്കണം. നമ്മൾ പ്ലസ് ഓർ മൈനസ് എടുത്തത് ഇതിന് ബോളിന് അപ്വേർഡ് മോഷനും ഉണ്ട് ഡൗൺവേർഡ് മോഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താ വരിക? 4.9 t² മൈനസ് 49t ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിനെ ടിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ t ഈക്വൽ ടു 0 കിട്ടും, അല്ലെങ്കിൽ t ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ് എന്ന് കിട്ടും. t ഈക്വൽ ടു 0 എന്നുള്ളത് നോട്ട് പോസിബിൾ ആണ്. അപ്പം നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ടൈമിന് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ടൈം ടേക്കൺ എന്നുള്ളത് t ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒരുമാതിരി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിന് ഒരുമാതിരി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം മൂന്നാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു, ഡയമെൻഷൻസ് കഴിഞ്ഞു, ഫിസിക്കൽ വേൾഡ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എന്നുള്ളത് പിന്നെ ലോസ് ഓഫ് മോഷൻ എടുക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എടുക്കാം. മോഷൻ ഇൻ എ പ്ലെയിനും വെക്ടറും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അത് വലിയ ചാപ്റ്ററാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതൊരു പുതിയ കൺസെപ്റ്റാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളത്. അപ്പോൾ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു, ബൈ. എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ്, സെലക്ടഡ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ടഡ് എന്നൊന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പം തന്നെ ആ ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിലെ എക്സസൈസസ്, ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും എക്സാമ്പിൾസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി കുറച്ചുകൂടി ബാക്കിയുള്ളതെന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A calorie is a unit of heat or energy, and it is equal to 4.2 joules, where 1 joule is equal to 1 kilogram meter square per second square. Suppose we employ a system of units in which the unit of mass equals to alpha kg, the unit of length equal beta meter, and the unit of time is gamma seconds. Show that calorie has a magnitude 4.2 alpha raised to -1, beta raised to -2, gamma raised to 2 in terms of the new units. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേക്ക് ആകെ ഡിമ്മാവേണ്ട ആവശ്യമില്ല. ഇതെന്താ സംഭവം? ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ ആണെന്ത് ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ അതിന്റെ യൂസസ് പറയുമ്പോൾ ഇത് ഒരു യൂസ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ? എന്ത്? കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ എന്നുള്ളത്. അപ്പോൾ എന്താ ഇതിൽ ഒരു സിസ്റ്റത്തിൽ നമുക്ക് 4.2 ജൂൾസ് തന്നിട്ടുണ്ട്, മറ്റേ സിസ്റ്റത്തിലോ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? രണ്ട് സിസ്റ്റമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. SI സിസ്റ്റം, പിന്നെ ന്യൂ സിസ്റ്റം. ഈ മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം SI സിസ്റ്റത്തിൽ N1 എന്നുള്ള എന്താ നമ്പർ 4.2 ജൂൾസ് തന്നിട്ടുണ്ട്.
N2 നമുക്കറിയില്ല, ന്യൂ സിസ്റ്റത്തിൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് കാലറി ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 4.2. നമുക്ക് ഈ ആൻസർ കിട്ടണം നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോഴേക്ക്. അപ്പൊ എങ്ങനെ ചെയ്യാം? അപ്പൊ മാസ് എത്രയാ? ഫസ്റ്റില് മാസ് M1 is equal to 1 കിലോഗ്രാം. ഇത് SI സിസ്റ്റം ആണ്, അത് കാരണമാണ്. പിന്നെ L1 is equal to 1 മീറ്റർ ആൻഡ് T1 is equal to 1 സെക്കൻഡ്. M2 എത്രയാ തന്നിരിക്കുന്നത്? ന്യൂ സിസ്റ്റത്തിൽ അവർ തന്നിരിക്കുന്നത് ആൽഫ കിലോഗ്രാം, ആൽഫ kg. L2 തന്നിരിക്കുന്നത് ബീറ്റ മീറ്റർ ആൻഡ് T2 is equal to ഗാമ സെക്കൻഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? എനർജിയാണ്. ഇപ്പൊ ഇതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയായിരിക്കും? എനർജിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാ? എനർജി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡണിന്റെ യൂണിറ്റ് നമുക്കറിയില്ലേ എന്താണ്? ജൂളാണ് വർക്ക് ഡണിന്റെ യൂണിറ്റ്. അപ്പൊ അത് പിന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ജൂളിന്റെ ഇക്വേഷൻ. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. ഡയമെൻഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് വർക്ക് mL² T⁻⁻² ആണ് എന്ത്? ജൂളിന്റെ ഡയമെൻഷൻസ്. ഓക്കെ, എനർജി അല്ലെങ്കിൽ വർക്കിന്റെ ഒക്കെ ഡയമെൻഷൻ ആണ് എന്താണ്? mL² T⁻². ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അത് കാരണം ഞാൻ ഡയറക്റ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ M⁴A L⁴B T⁻C എന്നുള്ള കമ്പയർ ചെയ്യുമ്പോൾ A എത്ര വരും? A is equal to 1, B is equal to 2, C is equal to -2. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇത് കമ്പയർ ചെയ്യുമ്പോൾ M⁴A L⁴B T⁻C എന്നുള്ളതിൽ കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മളെ ഫോർമുല എന്താ? കണ്ടുപിടിക്കാനുള്ള ഫോർമുല N2 is equal to N1 into M1 by M2 into A, L1 by L2 into B and T1 by T2 into raised to C. M1 by M2 raised to A, L1 by L2 raised to B, T1 by T2 raised to C. N1 എത്രയാ തന്നിരിക്കുന്നത്? 4.2. M1 1 kilogram 1 kg by alpha kg. L1 by L2, L1 1 meter, L2 beta meter raised to B, T1 1 second by gamma second raised to C. അപ്പോൾ എത്ര വരും? N2 is equal to 4.2 into 1 by alpha എന്ന് പറഞ്ഞാൽ എന്താ? 1 by alpha എന്ന് പറഞ്ഞാൽ alpha raised to -1. 1 by beta എന്ന് പറഞ്ഞാൽ ബീറ്റ. അപ്പം ബീറ്റ എത്ര വരും? ബീറ്റ raised to -2. എന്താ? A is equal to 1 ആണ് അല്ലെ? ഇവിടെ A എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. A is equal to 1, B is equal to -2, beta raised to -2, gamma raised to C, gamma raised to C എന്ന് പറഞ്ഞാൽ എത്രയാ? -2. ഗാമ raised to -2 വരും. 1 by gamma raised to -2 ആണ്. അപ്പൊ എന്ത് പറ്റും? മുകളിലോട്ട് പോകുമ്പോൾ ഗാമ raised to 2 എന്ന് ആൻസർ വരും. എന്നോട് പറയാ, നമ്മുടെ ഫോർമുല എന്താണ്? N1 into M1 by M2 raised to A. അങ്ങനെ എഴുതി നമ്മൾ എല്ലാ ഡയമെൻഷൻസും എഴുതിയിട്ട് നമ്മൾ തന്ന ഡാറ്റ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ M⁴A L⁴B T⁻C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഡയമെൻഷൻ ഓഫ് എനർജി ആണ്. അപ്പം A is equal to 1, B equals to C is equal to -2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 by alpha raised to A, 1 by alpha raised to A എത്രയാ? A എന്നുള്ളത് 1 ആണ്. അപ്പം അത് താഴെ എന്നുള്ളത് മുകളിലോട്ട് പോകുമ്പോൾ raised to -1 ആവും. ബീറ്റ raised to 2, 1 by beta raised to 2, അപ്പം ബീറ്റ raised to -2. 1 by gamma raised to -2 ആണ്. അപ്പം അതുകൊണ്ട് ഗാമ raised to 2 ആവും നമ്മൾ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് കണ്ടതിന് ശേഷം ഇത് കാണുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. ഇത് ലാസ്റ്റ് ഈ വീഡിയോക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിലാണ്, ഡയമെൻഷണൽ അനാലിസിസിന്റെ വീഡിയോയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും കണ്ടിരിക്കണം, അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അത് കണ്ടതിന് ശേഷം അതിൽ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ളത് സോൾവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബുക്ക് വിത്ത് many printing errors containing 4 different formulas for the displacement y of a particle undergoing a certain periodic motion. അപ്പം 4 ഇക്വേഷൻസ് വന്നിട്ട് എ ബുക്ക് വിത്ത്
many printing errors containing 4 different formulas for the displacement y of the particle undergoing certain periodic motion. Y equals a sin 2 pi t by t, y equals a sin mu t, and y is equal to a by t sin t by a, y is equal to a by root 2 sin 2 pi t by t plus cos 2 pi t by t. A is the maximum displacement of the particle, v is the speed of the particle, t is the time period of motion. Rule out the wrong formulas on dimensional grounds. അപ്പോൾ നമുക്കിവിടെ ഡയമെൻഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫോർമുല കറക്റ്റ് ആണോ അല്ലയോ നോക്കുക. രണ്ട് സൈഡിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രൂവ് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താ? ഡയമെൻഷൻസ് ഓൺ LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഇക്വേഷൻ y ഈക്വൽസ് a sin 2 pi t by t. അപ്പൊ LHS എന്താ? ഡയമെൻഷൻ ഓഫ് LHS എന്താ? ഡയമെൻഷൻ ഓഫ് LHS y ആണ്. ഡയമെൻഷൻ ഓഫ് y ഇസ് L. ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അതേപോലെ ഡയമെൻഷൻ ഓഫ് RHS എന്ത് വരും? ഡയമെൻഷൻ ഓഫ് RHS ഇസ് ഈക്വൽ ടു, അതും എന്ത് വരണം? നമുക്ക് സെയിം തന്നെ വരണം. അപ്പം a sin 2 pi t by t. അപ്പൊ ഇവിടെ വരുന്നത് എ എന്നുള്ളത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ L ആണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ. സൈൻ 2 പൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇവിടെ എന്ത് വരും? ടിൻ്റെത് ടി ടൈം പീരീഡ്, ഇവിടെ താഴെയുള്ളതും ടൈം പീരീഡ്. അപ്പം സൈൻ ടി ബൈ ടി എന്ന് വരും. അപ്പൊ അതിന്റെ ഡയമെൻഷൻ അങ്ങ് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് L എന്നുള്ളത് രണ്ട് സൈഡിൽ RHS ഇസ് ഈക്വൽ ടു LHS എന്ന് കിട്ടും. അപ്പം എ എന്നുള്ളത് കറക്റ്റ് ഫോർമുല ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി y ഇസ് ഈക്വൽ ടു a സൈൻ 2 പൈ വി ടി. അപ്പം LHSന്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് LHS, ഡയമെൻഷൻ ഓഫ് y ഇസ് ഈക്വൽ ടു L. ഡയമെൻഷൻ ഓഫ് a സൈൻ 2 പൈ വി ടി എത്ര വരും നോക്കൂ. a എന്നുള്ളത് L സൈൻ വി എന്താ? 2 പൈക്ക് ഇല്ല, ശരി. വി എന്നുള്ളത് എന്താ? സ്പീഡാണ് തന്നിട്ടുണ്ട്. അപ്പം സ്പീഡിന്റെ മീറ്റർ പെർ സെക്കൻഡ് LT⁻⁻1 ഇൻറ്റു ടി. അപ്പം എന്ത് വരും? ഈ T⁻⁻1ഉം ടിയും ക്യാൻസൽ ആവും. അപ്പം നമുക്കിവിടെ L സൈൻ L എന്ന് വരും ഡയമെൻഷൻ. അപ്പം എന്ത് പറ്റി? ഈ ഇക്വേഷൻ റോങ് ആണ്. LHSഉം RHSഉം സെയിം അല്ല എന്ത്? ഡയമെൻഷൻ. ഇനി സി, ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആവും. ഓക്കെ, സി y ഇസ് ഈക്വൽ ടു a ബൈ ടി സൈൻ ടി ബൈ എ. അപ്പൊ ഇതിന്റെ വൈന്റെ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് എന്ത്? y എന്നുള്ളത്. അപ്പൊ LHSൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ആണ്. RHSൽ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് a ബൈ ടി സൈൻ ടി ബൈ എ കാണണം. അപ്പം a ബൈ ടി എന്ന് പറഞ്ഞാൽ L ബൈ ടി വരും ഡയമെൻഷൻ, സൈൻ ടി ബൈ എൽ എന്ന് വരും. അപ്പൊ എന്ത് പറ്റി? LT⁻⁻1 സൈൻ ടി L⁻⁻1 എന്ന് വരും എന്ത്? RHSൽ. അപ്പൊ ഈ ഇക്വേഷനും റോങ്. ഇനി ലാസ്റ്റ് ഇക്വേഷൻ y ഈക്വൽസ് a√2 സൈൻ 2 പൈ t ഡിവൈഡഡ് ബൈ t പ്ലസ് കോസ് 2 പൈ t ഡിവൈഡഡ് ബൈ t. ഇതിനെ എങ്ങനെ ചെയ്യും? നിങ്ങൾ ഈ ഇക്വേഷൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഇനി a√2 എന്നുള്ളതിന്റെ ഡയമെൻഷൻ എന്താ? a എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്ത്? വൈൻ്റെത് L തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം a√2 a എന്നുള്ളത് ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെന്താണ്? ലെങ്ത് ആണ്. ഇനി ഈ സംഭവം സൈൻ 2 പൈ t ഡിവൈഡഡ് ബൈ t. അപ്പൊ എന്ത് വരും? സൈൻ ടി ബൈ ടി പ്ലസ് കോസ് ടി ബൈ ടി വരും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ വരിക L. √2ന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, സൈൻ ടി ബൈ ടി പ്ലസ് കോസ് ടി ബൈ ടി എന്ന് വരും. അപ്പൊ എന്ത് പറ്റി? നമുക്ക് RHSലും L തന്നെ കിട്ടി. മനസ്സിലായല്ലോ? L എന്നിട്ട് സൈൻ ടി ബൈ ടിയും കോസ് ടി ബൈ ടിയും സൈൻ 1ഉം കോസ് 1ഉം എന്നായിട്ട് മാറുന്നത്. അപ്പൊ എന്ത് പറ്റും? അവിടെ ഡയമെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ആ ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പം LHSഉം RHSഉം സെയിം ആണ്. അപ്പം a
കറക്റ്റ് അല്ലേ? എ കറക്റ്റ് ആണ്, ബി റോങ്, സി റോങ് ആൻഡ് ഡി കറക്റ്റ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഇക്വേഷൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട നമ്മൾ അതിൽ എന്താണോ തന്നിരിക്കുന്നത്, ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണോ അതുപോലെ അതിന്റെ ഡയമെൻഷൻസ് വെച്ചിട്ട് കറക്റ്റ് ആണോ, രണ്ട് സൈഡിലും കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, the nearest star to our solar system is 4.29 light years away. How much is this distance in terms of parsecs? How much parallax would this star, named Alpha Centauri, show when viewed from two locations on the Earth 6 months apart in its orbit around the Sun? The nearest star to our solar system is 4.29 light years away. How much is this distance in terms of parsecs? നമുക്കിതിനെ, അപ്പം എന്താ ക്വസ്റ്റ്യൻ, നമ്മൾ പാർസെക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ലൈറ്റ് ഇയേഴ്സിൽ തന്ന ഡിസ്റ്റൻസിനെ നമ്മൾ പാർസെക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് 4.29 ലൈറ്റ് ഇയേഴ്സ് തന്നിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് ഇതിൻ്റെ കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺവേർഷൻ, ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കൺവേർഷൻസ്, ലൈറ്റ് ഇയർ, പാർസെക്ക് ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. അപ്പം 4.29 ലൈറ്റ് ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 4.29 ലൈറ്റ് ഇയേഴ്സ് ഇസ് ഈക്വൽ ടു 4.29 ഇൻറ്റു 9.46 ഇൻറ്റു 10⁻15 മീറ്റേഴ്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 4.058 ഇൻറ്റു 10⁻16 മീറ്റേഴ്സ് എന്ന് വരും. ഇത് ലൈറ്റ് ഇയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഇസ് ഇൻ ടേംസ് ഓഫ് പാർസെക്സ് ആണ്. അപ്പം 1 പാർസെക് എത്രയാ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? 1 പാർസെക് ഇസ് ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റേഴ്സ്. ഇനി നമുക്ക് രണ്ടിനും നമുക്ക് മീറ്ററിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 4.29 ലൈറ്റ് ഇയേഴ്സിന് 4.29 ലൈറ്റ് ഇയേഴ്സ് ഇസ് ഈക്വൽ ടു എത്ര പാർസെക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4.058 ഇൻറ്റു 10⁻16 മീറ്റർ ഡിവൈഡഡ് ബൈ 3.08 ഇൻറ്റു 10⁻16. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1.318 പാർസെക് എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യണേ, നിങ്ങൾ അങ്ങനെ കോപ്പി അടിക്കരുത് ഇത്. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ലൈറ്റ് ഇയറിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, പിന്നെ ലൈറ്റ് ഇയറിനെ പിന്നെ പാർസെക്കിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, പിന്നെ നമ്മുടെ ആ മീറ്ററിലുള്ള ലൈറ്റ് ഇയേഴ്സിനെ നമ്മൾ പാർസെക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സെപ്പറേറ്റ് ടോപ്പിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി how much parallax would this star named Alpha Centauri show when viewed from two locations of the Earth 6 months apart in its orbit around the Sun? അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, നമ്മൾ എർത്തിലുള്ള 2 പൊസിഷൻസ് 6 months apart എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പൊസിഷൻസിലായിരിക്കില്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പം പാർസെക്കിന്റെ ഡെഫിനിഷൻസ് എന്താ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് പാരലാക്സ് വുഡ് ദിസ് സ്റ്റാർ show when viewed from two locations of the Earth 6 months apart in its orbit around the Sun. അപ്പം പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡിസ്റ്റൻസ് subtends a parallax angle of 1 second for a basis of radius of the Earth's orbit around the Sun. അങ്ങനെയാണ് എന്ത് പാർസെക്കിന്റെ ഡെഫിനിഷൻ. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ പാർസെക് is the distance subtended by a parallax of 1 second for a basis of റേഡിയസ് ഓഫ് എർത്ത് അറൌണ്ട് ദ സൺ. അതാണ് എന്ത് 1 സെക്കൻഡ് ആണ് എന്ത് റേഡിയസ് ഓഫ് എർത്തിന് അറൌണ്ട് ദ സണ്ണിലുള്ള ആ ഡിസ്റ്റൻസിന് 1 സെക്കൻഡ് ആണ് അത് പിന്നെ പാരലാക്സ് ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ എന്താ പറയണത്? 6 months അപ്പാർട്ട് ആണെന്ന് പറയുന്നുണ്ട്. 6 months അപ്പാർട്ട് ആണെന്ന് പറയുമ്പം ഈ ഡിസ്റ്റൻസ് ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആവും. ഡയമീറ്റർ. അപ്പൊ എന്താ പറയാ? നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൊക്കേഷൻസ് ഓഫ് ദ എർത്ത് 6 months അപ്പാർട്ട് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് അറൌണ്ട് ദ സൺ ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ എർത്ത്സ് ഓർബിറ്റ് എന്ന് പറയാം. ഇത് എർത്തിന്റെ ഓർബിറ്റ് ആണെങ്കിൽ
ഡയമീറ്റർ ഓഫ് ദ എർത്ത്സ് ഓർബിറ്റ് ആണ് എന്ത് 2r എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബേസിസ് ബി ഇസ് ഈക്വൽ ടു 2r എന്ന് പറയും. അപ്പം 6 ആണ് ബേസിസ് എങ്കിൽ, ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ 1 സെക്കൻഡ് ആണ് പാരലാക്സ് ആംഗിൾ. അപ്പൊ 2r ആണെങ്കിൽ എന്ത് പറയും, 2 സെക്കൻഡ്സ് പാരലാക്സ് ഉണ്ടാക്കും. ഇത് നമ്മൾ എടുക്കുന്നത് ഡെഫിനിഷൻ ഓഫ് പാരലാക്സ് എന്നാണ്. ഓക്കെ, അപ്പം പാരലാക്സ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ 1 parsec ഡിസ്റ്റൻസ് അറ്റ് എ ബേസിസ് ഓഫ് 2r ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. അപ്പം പാരലാക്സ് സബ്ടെൻഡഡ് ബൈ ആൽഫ സെഞ്ചുറി എത്ര വരും, തീറ്റ ഇസ് ഈക്വൽ ടു 1.318 into 2 എന്ന് വരും. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 2.64 സെക്കൻഡ്സ് എന്ന് വരും. മനസ്സിലായല്ലോ? ഒരു എർത്തിന്റെ സണ്ണിന് അറൗണ്ടിലെ ഓർബിറ്റ് 6 ആണെങ്കിൽ 1 സെക്കൻഡ് പാരലാക്സ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ 6 months എപ്പാർട്ട് എന്ന് പറഞ്ഞത് കാരണം അത് 2 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, 2 സെക്കൻഡ്സ്, അത് ഡെഫിനേഷൻ ഓഫ് പാരലാക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 2 സെക്കൻഡ്സ് ആണ് എന്ത് പാരലാക്സ് ആംഗിൾ വരുന്നത്. അപ്പൊ ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്, 1.318 parseconds വന്നിട്ടുണ്ട്. അപ്പം ആംഗിൾ എന്ന് പറയുന്നത് 2 times 1.318 ദാറ്റ്സ് ഈക്വൽ ടു 2.64 seconds. അതാണ് എന്ത് ഇതിന്റെ ആൻസർ. ഇതൊക്കെ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് നന്നായിട്ട് തോന്നും. നമ്മൾ 10th ക്ലാസ്സിൽ നിന്ന് 11th ഒരു ട്രാൻസിഷനിൽ നല്ല ബുദ്ധിമുട്ട് തന്നെ തോന്നും. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. അതാ പ്രശ്നം. ഓക്കെ, നമ്മളിത് വരില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് മുഴുവനും പഠിച്ചിരിക്കണം. ഇനി എ മാൻ വാക്കിംഗ് ബ്രിസ്ക്ലി ഇൻ റെയിൻ with a speed of v must slant his umbrella forward, making an angle theta with a vertical. A student derives the following relation between theta and v. Tan theta is equal to v and checks that the relation has a correct limit. As v tends to 0, theta tends to 0 as expected. We are assuming there is no strong wind and that the rain falls vertically for a stationary man. Do you think this relation can be correct? If not, guess the correct relation. ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് റെയിൻ വന്നു, ടാൻ തീറ്റ വന്നു, ലിമിറ്റ് വന്നു, ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇതല്ലേ ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആലോചിക്കണ്ട. ഇവിടെ നമുക്ക് ഈ ഫോമുല നിങ്ങൾ നെക്സ്റ്റ് വെക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. മോഷൻ ഇൻ 2 dimension എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഈ ഫോമുല നമ്മൾ ചെയ്യും. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കലും ചെയ്യും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ചാപ്റ്റർ 1ത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ നോക്കേണ്ടത്, ഡയമെൻഷണൽ അനാലിസിസിൽ ഫോമുല കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ ഫോമുല മാത്രം എടുക്കുക. എന്താ ഫോമുല തന്നിരിക്കുന്നത്, വി ഈക്വൽസ് ടാൻ തീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ ബാക്കി ഒന്നും നമ്മളിപ്പോൾ ഇവിടെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. വി ഈക്വൽ ടാൻ തീറ്റ കറക്റ്റ് ആണോ എങ്ങനെ കണ്ടുപിടിക്കും, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യുക. LHSലും RHSലും സെയിം ഡയമെൻഷൻ ആണെങ്കിൽ എന്ത് പറയാം, അത് കറക്റ്റ് ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്ന് പറയാം. അപ്പം ഡയമെൻഷൻ ഓഫ് LHS എന്താ, സ്പീഡിൻ്റെത് LT⁻⁻1. അപ്പൊ ഇവിടെ എന്ത് വരും, ടാൻ തീറ്റ നോ ഡയമെൻഷൻ ആണ് വരുന്നത്. അപ്പൊ നോ ഡയമെൻഷൻ, അപ്പൊ ഇതെന്താ നോട്ട് ഈക്വൽ. അപ്പൊ എന്ത് പറയാ, ഫോമുല ഇൻകറക്റ്റ്. മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ കാര്യം. ഫോമുല ഇൻകറക്റ്റ്. ടാൻ തീറ്റ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് നമുക്ക് ഡയമെൻഷൻസ് ഇല്ല. അതിനുള്ള വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ ഡയമെൻഷൻസ് വരും. ഇവിടെ തീറ്റ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കാരണമാണ് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ടാൻ തീറ്റക്ക് ഡയമെൻഷൻ ഇല്ല. LT⁻⁻1 ആണ് LHSൽ ഉള്ളത്. അപ്പൊ എന്ത് പറ്റും, ഫോമുല ഈസ് ഇൻകറക്റ്റ്. അപ്പം ഡു യു തിങ്ക് ദിസ് റിലേഷൻ ക്യാൻ ബി കറക്റ്റ്? അപ്പൊ ഇതില്ല. ഇഫ് നോട്ട് ഗസ് ദ കറക്റ്റ് റിലേഷൻ. കറക്റ്റ് റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ സ്റ്റുഡൻറ് ഡിറൈവ്സ് ദ following relation between theta and v. Tan theta is equal to v and checks that the relation is correct in the limit v tends to 0 as theta tends to 0. അപ്പം നമുക്ക് ഒന്നെങ്കിൽ അപ്പുറത്തെ ഡയമെൻഷൻ LT⁻⁻1 ആക്കണം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തത് നോ ഡയമെൻഷൻ ആക്കണം. അപ്പൊ നമുക്കൊരു ടാൻ തീറ്റയാണ് സംഭവം അല്ലെ. മാൻ വാക്കിംഗ് ബ്രിസ്ക്ലി ഇൻ റെയിൻ വിത്ത് എ സ്പീഡ് ഓഫ് v must slant his umbrella forward making an angle theta with a vertical. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇതുണ്ടോ, ഇതാണ് റെയിനിന്റെ സ്പീഡ്. അപ്പൊ ഇവിടെയാണ് മാൻ വാക്കിംഗ് എന്ന് വിചാരിച്ചോ,
വെലോസിറ്റി ഓഫ് മാൻ. അപ്പോൾ ഇവിടെ എന്താ തീറ്റ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടാൻ തീറ്റ വരുന്നത്. അപ്പം ടാൻ തീറ്റ വരുമ്പോൾ നമുക്കിവിടെ വി ബൈ യു എന്നുള്ള ഒരു ഇക്വേഷൻ എടുത്താൽ ഏതെങ്കിലും ലെറ്റർ കൊടുക്കണം, പക്ഷെ 2 സ്പീഡായിരിക്കണം. വി ബൈ യു ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പം നമുക്ക് 2 സ്പീഡ് അല്ലെങ്കിൽ വി എം ബൈ വി ആർ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പം വിയും യുവും ക്യാൻസൽ ആവില്ലേ? അത് രണ്ടും സ്പീഡിൻ്റെ ഡയമെൻഷൻ അല്ലേ വരിക. അപ്പം 2 സൈഡിലും നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആവും. ഇതാണ് എന്ത്? കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, കറക്റ്റ് ഇക്വേഷൻ. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി 3rd ചാപ്റ്റർ 4th ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ശരിക്കും നമ്മൾ പഠിക്കുന്നതാണ് അവിടെ. അപ്പൊ യു എന്താ? വെലോസിറ്റി ഓഫ് ദ റെയിൻ. വി ആർ വെലോസിറ്റി ഓഫ് ദ റെയിൻ യു എടുത്ത് വെലോസിറ്റി ഓഫ് ദ മാൻ വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റ എന്ത് പറ്റി? വി ബൈ യു എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കറക്ഷൻ ചെയ്യുക നമ്മൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കും എനിക്ക് ഈ ഫോമുല അറിയില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഈ ഫോമുല പഠിച്ചിട്ടില്ല. പക്ഷെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കുക. ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെയിം ഡയമെൻഷൻ ആക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെയിം ഡയമെൻഷൻ ആക്കുക. ബട്ട് തീറ്റ എന്ന് വരുമ്പോൾ ടാൻ ആംഗിൾ എന്നൊക്കെ വരുമ്പോൾ 2 സാധനങ്ങളെ റേഷ്യോ അല്ലേ വരിക. അപ്പൊ 2 വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ അങ്ങ് കറക്റ്റ് ആവും. അത്ര ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇനി it is claimed that 2 cesium clocks, if allowed to run for 100 years free from any disturbance, may differ by only about 0.02 second. What does this imply for the accuracy of the standard cesium clock in measuring a time interval of 1 second? It is claimed that 2 cesium clocks, if allowed to run for 100 years free from any disturbance, may differ by only about 0.02 seconds. What does this imply for the accuracy of the standard cesium clock in measuring a time interval of 1 second? എന്താ പറയണത്? സീഷ്യം ക്ലോക്ക് 100 ഇയേഴ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം ചേഞ്ച് വരും? 100 ഇയേഴ്സിൽ 0.02 സെക്കൻഡ്സ് ഡിഫറൻസേ വരുന്നുള്ളൂ. ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലത്തെ ക്ലോക്കൊക്കെ ചിലരുടെ വീട്ടിൽ ഓരോ റൂമിലും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും അല്ലേ? നമുക്ക് സ്കൂളിൽ പോകാൻ നമ്മൾ ടൈമൊക്കെ ഫാസ്റ്റ് ആക്കി വെക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് 100 ഇയേഴ്സിൽ 0.02 സെക്കൻഡ്സ് ടൈം ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം 100 ഇയേഴ്സ് എന്നുള്ളതിനെ നമുക്ക് സെക്കൻഡ്സ് ആക്കി മാറ്റാം. 100 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് ഇൻ ഈച്ച് ഇയർ. അപ്പം 24 hours in every day, 60 minutes into 60 സെക്കൻഡ്. ഇത്രയും സെക്കൻഡാണ് എന്ത് 100 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചോദിക്കുന്നത്? വാട്ട് ഡസ് ദിസ് ഇംപ്ലൈ ഫോർ ദ അക്യുറസി ഓഫ് ദ സ്റ്റാൻഡേർഡ് സീഷ്യം ക്ലോക്ക് മെഷറിംഗ് എ ടൈം ഇന്റർവൽ ഓഫ് 1 സെക്കൻഡ്. അപ്പൊ 100 ഇയേഴ്സിൽ 0.02 സെക്കൻഡ്സ് മാത്രമേ അത് എറർ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാം? എറർ ഇൻ 1 സെക്കൻഡ് എത്ര വരും? ഇമാജിൻ ചെയ്ത് നോക്കൂ. എറർ ഇൻ 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 0.02 ഡിവൈഡഡ് ബൈ 100 into 365 into 24 into 60 into 60. 0.02 ബൈ എന്തുകൊണ്ട് എങ്ങനെ? ഇത് സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ, ഇതിൽ വലിയ ഫിസിക്സ് ഒന്നും വരുന്നില്ല. ഇതിൽ ക്ലോക്കിന്റെ അക്യുറസി തന്നിരിക്കുന്നത് 100 ഇയേഴ്സിൽ 0.02 സെക്കൻഡ്സ്. അപ്പൊ 1 സെക്കൻഡിൽ എത്ര അക്യുറസി, എത്ര എറർ കാണിക്കണം? അപ്പം 100 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും സെക്കൻഡാണ്. വലിയ നമ്പറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പം അത്രയും സെക്കൻഡിൽ 0.02 സെക്കൻഡ്സേ എറർ വരുന്നുള്ളൂ. അപ്പം ഇതെത്ര വരും? അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന 6.34 into 10⁻⁻12 സെക്കൻഡ്സ് എന്നാണ് ഇതിൽ കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ 6.34 ഒന്നും നമുക്ക് എടുക്കണ്ട, നമ്മൾ എത്ര ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പം നമുക്ക് പറയാം accuracy of 1 part in 10⁻11 to 10⁻12 സെക്കൻഡ്സ്. അത്രയും അക്യുറസി ആണ് എന്ത് ഇതിനകത്തുള്ളത്. ഇതിന് അപ്പം 6.34 into 10⁻⁻12 അത്രയും എററേ ഒരു സെക്കൻഡിൽ വരുന്നുള്ളൂ. 10⁻⁻12 എന്നുള്ള ആലോചിച്ച് ഈ ഡെസിമലിന് ശേഷം 12 സീറോസ് വരും. അത്രയേ ഉള്ളൂ, വളരെ കുറച്ചാണ് എറർ വരുന്നത്. അപ്പൊ സീഷ്യം ക്ലോക്ക് ആണ് എന്ത് മോസ്റ്റ് ആക്യുറേറ്റ് ക്ലോക്ക്. നമുക്ക് കിട്ടാൻ പറ്റുന്നതിൽ മോസ്റ്റ് ആക്യുറേറ്റ് ക്ലോക്ക് ഏതാണ്? സീഷ്യം ക്ലോക്ക്. ഓക്കെ,
അത് നമ്മൾ മെഷർമെന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ എപ്പോഴും മുന്നേ ഉള്ള ഇതിന്റെ തിയറി ക്ലാസ്സസ് കാണണം. ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് മാത്രമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എല്ലാം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വെച്ച് സെപ്പറേറ്റ് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ 11th എത്തുമ്പോൾ നമ്മൾ 10th വരെ പഠിച്ച സിലബസിന്റെ ആ പാറ്റേണേ അല്ല വരുന്നത്. പക്ഷെ ആദ്യത്തെ 2-3 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ ട്രാക്കിൽ വരും, അത് ഉറപ്പാണ്. ഞാനും ഇതൊക്കെ 11th എത്തുമ്പോൾ അനുഭവിച്ചാണ്. അപ്പം ഉറപ്പാണ് പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ കണ്ട് പേടിക്കുക വേണ്ട. നെക്സ്റ്റ് വരുന്നത് നമ്മൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ 1 ഡയമെൻഷൻ ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ ഈ ആദ്യത്തെ ഒരു ചാപ്റ്റർ മാത്രമേ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ. നിങ്ങൾ ഇതുവരെ കാണാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ക്വസ്റ്റ്യൻസ് ആദ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും ഈ ചാപ്റ്ററിനെ, ഒരു സംശയമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മെയിൽ ID കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അയക്കണമെങ്കിൽ ഞാൻ മെയിൽ ID തരാം താഴെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ 1 ഡയമെൻഷൻ. അത് നല്ല ഈസി ചാപ്റ്ററാണ്. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ 9 പഠിച്ചതല്ലേ നമ്മളൊക്കെ. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പക്ഷേ 11th സ്റ്റാൻഡേർഡിന്റെ ലെവൽ വെച്ചിട്ട് അങ്ങോട്ട് പഠിക്കും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സെയിം ചാപ്റ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ എല്ലാ ക്ലാസ്സും എല്ലാ ചാപ്റ്റേഴ്സും റെഗുലറായിട്ട് ചാപ്റ്റേഴ്സ് ഇടും. ഓക്കെ, എല്ലാം ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും ഡൗട്ട്സും എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പം മെല്ലെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. മോഷൻ ഇൻ 1 ഡയമെൻഷനായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.